ഹലോ മക്കളെ, നമ്മൾ ഇന്ന് കമ്പ്യൂട്ടറാണ് പഠിക്കാൻ പോകുന്നത്. PSC എക്സാമിന് കമ്പ്യൂട്ടർ എന്നുള്ള ഭാഗത്തു നിന്ന് വരുന്ന എല്ലാ സിലബസിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും, അതോടൊപ്പം തന്നെ മുമ്പ് ചോദിച്ചിട്ടുള്ളതും ചോദിക്കാൻ ചാൻസ് ഉള്ളതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. ഈ ക്ലാസ് എന്ന് പറഞ്ഞാൽ നമ്മൾ 3 ക്ലാസ് കൊണ്ടാണ് ഇത് ഫുള്ളായിട്ട് എടുത്ത് തീർക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് കാണുമ്പോൾ 1 മണിക്കൂറിൻ്റെ ക്ലാസ് 3 ദിവസമായിട്ട് കാണുക എന്ന് പറയുന്നത് അത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമില്ല അല്ലേ? കാരണം നമ്മളിത് എടുക്കുന്നതോടൊപ്പം തന്നെ നിങ്ങളെ പഠിപ്പിച്ചും കൂടിയാണ് മുന്നോട്ട് പോകുക. ഏറ്റവും സിമ്പിളായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുള്ളൂ. അപ്പോൾ ഇത് ഒരു ക്ലാസ് കൊണ്ട് എന്താണ് എടുക്കാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒറ്റ ക്ലാസ് കൊണ്ട് എടുത്താൽ കമ്പ്യൂട്ടർ അറിയാത്ത ഒരാൾക്ക് എല്ലാം കൂടി കേട്ടിട്ട് മൊത്തത്തിൽ ഒരു പുകയായി മാറും. അപ്പോൾ 1 മണിക്കൂർ വെച്ചിട്ട് ഒരു ദിവസം ക്ലാസ് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കത് ബുദ്ധിമുട്ടല്ല. 3 ദിവസം കൊണ്ട് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് കമ്പ്യൂട്ടർ പഠിച്ച് തീർക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് 3 ക്ലാസ്സുകളായിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ഒരു ക്ലാസ് കൊണ്ട് വേണമെങ്കിൽ നമുക്ക് എടുത്ത് തീർക്കാം. പക്ഷെ അതുകൊണ്ട് നിങ്ങൾക്ക് തന്നെയാണ് ബുദ്ധിമുട്ട്. ഈ സൈബർ ലോസും സൈബർ ക്രൈംസും അതുപോലെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളും ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ, ഈ സോഫ്റ്റ്വെയറിൽ തന്നെ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ, അതിൻ്റെ എക്സാമ്പിളുകൾ അല്ലേ, എല്ലാം കൂടി പഠിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് ഏത് എക്സാമ്പിൾ എവിടെയൊക്കെയാണ് പഠിച്ചതെന്നൊന്നും ഒരു ഐഡിയ ഇല്ലാതായി പോകും. അപ്പം അതുകൊണ്ടാണ് നമ്മൾ 3 ക്ലാസ് വെച്ചെടുക്കുന്നത്. 3 ക്ലാസ്സും കൃത്യമായിട്ട് അന്നന്ന് അപ്ലോഡ് ചെയ്യുന്ന ദിവസം തന്നെ കൃത്യമായി കേൾക്കുക. നിങ്ങൾക്കറിയാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ നോട്ട് ചെയ്ത് പോകുക. നിങ്ങൾക്കത് തീർച്ചയായിട്ടും എക്സാമിന് ഉപകാരപ്പെടും. അപ്പോൾ ഇത് ഞാൻ ഈ ക്ലാസ് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഡിഗ്രി ലെവലിലൊക്കെ കമ്പ്യൂട്ടർ പഠിച്ച് കമ്പ്യൂട്ടറിൽ വളരെയധികം പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരാൾക്ക് വേണ്ടിയിട്ടല്ല, കമ്പ്യൂട്ടർ അറിയാത്ത ഒരാൾക്ക് വേണ്ടിയിട്ടാണ് ഈ ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ എത്രത്തോളം സിമ്പിളാക്കി പറയാൻ സാധിക്കുമോ അത്രത്തോളം സിമ്പിളായിട്ടായിരിക്കും ഞാൻ പറയുന്നത്. അപ്പോൾ അതിൻ്റെ ശരിക്കുമുള്ള രീതിയിൽ വലിയ രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തല്ല നമ്മൾ ഈ ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകുക. നിങ്ങൾക്ക് എക്സാമിന് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ എങ്ങനെ സാധിക്കും എന്നുള്ള രീതിയിലാണ് ക്ലാസ് മുന്നോട്ട് പോകുക. അപ്പോൾ കൂടുതൽ പറയുന്നില്ല. പിന്നെ ഇതിൻ്റെ നോട്ട്സിൻ്റെ കാര്യം, ഇതിൻ്റെ നോട്ട്സ് ഇപ്പം ഞാൻ ഈ വീഡിയോടൊപ്പം തന്നെ കാണിക്കുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് ഫുള്ള് കംപ്ലീറ്റ് നോട്ട് ആയിരിക്കില്ല. കാരണം ഇത് എഡിറ്റ് ചെയ്യാന്നുള്ളത് ഇത്തിരി മെനക്കേട് പിടിച്ച കാര്യമാണ്. അപ്പോൾ ഞാനെന്ന് വെച്ചാൽ ഇതിൻ്റെ നോട്ട്സ് എല്ലാം നമ്മുടെ ടെലഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്യാം. ഇപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ടെലഗ്രാം ചാനലിൽ ഈ നോട്ടുകൾ വന്നിട്ടുണ്ടാവും. അപ്പോൾ ആ നോട്ടുകൾ നിങ്ങൾ അവിടെ നോക്കി പഠിക്കുക. ഇതിൽ നമ്മൾ ചിലപ്പോൾ നിങ്ങൾക്ക് വായിക്കാൻ സാധിച്ചില്ല എന്ന് വരാം, അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള നോട്ട് ഇതിൽ കാണിച്ചില്ല എന്ന് വരാം. പക്ഷേ ടെലഗ്രാം ചാനലിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നിന്ന് കംപ്ലീറ്റ് ആയിട്ടുള്ള നോട്ട് ലഭിക്കും. അപ്പോൾ PSC ബുള്ളറ്റിൻ പ്ലസ് SCRT എന്നുള്ളതാണ് നമ്മുടെ ടെലഗ്രാം ചാനലിൻ്റെ പേര്. അപ്പോൾ ഒന്നില്ലെങ്കിൽ ആ പേര് വെച്ച് സെർച്ച് ചെയ്യുക, PSC ബുള്ളറ്റിൻ പ്ലസ് SCRT എന്ന് സെർച്ച് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കുക. എങ്ങനെയാണെന്ന് വെച്ചാൽ ടെലഗ്രാം ചാനലിൽ കയറിയിട്ട് നിങ്ങൾ അവിടെ നിന്ന് നോട്ട് ഡൗൺലോഡ് ചെയ്ത് വായിക്കാം. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. പിന്നെ സ്ഥിരമായിട്ട് എൻ്റെ ക്ലാസ് കേൾക്കുന്നവർക്ക് മനസ്സിലാവും എൻ്റെ ശബ്ദത്തിൽ കുറച്ച് വ്യത്യാസം ഉണ്ടല്ലേ. കാരണം എന്നോട് ക്ലാസ് അധികം എടുക്കരുതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. കാരണം സ്ഥിരമായിട്ട് തൊണ്ടയ്ക്ക് ഇൻഫെക്ഷൻ വരുന്നതുകൊണ്ട്. അതുകൊണ്ടാണ് ഞാൻ കുറച്ചധികം നാളിപ്പോൾ ക്ലാസ് ഇട്ടിരുന്നില്ല. അപ്പോൾ കൂടുതൽ സ്ട്രെയിൻ എടുത്ത് ക്ലാസ് എടുക്കാനും സാധിക്കില്ല. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കാൻ, നിങ്ങൾക്ക് എന്തെങ്കിലും കേൾക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ട്, മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ ഞാൻ അടുത്ത ക്ലാസ്സിൽ അത് തീർച്ചയായും ശ്രദ്ധിക്കും. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. നമുക്ക് കമ്പ്യൂട്ടറിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, കുറേ ഡെഫിനിഷൻസ് ഒന്നും തന്നെ ഞാൻ പറയില്ല. നിങ്ങൾക്ക് പഠിക്കേണ്ട കാര്യങ്ങൾ സിമ്പിളായി പറഞ്ഞു തരാം. ആദ്യം തന്നെ നമുക്ക് PSCയിൽ സ്ഥിരം ചോദിക്കുന്ന 2 ചോദ്യങ്ങളാണ്. കുറച്ച് ഡിവൈസുകളുടെ പേര് തന്നിട്ട് ഇതിൽ ഇൻപുട്ട് ഉപകരണങ്ങൾ ഏതൊക്കെയാണ്, ഇൻപുട്ട് ഡിവൈസസ് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ഔട്ട്പുട്ട് ഡിവൈസ് ഏതാണ്, അല്ലെങ്കിൽ കൂട്ടത്തിൽ പെടാത്തത് ഏതാണ് എന്നൊക്കെ കണ്ടുപിടിക്കാൻ പറയും അല്ലേ. അപ്പോൾ അതിന് വേണ്ടി സിമ്പിളായിട്ട് ഔട്ട്പുട്ട് ഡിവൈസുകൾ മാത്രം നമ്മൾ പഠിച്ചു വയ്ക്കുക. ഔട്ട്പുട്ട് ഡിവൈസ് എന്ന് പറയുന്നത് പ്രിൻ്റർ, പ്ലോട്ടർ, പ്രൊജക്ടർ, സ്പീക്കർ, മോണിറ്റർ. 5 എണ്ണേ ഉള്ളൂ. പഠിക്കാൻ വളരെ സിമ്പിളാണ്. അതിൽ 3 എണ്ണവും എന്താണ്, Pയിൽ തുടങ്ങിയിട്ട് 6ൽ അവസാനിക്കുന്നതാണ് അല്ലേ. പ്രിൻ്റർ, പ്ലോട്ടർ, പ്രൊജക്ടർ, പിന്നെ മോണിറ്റർ, സ്പീക്കർ. ഈ 5 എണ്ണം മാത്രമേ നമുക്ക് ഔട്ട്പുട്ട് ഡിവൈസസ് ആയിട്ടുള്ളൂ. അപ്പോൾ ബാക്കി വരുന്നതെല്ലാം തന്നെ എന്തായിരിക്കും, ബാക്കി വരുന്നതെല്ലാതും ഇൻപുട്ട് ഡിവൈസുകളായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഓപ്ഷനിൽ നിന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് ഈ ഔട്ട്പുട്ട് ഡിവൈസ് മാത്രം പഠിച്ചാൽ മതി. ഈ ഔട്ട്പുട്ട് ഡിവൈസ് അല്ലാതെ നിങ്ങൾക്ക് തന്നിരിക്കുന്നതെല്ലാം തന്നെ എന്തായിരിക്കും, ഇൻപുട്ട് ഡിവൈസ് ആയിരിക്കും. സിമ്പിൾ അല്ലേ പഠിക്കാൻ. അപ്പോൾ ഔട്ട്പുട്ട് ഡിവൈസ് ഏതൊക്കെയാണ് ഒന്നും കൂടി പറഞ്ഞ്, പ്രിൻ്റർ, പ്ലോട്ടർ, പ്രൊജക്ടർ, സ്പീക്കർ, മോണിറ്റർ. ഈ 5 എണ്ണമാണ് സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന ഔട്ട്പുട്ട് ഡിവൈസസ് എന്ന് പറയുന്നത്. ഇനി ബാക്കി അല്ലാതെ ഉള്ളതെല്ലാതും എന്തായിരിക്കും, ഇൻപുട്ട് ഡിവൈസസുകളായിരിക്കും. ഇൻപുട്ട് ഡിവൈസ് പറയുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് എക്സാമ്പിൾ പഠിക്കാനുണ്ട്. അപ്പോൾ ഔട്ട്പുട്ട് ഡിവൈസസുകൾ കൃത്യമായി എഴുതി വെച്ച്, ഞാൻ ഈ പറഞ്ഞപ്പോൾ തന്നെ എഴുതി വെച്ച് പഠിക്കുക. പ്രിൻ്റർ, പ്ലോട്ടർ, പ്രൊജക്ടർ, സ്പീക്കർ, മോണിറ്റർ, ഇതൊക്കെയാണ്. അപ്പോൾ ഈ 5 ഔട്ട്പുട്ട് ഡിവൈസുകളാണ് സാധാരണ PSC ചോദിക്കാറുള്ളത്. അപ്പോൾ ഈ 5 എണ്ണം പഠിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാതും ഇൻപുട്ട് ഡിവൈസ് ആണ്, നമുക്ക് ഓർത്തിരിക്കാന്ന് പറഞ്ഞു.
പക്ഷെ അവിടെ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. അതായത് ഈ പ്രിന്റിംഗ് ടെക്നോളജി അല്ലെങ്കിൽ നമ്മൾക്ക് ഈ മോണിറ്ററിൽ കൂടി ഡിസ്പ്ലേ ചെയ്തു തരുന്ന കാര്യങ്ങൾ തന്നെ മറ്റ് പല ടെക്നോളജികളിലും ഉപയോഗിക്കുമ്പോൾ ചിലപ്പോൾ ആ പേരിലായിരിക്കും തരാം. അത് നിങ്ങളൊന്ന് ജസ്റ്റ് ശ്രദ്ധിക്കുക. അതായത് ഒന്നുമില്ല, ഇപ്പൊ നിങ്ങളോട് ഹെഡ്ഫോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെഡ്ഫോൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തിനാണ് ഹെഡ്ഫോൺ ഉപയോഗിക്കുന്നത്? പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ടാണ്. അതൊരു ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കുമോ ഹെഡ്ഫോൺ ഞാനിതിൽ പഠിച്ചിട്ടില്ലല്ലോ, ഈ മിസ് പറഞ്ഞു തന്ന ഈ പ്രിന്റർ, പ്രൊജക്ടർ, പ്ലോട്ടർ, ഈ മോണിറ്റർ, സ്പീക്കർ, ഇതിൽ ഈ എന്ത് വരുന്നില്ല, ഹെഡ്ഫോൺ വരുന്നില്ലല്ലോ എന്ന് നിങ്ങൾ ചിന്തിക്കും. പക്ഷെ ഹെഡ്ഫോണിൽ എന്താണ് ഉപയോഗിക്കുന്നത്? സ്പീക്കറാണ് ഉപയോഗിക്കുന്നത്. മനസ്സിലായോ? ഹെഡ്ഫോൺ എന്ന് പറഞ്ഞാൽ സ്പീക്കറാണ്, അതിൽ സ്പീക്കർ അല്ലേ ഉള്ളത്. അപ്പൊ ഹെഡ്ഫോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഔട്ട്പുട്ട് ഡിവൈസ് തന്നെയാണ്. മനസ്സിലായോ? അതേപോലെ തന്നെ വരുന്ന മറ്റൊരു കേസ് GPS, GPS എന്ന് പറഞ്ഞാൽ ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം അല്ലെ, GPS സംവിധാനം എന്നൊക്കെ നമ്മൾ പറയാറുള്ളതാണ്. അപ്പൊ ഈ GPS ഇൻപുട്ട് ആണോ ഔട്ട്പുട്ട് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ GPS കൂടി നമ്മൾ ഒരിക്കലും ഇൻപുട്ട് അല്ല, അവർ നമുക്ക് ഔട്ട്പുട്ട് ആണ് തരുന്നത് അല്ലെ, ഔട്ട്പുട്ട് ആണ് തരുന്നത്. പക്ഷെ നമുക്കത് എന്തിൽ കൂടിയാണ് ദൃശ്യമാകുന്നത്? നമ്മുടെ മോണിറ്ററിൽ കൂടി അല്ലെങ്കിൽ നമ്മുടെ ഫോണിന്റെ സ്ക്രീനിൽ കൂടിയാണ് നമുക്കത് ദൃശ്യമാകുന്നത്. മനസ്സിലായോ? അപ്പൊ അതും എന്തിൽ തന്നെയാണ്? GPS എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഔട്ട്പുട്ട് തന്നെയാണ്. അങ്ങനെ PS GPS നടത്ത് ചോദിക്കാറില്ല, എങ്കിലും ചോദിച്ചാൽ മനസ്സിലാക്കാൻ വേണ്ടിയാണ് പറയുന്നത്. GPS എന്ന് പറഞ്ഞാൽ അത് ഔട്ട്പുട്ട് ആണ്. അതേപോലെ തന്നെ മറ്റൊരു കേസ് ബ്രെയിൽ എംബോസർ എന്ന് പറഞ്ഞ ഒരു പ്രിന്റിംഗ് ഡിവൈസ് തന്നെയാണ്. പക്ഷെ അതിൽ പ്രിന്റിങ്ങിന് വ്യത്യാസമുണ്ട്. നമ്മൾ സാധാരണ പ്രിന്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഒരു പേപ്പറിൽ പ്രിന്റ് ചെയ്ത് വരുന്ന പോലെയല്ല അത് വരാം. ഇതെന്ന് പറഞ്ഞത് ബ്രെയിൽ ലിപി എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇല്ലേ? ബ്രെയിൽ ലിപി എന്തിനാണ്? അന്ധർക്ക് അല്ലെ, അന്ധരായിട്ടുള്ളവർക്ക് വായിക്കാൻ വേണ്ടി സഹായിക്കുന്നതാണ്. അതായത് സ്പർശിച്ചുകൊണ്ട് അവർക്ക് വായിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ സ്പർശിച്ചുകൊണ്ട് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതിലെന്താണ് എഴുതിയിരിക്കുന്നത് അല്ലെ. അതാണ് ബ്രെയിൽ ലിപി എന്ന് പറയുന്നത്. അത്തരത്തിൽ പ്രിന്റ് ചെയ്ത് വരുന്നതിന്, അതായത് അവർക്ക് സ്പർശിച്ചുകൊണ്ട് വായിക്കാൻ സാധിക്കുന്ന രീതിയിൽ അക്ഷരങ്ങൾ ഇങ്ങനെ ഉയർന്ന് അല്ലെങ്കിൽ അത് അല്പം പൊന്തി ഇങ്ങനെ വരില്ലേ കുത്തുകുത്തുകളായിട്ട്, അത്തരത്തിൽ പ്രിന്റ് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് ബ്രെയിൽ എംബോസർ എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ ബ്രെയിൽ എംബോസർ എന്ന് പറഞ്ഞാൽ അത് പ്രിന്റിംഗ് തന്നെയാണ്, പക്ഷെ അതിൽ ഉപയോഗിച്ചിരിക്കുന്ന ടെക്നോളജിക്ക് വ്യത്യാസം ഉണ്ടെന്ന് മനസ്സിലാക്കാം. അപ്പൊ ബ്രെയിൽ എംബോസർ എന്ന് പറഞ്ഞാൽ അത് ഔട്ട്പുട്ട് ഡിവൈസ് തന്നെയാണ്. അതേപോലെ തന്നെ ഹാപ്റ്റിക് ഉപകരണങ്ങൾ. ഈ ഹാപ്റ്റിക് ഉപകരണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഹാപ്റ്റിക് ടെക്നോളജി എന്ന് പറയും. ഹാപ്റ്റിക് ടെക്നോളജി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇതുണ്ടല്ലോ, ചില ഗെയിമുകളൊക്കെ നമുക്ക് വെർച്വൽ റിയാലിറ്റി എന്നൊക്കെ പറയാറില്ലേ, നമ്മൾ അത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിൽ കൂടി സഞ്ചരിക്കുന്ന പോലെ തോന്നും അല്ലേ, നമ്മൾ ആ ഗെയിമിന്റെ ഉള്ളിൽ കൂടി സഞ്ചരിക്കുന്നു. ഇപ്പൊ പല മാളുകളിലൊക്കെ ഉണ്ടാവും നമ്മളൊരു ഇതുപോലത്തെ ഒരു കണ്ണട പോലത്തെ ഒരു സാധനം നമ്മുടെ ഇതിൽ വെച്ച് കണ്ണിൽ വെച്ച് കഴിഞ്ഞാൽ, കണ്ണടല്ല ഒരു സംഭവം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഗെയിമിന്റെ ഉള്ളിൽ കൂടി സഞ്ചരിക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നില്ലേ, ഫീൽ ചെയ്യും. അപ്പൊ അവിടെ വരുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ഇവിടെ അനുഭവിക്കാൻ സാധിക്കും ഇല്ലേ. നമ്മൾക്ക് ഇപ്പൊ ഒരു സ്ക്രീനിൽ ഒരു ഐസ്ക്രീം കാണുകയാണെങ്കിൽ ആ ഐസ്ക്രീമിന്റെ മധുരം വരെ നമ്മുടെ ചുണ്ടിൽ വരും എന്നാണ് പറയുന്നത് ഈ ഹാപ്റ്റിക് ടെക്നോളജി ഉപയോഗപ്പെടുത്തിക്കൊണ്ട്. അതേപോലെ തന്നെ നമുക്ക് കറക്റ്റായിട്ട് സ്പർശിച്ചുകൊണ്ട് അവിടെ ഗെയിമിംഗ് അതിൻ്റെ ഉള്ളിൽ കൂടി സഞ്ചരിക്കാൻ സാധിക്കും. നമുക്ക് അവിടെ എല്ലാം സ്പർശിച്ചുകൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനത്തെ ഒരു ടെക്നോളജിയാണ് ഹാപ്റ്റിക് ടെക്നോളജി എന്ന് പറയുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ഹാപ്റ്റിക് ഉപകരണങ്ങൾ എന്ന് പറഞ്ഞത് നമുക്ക് അവിടെ ഔട്ട്പുട്ട് തന്നെയാണ് തരുന്നത്. മനസ്സിലായോ? നമ്മൾ അതിൽ കൂടി സഞ്ചരിക്കുന്ന രീതിയിലുള്ള ഒരു ഔട്ട്പുട്ടാണ് നമുക്ക് അവിടെ തരുന്നത്. അപ്പൊ ഹാപ്റ്റിക് ഉപകരണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. അപ്പൊ നിങ്ങൾക്ക് തെറ്റിപ്പോകാൻ ചാൻസ് ഉള്ള കുറച്ച് ഇതുകളാണ് പറഞ്ഞു തന്നത്. ആ 5 എണ്ണം പഠിക്കുന്നതിന്റെ കൂടെ തന്നെ ഇതും കൂടി മനസ്സിലാക്കി വെക്കുക. ഹെഡ്ഫോൺ എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. GPS എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അത് ഔട്ട്പുട്ട് ആണ്. അതേപോലെ തന്നെ ബ്രെയിൽ എംബോസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഔട്ട്പുട്ട് തന്നെയാണ്. അതേപോലെ ഹാപ്റ്റിക് ഉപകരണങ്ങളും എന്ത് തന്നെയാണ്? ഔട്ട്പുട്ട് ഡിവൈസുകൾ തന്നെയാണെന്ന് ഇതിന്റെ കൂടെ തന്നെ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. മനസ്സിലായോ? ഇപ്പൊ ഇത് പഠിക്കാൻ എളുപ്പത്തിനാണ് ഇങ്ങനെ പറഞ്ഞു തന്നത്. അല്ലാതെ ഞാൻ എല്ലാ ഔട്ട്പുട്ട് ഡിവൈസുകളും കുറെ ഇങ്ങനെ ലിസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് വായിച്ചു തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊന്നും തന്നെ ചിലപ്പോൾ മൈൻഡിൽ നിൽക്കണം എന്നില്ല. അപ്പൊ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്തയിലേക്ക് കിടക്കാം. അടുത്തതായിട്ട് നമുക്ക് മോണിറ്ററിനെ കുറിച്ചിട്ടും പ്രിന്ററിനെ കുറിച്ചും നമുക്കൊന്ന് നോക്കാം. ഈ പ്ലോട്ടർ, പ്രൊജക്ടർ, അതുപോലെ സ്പീക്കർ അത് അത്ര അധികം ഡീപ്പായി പഠിക്കാനില്ല. പക്ഷെ ഈ മോണിറ്ററും പ്രിന്ററും കുറച്ചൊന്ന് നോക്കിയിരിക്കണം. PSC സ്ഥിരം ചോദ്യങ്ങൾ അതിൽ നിന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ ഈ മോണിറ്ററിനെ കുറിച്ച് പറയുമ്പോൾ മോണിറ്ററിനെ നമുക്ക് 2 തരത്തിൽ ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. ഒന്നാമത് അതിന്റെ കളറിന്റെ ബേസിൽ, അതായത് നമുക്കറിയാലോ നമ്മൾ പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന മോണിറ്ററിനൊന്നും തന്നെ കളർ ഉണ്ടായിരുന്നില്ല അല്ലെ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് സ്ക്രീനിൽ മാത്രമേ നമ്മൾ കണ്ടിരുന്നുള്ളൂ. നമ്മൾ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സ്ക്രീൻ എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള കളർ ഷെയ്ഡുകൾ ഉണ്ടാവും. കാരണം ബ്ലാക്കിന്റെ തന്നെ പല ഷെയ്ഡുകൾ ഉണ്ടാവും. ബ്ലാക്ക് ലൈറ്റായി പലതരത്തിലുള്ള ഷെയ്ഡുകൾ ഉണ്ടാവും. പക്ഷെ അതിനേക്കാളും മുമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബ്ലാക്കും വൈറ്റും അല്ലായിരുന്നു. ജസ്റ്റ് ഒരു ബ്ലാക്ക് സ്ക്രീനിൽ ഗ്രീൻ കളർ കൊണ്ട് ഇങ്ങനെ പ്രിന്റ് ചെയ്ത് വരും. നിങ്ങൾക്ക് ആ സ്ക്രീനിൽ നോക്കിയാൽ മനസ്സിലാകും
അതായത് നമ്മൾ ഈ ചില പ്രോഗ്രാമുകളൊക്കെ റൺ ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിൽ വരാറുണ്ട്. അതായത് ഒരു ബ്ലാക്ക് സ്ക്രീന്, അതിൽ പച്ച ലെറ്റേഴ്സ് അല്ലെ, പച്ച നിറത്തിലുള്ള ഇമേജുകളോ അല്ലെങ്കിൽ പച്ച നിറത്തിലുള്ള ലെറ്റേഴ്സോ മാത്രം പ്രിന്റ് ചെയ്ത് വരുന്ന മോണിറ്ററാണ് മോണോക്രോം മോണിറ്റർ എന്ന് പറയുന്നത്. മോണോക്രോം. അതിനുശേഷം നമ്മുടെ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സ്ക്രീനുകൾ, അതായത് നമ്മുടെ ബ്ലാക്കിന് തന്നെ കുറച്ചും കൂടി ലൈറ്റായി പലതരത്തിലുള്ള ഷെയ്ഡുകളിൽ, ബ്ലാക്ക് തന്നെ പലതരത്തിൽ, അതായത് ഒന്നും കൂടിയും കുറച്ചും കൂടിയും ലൈറ്റ് ആവും, കുറച്ചും കൂടി ലൈറ്റ് ആവും, അങ്ങനെ ഷെയ്ഡായി ഏറ്റവും അവസാനം വൈറ്റ് വരെ, ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സ്ക്രീനുകൾ, അതിന് നമ്മൾ ഗ്രേ സ്കെയിൽ എന്ന് പറയും. അതിനുശേഷം നമ്മുടെ ഇപ്പോൾ കാണപ്പെടുന്ന കളേർഡ് സ്ക്രീനുകൾ അല്ലെ, നല്ല കളറുള്ള എല്ലാ കളർ കോമ്പിനേഷനും കൂടിയിട്ടുള്ള കളേർഡ് സ്ക്രീനുകൾ. അപ്പൊ കളറിന്റെ ബേസിൽ നമുക്ക് മോണിറ്ററിനെ മൂന്നായി തിരിക്കാൻ സാധിക്കും. ഒന്നാമത്തത് മോണോക്രോം എന്ന് പറയുന്നത്. മോണോക്രോം എന്ന് പറഞ്ഞാൽ എന്താണ്? മോണോ എന്ന് പറഞ്ഞാൽ സിംഗിൾ എന്നാണ് അർത്ഥം, ഒന്നെന്നാണ് അർത്ഥം. ക്രോം എന്ന് പറഞ്ഞാൽ നിറം എന്നാണ് അർത്ഥം. അപ്പൊ ഒരു നിറം മാത്രമുള്ളതാണ് മോണോക്രോം മോണിറ്റേഴ്സ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ നമ്മൾ എന്താണ് പറഞ്ഞത്? ഈ ബ്ലാക്ക് സ്ക്രീനിൽ ജസ്റ്റ് ആ ഗ്രീൻ കളറിൽ മാത്രം ഇങ്ങനെ പ്രിന്റ് ചെയ്ത് വരുന്നതിന്, അല്ലെ ഗ്രീൻ കളറിൽ മാത്രം ഇങ്ങനെ ഡിസ്പ്ലേ വരുന്നതിന്, ഗ്രീൻ കളറിൽ മാത്രം ഡിസ്പ്ലേ വരുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാം? മോണോക്രോം മോണിറ്റർ എന്ന് പറയാം. അപ്പൊ ഈ ഗ്രീൻ കളറിലല്ലേ വരുന്നത്, അതുകൊണ്ട് അതിനെ ഗ്രീൻ മോണിറ്റർ എന്നും അറിയപ്പെടാറുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അടുത്തത് പറഞ്ഞത് നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ്. നമ്മൾ സാധാരണ പണ്ട് കാലത്തൊക്കെ നമ്മളൊക്കെ കുട്ടിക്കാലത്ത് സിനിമകളൊക്കെ കണ്ടിരുന്നത് ചിലപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റിലായിരിക്കാം. ഇപ്പം നിങ്ങളൊക്കെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഞാനൊക്കെ എൻ്റെ കുട്ടിക്കാലത്തിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? ഗ്രേ സ്കെയിൽ മോണിറ്റർ എന്ന് പറയാം. ഇനി അതും കഴിഞ്ഞിട്ടുള്ളതാണ് കളേർഡ് എന്ന് പറയുന്നത്, കളേർഡ് ആയിട്ടുള്ള സ്ക്രീനുകൾ. ഇത് നമ്മൾ കളറിന്റെ ബേസിലാണ് 3 തരത്തിൽ തിരിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ അതല്ലാതെ അതിൽ ഉപയോഗിക്കുന്ന ടെക്നോളജിക്ക് അനുസരിച്ച് നമുക്ക് 4 ആക്കി തിരിക്കാൻ സാധിക്കും. അതിൽ ഉപയോഗിച്ചിരിക്കുന്ന ടെക്നോളജിക്ക് അനുസരിച്ച്. അതാണ് CRT മോണിറ്റർ, LCD മോണിറ്റർ, LED മോണിറ്റർ, പ്ലാസ്മ മോണിറ്റർ, ഇതൊക്കെ. അപ്പൊ അതിൽ ആദ്യത്തത് CRT മോണിറ്റർ. എന്താണ് CRT മോണിറ്റർ? CRT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേഥോഡ് റേ ട്യൂബ് മോണിറ്റർ എന്നാണ് അർത്ഥം. CRT, കേഥോഡ് റേ ട്യൂബ്. ഈ വാക്ക് നിങ്ങൾ പലതവണ കേട്ടിട്ടുണ്ടാവും ഇല്ലേ? ഞാൻ ഇതിനോടകം തന്നെ കെമിസ്ട്രിയും ഫിസിക്സും ഒക്കെ ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട് അല്ലേ? നമ്മുടെ SCRT ക്ലാസ്സുകളെല്ലാം ഒരുപാട് തവണ പറയുന്ന ഒരു സാധനമാണ് ഈ കേഥോഡ് റേ ട്യൂബ് പരീക്ഷണം അല്ലേ? ഇലക്ട്രോണുകളെ കണ്ടുപിടിക്കാനൊക്കെ ആദ്യകാലത്ത് കേഥോഡ് റേ ട്യൂബ് പരീക്ഷണം നടത്തി എന്നൊക്കെ നിങ്ങൾ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും ഇല്ലേ? കേഥോഡ് റേ ട്യൂബ് മോണിറ്റർ അഥവാ CRT മോണിറ്റർ ആണ് മറ്റൊരു ടൈപ്പ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ടൈപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെയധികം പരിചിതമായിട്ടുള്ള LCD മോണിറ്ററുകൾ അല്ലെ? LCD മോണിറ്റർ. LCD എന്ന് പറഞ്ഞാൽ എന്താണ്? LCD എന്ന് പറയുമ്പോൾ ഈ എല്ലിന് പകരം പലതും തരും. അതായത് ചിലപ്പോൾ ലേസറിന് തരും, ചിലപ്പോൾ ലൈറ്റ് എന്ന് തരും അല്ലേ? അങ്ങനെ പല വാക്കുകളും തരും. അപ്പൊ നിങ്ങൾക്കത് കൺഫ്യൂഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടി പറയാണ് LCD മോണിറ്റർ. നിങ്ങളുടെ വീട്ടിലൊക്കെ മിക്കവരുടെയും TV എന്ന് പറയുന്നത് LCD മോണിറ്റർ ആയിരിക്കും അല്ലേ? ആ LCD മോണിറ്ററിൽ നിങ്ങൾ സ്ക്രീനിൽ ചെന്നിട്ട് ഒന്ന് കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് നോക്കാം. എപ്പോഴും പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സ്ക്രീനിൻ്റെ പണിക്കുറ്റം തീരും. ജസ്റ്റ് ഒരു തവണ മാത്രം നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ നമ്മൾ വെള്ളത്തിൽ ഉള്ളിൽ എന്തോ ലിക്വിഡ് ഉള്ള പോലെ ഇങ്ങനെ കളറുകൾ ഇങ്ങനെ വെള്ളത്തിൽ പരക്കുന്ന പോലെ നിങ്ങൾക്ക് അതിൽ ഫീൽ ചെയ്യാൻ സാധിക്കും. കാരണം എന്താ? അതിനുള്ളിൽ വെള്ളം അല്ലെ, ലിക്വിഡാണ്. അതാണ് ലിക്വിഡ്. അപ്പൊ എല്ലാം എന്താണ്? ലിക്വിഡാണ്. ഒരിക്കലും ലേസറോ അല്ലെങ്കിൽ വേറെ ഒന്നും തന്നെ, ലൈറ്റ് ഒന്നല്ല. കാരണം ഓപ്ഷനിൽ ലൈറ്റ് ഒക്കെ കാണുമ്പോൾ പെട്ടെന്ന് എത്ര പഠിച്ചിട്ടുണ്ടെങ്കിലും നേരെ ചാടി കയറി അതുമ്മ കുത്തും. അപ്പൊ LCD എന്ന് പറഞ്ഞാൽ എന്താണ്? ലിക്വിഡാണ്. LCD മോണിറ്ററിന്റെ ഫ്രണ്ടിൽ നിങ്ങൾ ആ സ്ക്രീനും ഒന്ന് ജസ്റ്റ് ടച്ച് ചെയ്താൽ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും അതിനുള്ളിൽ എന്തോ ഒരു ലിക്വിഡ് ഉള്ള പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. അപ്പൊ ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ മോണിറ്റർ ആണ് LCD മോണിറ്റർ. LCD, ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ മോണിറ്റർ. ഇനി ഏറ്റവും അവസാനത്തെ മോണിറ്റർ ഏതായിരിക്കും? LED അല്ലേ? LCDക്ക് ശേഷം വന്നത് LED ആണ്. LED എന്താണ്? ലൈറ്റ് എമിറ്റിംഗ് ഡയോഡാണ് LED മോണിറ്റർ എന്ന് പറയുന്നത്. അപ്പൊ 4 തരത്തിലുള്ള മോണിറ്ററുകൾ പറഞ്ഞു. നമ്മുടെ SCRT ടെക്സ്റ്റ് ബുക്കിൽ ഇത് കൊടുത്തിട്ടുള്ളത് കൊണ്ടാണ് പറയുന്നത്, ഇത്ര ഡീപ്പായി പറയുന്നത്. മോണിറ്റർ 4 തരത്തിലുള്ള മോണിറ്റർ പറഞ്ഞു. ഫസ്റ്റത്തത് മോണോക്രോം അല്ലെ, സിംഗിൾ കളർ മാത്രമുള്ളത് മോണോക്രോം മോണിറ്റർ ആണ്. രണ്ടാമത് പറഞ്ഞത് CRT, കേഥോഡ് റേ ട്യൂബ് മോണിറ്റർ. കേഥോഡ് റേ ട്യൂബ് മോണിറ്റർ ആണ് രണ്ടാമത് പറഞ്ഞത്. മൂന്നാമത് പറഞ്ഞത് LCD എന്ന് പറഞ്ഞാൽ എന്താണ്? ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ യൂണിറ്റ് ആണ് LCD മോണിറ്റർ എന്ന് പറയുന്നത്. അവസാനമായി പറഞ്ഞത് LED ആണ്. LED എന്ന് പറഞ്ഞാൽ എന്താണ്? ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്. ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഫുൾ ഫോം നിങ്ങൾ ശ്രദ്ധിച്ചു വെക്കണം. CRT എന്ന് പറയുമ്പോൾ കാഥോഡ് റേ ട്യൂബ് ആണ്.
LCD എന്ന് പറയുമ്പോൾ ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ യൂണിറ്റ് ആണ് അല്ലെ. ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ എന്നാണ് LCDയുടെ ഫുൾ ഫോം. LED എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്. ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്. ഇപ്പൊ തന്നെ ഇതിൻ്റെ ഒപ്പം തന്നെ പഠിച്ചു പോകുക, കാരണം ഇതൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്, ഇനിയും ചോദിക്കാൻ ചാൻസ് ഉള്ളതുമാണ്. അപ്പൊ ഈ 4 തരത്തിലുള്ള മോണിറ്ററുകൾ ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കാം. അടുത്തത് പ്ലാസ്മ ഡിസ്പ്ലേ അല്ലേ. പ്ലാസ്മ മോണിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ശരിക്കും അത് വിപണി വിട്ടുപോയൊരു മോണിറ്ററാണ്. കാരണം എന്ന് വെച്ചാൽ ഇത് ശരിക്കും LED LCD മോണിറ്ററുകളൊക്കെ വന്നപ്പോഴോടുകൂടി ഇത് വിപണി വിട്ടുപോയി. കാരണം എന്ന് വെച്ചാൽ ഇത് 30 ഇഞ്ചിന് മുകളിലുള്ള TV-കളിൽ 30 ഇഞ്ച് എൻ്റെ സൈസ് പറയുന്ന അല്ലേ, നമ്മുടെ മോണിറ്ററിന്റെ സൈസ് പറയുക ഇഞ്ചിൽ പറയും അല്ലെ, 30 ഇഞ്ച് 32 ഇഞ്ച് എന്നൊക്കെ പറയാറില്ലേ. അതെങ്ങനെയാണ് പറയുന്നത്? നമ്മൾ അതിന്റെ നീളവും വീതിയും എല്ലാം നോക്കുക. ഡയഗണൽ ആയിട്ടുള്ള ഡയഗണൽ നീളമാണ് നോക്കുക. ഡയഗണലിന്റെ, അതായത് നമ്മൾ ക്രോസ് ചെയ്തിട്ട് ഡയഗണൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ എന്താണ്, ആ ഡയഗണലിന്റെ നീളം നോക്കിയിട്ടാണ് നമ്മൾ ഇഞ്ച് പറയുക, അല്ലാതെ നീളവും വീതിയും നോക്കിയിട്ടല്ല. അപ്പൊ ഈ ഡയഗണലിന്റെ ഇത് 32 ഇഞ്ച് അല്ലെങ്കിൽ 30 ഇഞ്ച് അല്ലെ, അങ്ങനെ പറയാറുണ്ട്. അപ്പൊ അത്രയും കൂടുതൽ അളവിലുള്ള അല്ലെങ്കിൽ കൂടുതൽ വലിപ്പത്തിലുള്ള TV-കളിൽ മാത്രമേ നമുക്ക് ഈ പ്ലാസ്മ ടെക്നോളജി ഉപയോഗിക്കാൻ സാധിക്കുള്ളൂ. അത് മാത്രമല്ല ഈ പ്ലാസ്മ ടെക്നോളജിക്ക് വിലയും കൂടുതലാണ്, ഒരുപാട് ദൂഷ്യവശങ്ങളും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പൊ വിപണി വിട്ടുപോയ ഒരു മോണിറ്ററാണ് പ്ലാസ്മ മോണിറ്റർ എന്ന് പറഞ്ഞത്. അതിൽ മറ്റൊരു തരം ടെക്നോളജി ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് അത് പ്ലാസ്മ എന്ന് നിങ്ങൾ പലപ്പോഴും കേൾക്കാറില്ലേ. നമ്മൾ ഇതിന്റെ ദ്രവ്യത്തിന്റെ പലതരത്തിലുള്ള അവസ്ഥകൾ പഠിക്കുമ്പോൾ ഖരം, ദ്രാവകം, വാതകം, പ്ലാസ്മ അവസ്ഥ എന്ന് പഠിക്കാറുണ്ട് അല്ലെ. അത്തരത്തില് വൈദ്യുത മണ്ഡലങ്ങളോട് പ്രതികരിക്കുന്ന ഒരു അയോണൈസ്ഡ് വാതകം ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, അത്രയും നിങ്ങൾ പഠിക്കേണ്ട, നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി. ഇതിൽ വേറൊരു ടെക്നോളജിയാണ്, ചെറിയ സെല്ലുകളൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ഒരു ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് വന്നൊരു മോണിറ്ററാണ് പ്ലാസ്മ മോണിറ്റർ എന്ന് പറയുന്നത്. അപ്പൊ 4 തരത്തിലുള്ള മോണിറ്റർ ഉണ്ടെന്ന് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. CRT മോണിറ്റർ എന്ന് പറയുമ്പോൾ കാഥോഡ് റേ ട്യൂബ് മോണിറ്റർ. പിന്നെ വന്നതെന്ന് പറയുന്നത് LCD മോണിറ്റർ ആണ്, ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ മോണിറ്റർ അല്ലെ. അതിനുശേഷം വന്നത് LED മോണിറ്റർ ആണ്, ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്. പിന്നെ പ്ലാസ്മ മോണിറ്റർ എന്ന് പറഞ്ഞാൽ അതിന് ശേഷം വന്നതല്ല, ഇപ്പോൾ നിലവിലില്ല. അതിപ്പോൾ നിലവിലില്ല എന്നല്ല, വിപണി വിട്ടുപോയ ഒരു മോണിറ്ററാണ് പ്ലാസ്മ മോണിറ്റർ. കാരണം എന്ന് വെച്ചാൽ അതിന് ഒരുപാട് ദൂഷ്യവശങ്ങളുണ്ട്. അതേപോലെ തന്നെ അത് കൂടുതൽ ഇഞ്ചുള്ള, കൂടുതൽ വലിപ്പത്തിലുള്ള TV-കളിൽ മാത്രമേ അത് നമുക്ക്, അല്ലെങ്കിൽ കൂടുതൽ വലിപ്പത്തിലുള്ള മോണിറ്ററുകളിൽ മാത്രമേ നമുക്ക് ഇത് ഉപയോഗിക്കാൻ സാധിക്കുള്ളൂ. വിലയും കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് വിപണി വിട്ടുപോയ ഒരു മോണിറ്ററാണ് പ്ലാസ്മ മോണിറ്റർ എന്ന് പറയുന്നത്. അതിൽ മറ്റൊരു തരം ടെക്നോളജിയാണ് ഉപയോഗിക്കുന്നത്, അത് മാത്രം നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. അടുത്തത് നമുക്ക് പ്രിന്ററിനെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞത് മോണിറ്ററിനെ കുറിച്ചിട്ടാണ്. മോണിറ്ററും പ്രിന്ററും ഇത് 2 PSC ചോദിക്കാറുള്ളൂ. അപ്പൊ നിങ്ങൾ ബാക്കിയുള്ള ഔട്ട്പുട്ട് ഡിവൈസസ് ഒന്നും വലിച്ചു വാരി പഠിക്കാൻ നിൽക്കണ്ട, സ്പീക്കറും പ്രൊജക്ടറൊന്നും വലിച്ചു വാരി പഠിക്കാൻ നിൽക്കണ്ട. ഈ പറഞ്ഞ മോണിറ്റർ പഠിക്കുക. അതേപോലെ തന്നെ പ്രിന്റർ സ്ഥിരം ചോദിക്കാറുണ്ട്. പ്രിന്ററിൽ സ്ഥിരം ചോദിക്കുന്ന ചോദ്യം എന്താണ്? ഇമ്പാക്ട് പ്രിന്റർ ഏതാണ്, നോൺ ഇമ്പാക്ട് പ്രിന്റർ ഏതാണ്? ഇനി അത് പറയുന്നതിനെക്കാട്ടും മുമ്പ് ഒരു കാര്യം പറയട്ടെ. ഈ പ്രിന്റർ എന്ന് പറഞ്ഞാൽ എന്താണ് ചെയ്യുന്നത്? സോഫ്റ്റ് കോപ്പിയെ ഹാർഡ് കോപ്പിയാക്കി മാറ്റാണ്. ഇത് മിക്കവർക്കും തിരിഞ്ഞു പോകും. സോഫ്റ്റ് കോപ്പിയെ ഹാർഡ് കോപ്പിയാക്കി മാറ്റുന്നു. നമുക്ക് കൈകൊണ്ട് ടച്ച് ചെയ്യാൻ പറ്റുന്നത് ഹാർഡാണ്, കൈകൊണ്ട് ടച്ച് ചെയ്യാൻ പറ്റുന്നില്ല, അത് സ്ക്രീനിന്റെ ഉള്ളിലാണ്. കമ്പ്യൂട്ടറിന്റെ ഉള്ളിലാണെങ്കിൽ അത് എന്താണ്? അത് സോഫ്റ്റ് കോപ്പിയാണ്, നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ അല്ലെ. അപ്പൊ അതെന്താണ്? അത് സോഫ്റ്റ് കോപ്പിയാണ്. അത് നമുക്ക് പ്രിന്റ് ചെയ്ത് നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റുമ്പോഴേ അത് ഹാർഡ് ആവുള്ളൂ. മനസ്സിലായ? അപ്പൊ സോഫ്റ്റ് കോപ്പിയെ ഹാർഡ് കോപ്പിയാക്കി മാറ്റുന്നത് പ്രിന്റർ ആണ്. ഇനി സ്കാനർ ആണെങ്കിലോ, സ്കാനർ എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് ഡിവൈസ് ആണ്, ഉള്ളിലേക്ക് കൊടുക്കുന്ന ഡിവൈസ് ആണ് അല്ലെ സ്കാനർ എന്ന് പറയുന്നത്. അപ്പൊ സ്കാനർ എന്താണ് ചെയ്യുന്നത്? സ്കാനർ നമ്മുടെ കയ്യിലിരിക്കുന്ന പേജ് അല്ലെ, അതിനെ കമ്പ്യൂട്ടറിന് ഉള്ളിലേക്ക് ആക്കാണ്. നമുക്ക് തൊടാൻ കഴിയുന്ന പേജിനെ കമ്പ്യൂട്ടറിന്റെ ഉള്ളിലേക്ക്, നമുക്ക് തൊടാൻ സാധിക്കാത്ത ഒരു പേജ് ആക്കിയല്ലേ മാറ്റണത്. അപ്പൊ അവിടെ എന്താ ചെയ്യുന്നത്? ഹാർഡ് കോപ്പിയെ സോഫ്റ്റ് കോപ്പിയാക്കി മാറ്റുന്നു. തെറ്റരുത്, നമുക്ക് തൊടാൻ സാധിക്കുമ്പോൾ മാത്രമേ അത് ഹാർഡായി മാറുന്നുള്ളൂ കേട്ടോ. അപ്പോൾ പ്രിന്റർ ചെയ്യുന്നത് സോഫ്റ്റ് കോപ്പിയെ ഹാർഡ് കോപ്പിയാക്കി മാറ്റുന്നു. പ്രിന്റർ എന്താണ് ചെയ്യുന്നത്? സോഫ്റ്റ് കോപ്പിയെ ഹാർഡ് കോപ്പിയാക്കി മാറ്റുന്നു. എന്നാൽ സ്കാനർ നേരെ ഓപ്പോസിറ്റ് ആണ്, ഹാർഡ് കോപ്പിയെ സോഫ്റ്റ് കോപ്പിയാക്കി മാറ്റാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ പ്രിന്ററിന്റെ മനസ്സിലായില്ലേ? പ്രിന്റർ എന്ന് പറഞ്ഞാൽ സോഫ്റ്റ് കോപ്പിയെ ഹാർഡ് കോപ്പിയാക്കി മാറ്റുന്നു. ഇനി പ്രിന്ററിനെ നമ്മൾ 2ആയി തിരിച്ചിരിക്കുന്നു, ഇമ്പാക്ട് പ്രിന്റർ എന്നും നോൺ ഇമ്പാക്ട് പ്രിന്റർ എന്നും. അപ്പോൾ ഇത് നമുക്ക് പഠിക്കാൻ വേണ്ടി ഞാൻ ഇതിന്റെ ഭയങ്കര ഇതായിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ എക്സ്പ്ലെയിൻ ചെയ്യില്ല, നിങ്ങൾക്ക് പെട്ടെന്ന് ഓർത്തിക്കാൻ വേണ്ടിയിട്ട് പറയാണ്. ഈ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുക, ഒരു ആഘാതം സൃഷ്ടിക്കുക, ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന പ്രിന്ററുകളെ നമുക്ക് ഇമ്പാക്റ്റ് പ്രിന്റർ എന്ന് ഓർത്ത് വയ്ക്കാം. അതായത് നിങ്ങൾ ആ പേരുകളൊക്കെ ഒന്ന് നോക്കി. ഒന്നാമത്തത് ഡെയ്സി വീൽ. ഒരു വീൽ എന്ന് വെച്ചാൽ ചക്രല്ലേ, ഒരു ചക്ര ഇട്ട് കറക്കുമ്പോൾ അത് എവിടെയെങ്കിലും ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കില്ലേ?
ഇല്ലേ? അതിപ്പോൾ നമ്മ ഒരു വണ്ടിയുടെ ചക്രാണെങ്കിൽ ഒരു സൈക്കിളിന്റെ ചക്രാണെങ്കിൽ ഇട്ട് കറക്കുമ്പോൾ അത് എവിടെയെങ്കിലും ഒരു ഇമ്പാക്ട് ഉണ്ടാക്കില്ലേ? അതുപോലെ അതിനൊരു ഭയങ്കര ഒച്ചയ്ക്ക് ഉണ്ടാവില്ലേ സാധാരണ ടയറുകളൊക്കെ കറങ്ങുമ്പോൾ? ഒരു ഇമ്പാക്ട് നിങ്ങളുടെ മൈൻഡിൽ നിങ്ങളത് പറയുമ്പോൾ ഒരു വീലിട്ട് ഇങ്ങനെ കറക്കുക, അത് നല്ല ഒച്ചയുള്ളൊരു വീലിട്ട് ഇങ്ങനെ കറക്കുന്നതായിട്ട് നിങ്ങളുടെ മനസ്സിൽ വരണം. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും അത് അവിടെ ഒരു ഇമ്പാക്ട്, ഒരു ആഘാതം സൃഷ്ടിക്കുന്നുണ്ട്. അപ്പം ഡെയ്സി വീൽ എന്ന് കേൾക്കുമ്പോൾ തന്നെ അത് എന്താണ്? അത് ഇമ്പാക്ട് പ്രിന്ററാണ്. അടുത്തത് ചെയിൻ പ്രിന്റർ. ചെയിൻ ഇട്ട് കറക്കുക, സൈക്കിളിന്റെ ചെയിനൊക്കെ ഇട്ട് കറക്കണത് ഈ വീലിട്ട് കറക്കണ പോലെ തന്നെയല്ലേ? അതും അവിടെ എന്തുണ്ടാക്കുന്നുണ്ട്? ഒരു ഇമ്പാക്ട് ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ചെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതും ഇമ്പാക്ട് പ്രിന്ററാണ്. നിങ്ങളുടെ മനസ്സിൽ വരണം ഞാൻ പറയുമ്പോൾ. ഇനി ഒരു ഡ്രം, നമ്മ കൊട്ടുന്ന ഡ്രമ്മില്ലേ, ഒരു ഡ്രം ഇട്ട് ഇങ്ങനെ കൊട്ടാണ്. ഇതൊന്നും പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ, ഇതൊക്കെ നിങ്ങൾക്ക് ഓർത്ത് വെക്കാൻ, എക്സാം ഓറിയന്റഡ് ആയിട്ട് നിങ്ങൾക്ക് എക്സാമിന് ഫുൾ മാർക്ക് കിട്ടാൻ വേണ്ടി മാത്രമാണ് പറയുന്നത്. അപ്പൊ ഒരു ഡ്രം പ്രിന്റർ എന്ന് പറഞ്ഞാൽ ഒരു ഡ്രം ഇട്ട് ഇങ്ങനെ കൊട്ടുമ്പോൾ എന്തായാലും ഒരു ഇമ്പാക്ട് ഉണ്ടാവില്ലേ? അവിടെ ഒരു ഒച്ചയും ബഹളം ഉണ്ടാവില്ലേ? അപ്പൊ ഡ്രം പ്രിന്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതൊരു ഇമ്പാക്ട് പ്രിന്റർ ആണ്. ഇനി അടുത്തത് ഡോട്ട് മാട്രിക്സ് പ്രിന്റർ. ചില പ്രിന്ററുകൾ ഇങ്ങനെ ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു ഒച്ച കേട്ടിട്ടില്ലേ? ഇങ്ങനെ നമ്മുടെ പറയണെങ്കിൽ ഇപ്പോൾ ഈ LIC ഓഫീസുകളിലൊക്കെ നിങ്ങൾ എപ്പോഴെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ, ചില സർക്കാർ ഓഫീസുകളിലൊക്കെ അങ്ങനെ തന്നെയാണ്. പ്രിന്റ് ചെയ്യുന്ന സമയത്ത് കറ 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 എന്ന് പറഞ്ഞൊരു ഒച്ച ഇങ്ങനെ വരും ഇല്ലേ? നിങ്ങൾ പണ്ടത്തെ എന്താണ് ടൈപ്പിംഗ് മെഷീനിൽ ടൈപ്പ് റൈറ്റിങ്ങിനൊക്കെ പോയിട്ട് ആരും പോകുന്നുണ്ടാവില്ല, പക്ഷെ പണ്ടത്തെ സിനിമകളിലെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇല്ലേ? അതിനൊക്കെ ഒരു ഒച്ച ഉണ്ടാവാറില്ല? ഇങ്ങനെ അടിക്കുമ്പോൾ നമ്പർ ഇങ്ങനെ ഇതിൽ ടൈപ്പ് ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ടുള്ള ഒരു ഒച്ച ഉണ്ടാവില്ലേ? അങ്ങനെ ചിന്താച്ചാൽ മതി. ഇങ്ങനെ ഡോട്ടുകൾ ഇട്ട് ഇങ്ങനെ പ്രിന്റ് ചെയ്യുന്നത് ഡോട്ട് മാട്രിക്സ് പ്രിന്റർ. ഇങ്ങനെ ഡോട്ടുകൾ ഇടുക, ഇങ്ങനെ അടിച്ചടിച്ച് ഡോട്ടുകൾ ഇടുക. അപ്പൊ ഡോട്ട് മാട്രിക്സ് പ്രിന്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും എന്താണ്? ഇമ്പാക്ട് പ്രിന്റർ ആണ്. പഠിച്ചോ? 4 ഇമ്പാക്ട് പ്രിന്ററിന് എക്സാമ്പിൾ പഠിച്ചോ? ഏതൊക്കെയാണ്? ഓർത്ത് നോക്കി. ഒരു വീൽ ഇട്ട് ഇങ്ങനെ കറക്കാണ്, ഡെയ്സി വീൽ പ്രിന്റർ. ഒരു ചെയിൻ ഇട്ട് കറക്കാണ്, അവിടെ ഇമ്പാക്ട് ഉണ്ടാവുന്നുണ്ട്, അപ്പൊ ചെയിൻ പ്രിന്റർ. ഒരു ഡ്രം ഇട്ട് ഇങ്ങനെ അടിക്കാണ്, അവിടെയും ഇമ്പാക്ട് ഉണ്ടാവുന്നുണ്ട്, അപ്പൊ ഡ്രം പ്രിന്റർ. അടുത്തത് ഡോട്ട് മാട്രിക്സ് പ്രിന്റർ. ഇങ്ങനെ ഡോട്ട് കിട്ടക്കിട്ടാന്ന് പറഞ്ഞാൽ ഡോട്ട് ഇട്ട് ഇങ്ങനെ കുത്തില്ലേ, നമ്മളിങ്ങനെ എന്തുണ്ടെങ്കിലും ഇങ്ങനെ അടിക്കില്ലേ, ആ ഒച്ചോട് കൂടിയിട്ട് പ്രിന്റ് ചെയ്യാണ് ഡോട്ട് മാട്രിക്സ് പ്രിന്റർ. ഇമ്പാക്ട് ഉണ്ടാവുന്നില്ലേ? അപ്പൊ അതും ഇമ്പാക്ട് പ്രിന്റർ ആണ്. ഇമ്പാക്ട് പ്രിന്ററിന് തെറ്റിക്കാൻ പാടില്ല. ഏതൊക്കെയാണ് എക്സാമ്പിൾ പറഞ്ഞത്? ഒന്നാമത്തത് ഡെയ്സി വീൽ പ്രിന്റർ. രണ്ടാമത്തത് ചെയിൻ പ്രിന്റർ. മൂന്നാമത്തത് ഡ്രം പ്രിന്റർ. നാലാമത്തത് ഡോട്ട് മാട്രിക്സ് പ്രിന്റർ. കിട്ടിയോ? ഇനി നമുക്ക് ഇമ്പാക്ട് ഇല്ലാത്ത നോൺ ഇമ്പാക്ട് പ്രിന്റേഴ്സ് പഠിക്കണ്ടേ? ഏതൊക്കെയാണ് നോൺ ഇമ്പാക്ട് പ്രിന്റേഴ്സ്? ഒന്നാമത്തത് ലേസർ പ്രിന്റർ. ലേസർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വെളിച്ചമാണ് അല്ലെ? ഒരു വെളിച്ചം കടന്നു പോകുമ്പോൾ അത് എവിടെങ്കിലും എന്തെങ്കിലും ഒരു ഇമ്പാക്ട് ഉണ്ടാക്കുമോ? എന്തെങ്കിലും ഒരു ആഘാതം ഉണ്ടാക്കുമോ? എന്തെങ്കിലും ഒരു ശബ്ദം ഉണ്ടാക്കുമോ? ഇല്ല അല്ലെ? വെളിച്ചത്തിന് ഒരിക്കലും ഒരു ശബ്ദവും ഇല്ല, ഒരു ഇമ്പാക്റ്റും ഇല്ല. ഇമ്പാക്ട് മീൻസ് ഒരു ആഘാതവും സൃഷ്ടിക്കുന്നില്ല. ഇപ്പൊ ഞാൻ പറയുകയാണെങ്കിലും നമ്മുടെ ഈ ഫോട്ടോസ്റ്റാറ്റ് മെഷീനൊക്കെ, നിങ്ങൾ ഫോട്ടോസ്റ്റാറ്റ് എടുക്കാൻ എല്ലാവരും പോയിട്ടുണ്ടാവുമല്ലോ കടകളിൽ. അപ്പൊ ഈ ഫോട്ടോസ്റ്റാറ്റ് എടുക്കുന്ന സമയത്ത് കണ്ടിട്ടില്ലേ, ഒരു ലൈറ്റ് ഇങ്ങനെ വന്ന് പോകും അതിന്റെ അല്ലെ, ഇപ്പുറത്ത് കൂടെ പ്രിന്റും വരും, യാതൊരു തരത്തിലുള്ള ഒരു ഇമ്പാക്റ്റും ഇല്ല. അപ്പൊ ലേസർ പ്രിന്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് നോൺ ഇമ്പാക്ട് പ്രിന്റർ ആണ്. അടുത്തത് തെർമൽ പ്രിന്റർ. തെർമൽ പ്രിന്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അത് നോൺ ഇമ്പാക്ട്. തെർമൽ, ചൂട് കൊണ്ട്, ആദ്യം ലൈറ്റ് കൊണ്ട് പിന്നെ ചൂട് കൊണ്ട് നമ്മ തെർമൽ പ്രിന്റർ അങ്ങനെ മാത്രം ചിന്തിച്ചാൽ മതി. നിങ്ങൾ തെർമൽ പ്രിന്ററിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഈ ATM മില്ലിൽ നമുക്ക് പൈസ എടുത്ത് കഴിയുമ്പോൾ, ക്യാഷ് എടുത്ത് കഴിയുമ്പോൾ ഒരു പ്രിന്റ് വരില്ലേ? അതേപോലെ തന്നെ നമ്മൾ ഈ KSRTC ബസ്സിലൊക്കെ കയറി കഴിയുമ്പോൾ അവർ നമുക്ക് ടിക്കറ്റ് എടുത്ത് കഴിയുമ്പോൾ ഒരു പ്രിന്റ് എടുത്ത് തരും. പിന്നെ അതേപോലെ നമ്മുടെ KSEBക്കാർ കറണ്ട് ബില്ല് തരും ഇല്ലേ? കുറച്ച് ദിവസം ഇരുന്ന് കഴിഞ്ഞാൽ അത് മാഞ്ഞു പോകും ഇല്ലേ? അങ്ങനത്തെ പെട്ടെന്ന് മാഞ്ഞു പോകുന്നതാണ് എന്തെന്ന് പറയണത്? ഈ തെർമൽ പ്രിന്റർ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഓർത്താൽ മതി, ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ചൂട്, തെർമൽ, ടെമ്പറേച്ചറും, അത് തെർമൽ, ചൂടും വലിയ രീതിയിലുള്ള ഒരു ഒച്ചയും ബഹളമൊന്നും എടുക്കാത്ത സാധനമല്ലേ തെർമൽ എന്ന് പറയണം. അപ്പൊ അതുകൊണ്ട് തന്നെ തെർമൽ പ്രിന്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നോൺ ഇമ്പാക്ട് പ്രിന്റർ ആണ്. അടുത്തത് ഇങ്ക് ജെറ്റ് പ്രിന്റർ. ഇങ്ക് ജെറ്റ് ചെയ്യാണ്, എവിടെയും വന്ന് തൊടുന്നില്ല, ടച്ച് ചെയ്യുന്നില്ല, ജസ്റ്റ് ജെറ്റ് ചെയ്യുക. ജെറ്റ് ചെയ്യുന്ന വെച്ചാൽ ഇങ്ങനെ സ്പ്രേ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഇത് നിങ്ങൾക്ക് ഓർത്ത് വെക്കാൻ വേണ്ടി പറഞ്ഞു തരുന്നതാണ്. എൻ്റെ വിശ്വാസം നിങ്ങൾക്ക് അങ്ങനെ ഓർത്ത് വെക്കാൻ പറ്റുന്നുണ്ട് എന്നാണ് വിശ്വാസം. നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം. അപ്പൊ എങ്കിൽ മാത്രമേ ഇങ്ങനെ നമുക്ക് ക്ലാസ് എടുത്ത് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പൊ ഈ ഇങ്ക് ജെറ്റ് എന്ന് പറയുമ്പോൾ ഇങ്ക് ജെറ്റ് ചെയ്യാം, ഇങ്ക് ഇങ്ങനെ സ്പ്രേ ചെയ്യുന്നതായിട്ട് നിങ്ങളുടെ മനസ്സിലൊന്ന് വിഷ്വലൈസ് ചെയ്ത് നോക്കിയേ. എവിടെയും ടച്ച് ചെയ്യുന്നില്ല, ജസ്റ്റ് വളരെ സൈലന്റ് ആയിട്ട് ഇങ്ങനെ സ്പ്രേ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പൊ അതെന്താണ്? നോൺ ഇമ്പാക്ട് പ്രിന്റർ ആണ്. അപ്പൊ നോൺ ഇമ്പാക്ട് പ്രിന്റേഴ്സ് ഏതാണ്? ഒന്ന് ലേസർ പ്രിന്റർ, ഒന്ന് തെർമൽ പ്രിന്റർ, മറ്റൊന്ന് ഇങ്ക് ജെറ്റ് പ്രിന്റർ.
ഇങ്ക് ജെറ്റ് പ്രിന്റർ കിട്ടിയോ? ഇമ്പാക്ട് പ്രിന്റേഴ്സും നോൺ ഇമ്പാക്ട് പ്രിന്റേഴ്സും കിട്ടിയോ? ഇമ്പാക്ട് പ്രിന്റേഴ്സ് ഏതൊക്കെയാണ് പറഞ്ഞത്? ഒരു ഇമ്പാക്ട് ഉണ്ടാക്കണം, ഒന്നില്ലെങ്കിൽ വീല് കറക്കിയിട്ട്, അല്ലെങ്കിൽ ചെയിൻ കറക്കിയിട്ട്, അല്ലെങ്കിൽ ഡ്രം കൊട്ടിയിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ ഡോട്ടുകൾ ഇട്ട് ഇങ്ങനെ അടിച്ചിട്ട് അല്ലേ. അപ്പൊ ഏതൊക്കെയാണ് വരുന്നത്? ഡെയ്സി വീല്, ചെയിൻ പ്രിന്റർ, ഡ്രം പ്രിന്റർ, ഡോട്ട് മെട്രിക്സ് പ്രിന്റർ, ഇതൊക്കെ ഇമ്പാക്ട് പ്രിന്റേഴ്സിന് എക്സാമ്പിൾ ആണ്. ഇനി നോൺ ഇമ്പാക്ട് പ്രിന്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇമ്പാക്റ്റ് ഇല്ലാതെ വളരെ സൈലന്റ് ആയിട്ട് അല്ലേ, ഏതൊക്കെയാണ്? ലേസർ പ്രിന്റർ, തെർമൽ പ്രിന്റർ, ഇങ്ക് ജെറ്റ് ചെയ്യാണ്, മനസ്സിലായോ? ഇങ്ക് ജെറ്റ് പ്രിന്റേഴ്സ്, ഇതൊക്കെ എന്താണ്? നോൺ ഇമ്പാക്റ്റ് പ്രിന്റേഴ്സ് ആണ്. പഠിച്ചോ? അടുത്തതിലേക്ക് പോവാം നമുക്ക്. അടുത്ത നമുക്ക് പ്ലോട്ടർ ആണ് പറയാനുള്ളത്. പ്ലോട്ടറിനെ കുറിച്ച് വലിയ കാര്യമായിട്ടൊന്നും പറയാനില്ല. അതിനു മുമ്പ് ഒരു കാര്യം പറയട്ടെ. ഇതിന്റെ നമ്മുടെ മോണിറ്ററിന്റെ റെസൊല്യൂഷൻ പറയാണ് അല്ലെ, അതിന്റെ ക്ലാരിറ്റി എന്നൊക്കെ നമ്മൾ പറയില്ലേ, അത് മോണിറ്ററിന്റെ റെസൊല്യൂഷൻ നമ്മൾ പറയാ പിക്സൽസ് പെർ ഇഞ്ചിലാണ്. പിക്സൽസ് പെർ ഇഞ്ച്, അതായത് ഒരു ഇഞ്ചിൽ എത്ര പിക്സൽസ് ഉണ്ട്, നമ്പർ ഓഫ് പിക്സൽസ്, എത്ര പിക്സൽസ് ഉണ്ട് എന്നുള്ളതാണ് പിക്സൽസ് പെർ ഇഞ്ച് എന്ന് പറയുന്നത്. ഈ പിക്സൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾ ചില ഗെയിമുകളൊക്കെ കളിക്കുമ്പോൾ കണ്ടിട്ടുണ്ടാവും, അതിന്റെ രൂപങ്ങളൊക്കെ കുറെ ഇങ്ങനെ ചതുരക്കട്ടകൾ ചേർത്ത് വെച്ച പോലെ ആയിരിക്കും അല്ലെ, കണ്ടിട്ടില്ലേ? ചില ഗെയിമുകളിലൊക്കെ മനുഷ്യന്മാര് അല്ലെ, ആളുകളുടെ രൂപം, ചെറിയ കുട്ടികളുടെ രൂപം എന്നൊക്കെ പറയുന്നത് കുറെ കുഞ്ഞു കട്ടകളായിരിക്കും അല്ലെ, ചെറിയ ബോക്സുകൾ പോലത്തെ കട്ടകൾ ചേർന്നിട്ടായിരിക്കില്ലേ. അപ്പൊ അതാണ് പിക്സൽ എന്ന് പറയുന്നത്. അപ്പൊ ഒരു മോണിറ്ററിന്റെ ഇത് പറയുന്നത് നമ്മ പിക്സൽസ് പെർ ഇഞ്ചിലാണ് പറയാം. ഒരു ഇഞ്ചിൽ എത്ര പിക്സൽസ് ഉണ്ട്. അപ്പൊ പിക്സൽസിന്റെ എണ്ണം കൂടുമ്പോൾ എന്താവും? കൂടുതൽ ക്ലാരിറ്റി കിട്ടും അല്ലെ. പിക്സൽസിന്റെ എണ്ണം കൂടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പിക്സൽസിന്റെ വലിപ്പം കുറയും ഇല്ലേ, കുറെ കൂടുതൽ പിക്സൽസ് വരുമ്പോൾ കൂടുതൽ ക്ലാരിറ്റി കിട്ടും, അങ്ങനെ തന്നെയല്ലേ. അപ്പൊ പിക്സൽസ് പെർ ഇഞ്ച് ആണ് എന്തിന്റെ ഇത് പറയാ നമ്മള്, റെസൊല്യൂഷൻ പറയാ, ഇതിന്റെ മോണിറ്ററിന്റെ പറയാ. പക്ഷെ പ്രിന്ററിന്റെ കേസിൽ വരുമ്പോൾ അത് ഡോട്ട് പെർ ഇഞ്ചാണ് പറയാ, DPI, ഡോട്ട് പെർ, എത്ര ഡോട്ടുകൾ ഉണ്ടെന്നുള്ളത്. മറ്റോടത്ത് പിക്സൽസ് ആണെങ്കിൽ ഇവിടെ ഡോട്ട് ആണ് പറയാ, ഡോട്ട് പെർ ഇഞ്ചാണ് പറയാ. ഇനി അതേപോലെ തന്നെ പ്രിന്ററിന്റെ വേഗത എന്ന് പറയുമ്പോൾ ഒരു സെക്കൻഡിൽ എത്ര ക്യാരക്ടർ പ്രിന്റ് ചെയ്യാൻ പറ്റും, ഒരു സെക്കൻഡിൽ എത്ര ക്യാരക്ടർ പ്രിന്റ് ചെയ്യാൻ പറ്റും, അതായത് ക്യാരക്ടർ പെർ സെക്കൻഡ്, ഒരു സെക്കൻഡിൽ എത്ര ക്യാരക്ടർ പ്രിന്റ് ചെയ്യാൻ പറ്റും, ക്യാരക്ടർ പെർ സെക്കൻഡ് അഥവാ CPS ആണ് പ്രിന്ററിന്റെ വേഗത പറയുന്ന ഒരു യൂണിറ്റ്. ഇനി സെക്കൻഡിൽ എന്തായാലും നമുക്കൊരു ലൈൻ ഒന്നും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല, അതിന് മിനിറ്റ് വേണ്ടി വരും അല്ലേ. അപ്പൊ അതുകൊണ്ട് നമ്മൾ മിനിറ്റ്, അതായത് ഒരു മിനിറ്റിൽ എത്ര ലൈനുകൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും, ലൈൻ പെർ മിനിറ്റ് എന്നുള്ളത് മറ്റൊരു യൂണിറ്റ് ആണ് ഇതിന്റെ വേഗത പറയുന്നത്. പിന്നെ ഒരെണ്ണം എന്ന് പറഞ്ഞാൽ പേജ് പെർ മിനിറ്റ്, ഒരു മിനിറ്റിൽ എത്ര പേജ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ 3 യൂണിറ്റുകൾ, വേഗത പറയുന്ന 3 യൂണിറ്റുകൾ പറഞ്ഞു. ഒന്നാമത്തത് ക്യാരക്ടർ പെർ സെക്കൻഡ്, ഒരു സെക്കൻഡിൽ എത്ര ക്യാരക്ടർ ടൈപ്പ് ചെയ്യാൻ പറ്റും അല്ലെ, എത്ര ക്യാരക്ടർ പ്രിന്റ് എടുക്കാൻ പറ്റും, ടൈപ്പ് ചെയ്യാൻ അല്ലെ, എത്ര ക്യാരക്ടർ അല്ലെ, ക്യാരക്ടർ പെർ സെക്കൻഡും. രണ്ടാമത് പറഞ്ഞത് ലൈൻ പെർ മിനിറ്റും പിന്നെ പേജ് പെർ മിനിറ്റും. കിട്ടിയോ? ഒന്നാമത്തത് CPS എന്ന് പറഞ്ഞാൽ ക്യാരക്ടർ പെർ സെക്കൻഡ് ആണ്. രണ്ടാമത്തത് LPM എന്ന് പറഞ്ഞാൽ ലൈൻ പെർ മിനിറ്റ് ആണ്. മൂന്നാമത്തത് PPM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേജ് പെർ മിനിറ്റ് ആണ്. ഇതൊക്കെയാണ് പ്രിന്ററിന്റെ വേഗത പറയുന്നത്. ഇനി അടുത്തത് പ്ലോട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും പ്രിന്ററിനെ പോലെ തന്നെ പ്രിന്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അവിടെ വ്യത്യാസം എന്താണെന്നറിയോ? നമ്മൾ സാധാരണ പേജ് ഒന്നും പ്രിന്റ് എടുക്കാനല്ല, വലിയ ഡിസൈനുകൾ, ഇപ്പം നമ്മൾ ഇതിൻ്റെയൊക്കെ ഡിസൈൻ, വീടിൻ്റെ ഡിസൈൻ അല്ലെങ്കിൽ വല്ല കെട്ടിടങ്ങളുടെ ഡിസൈൻ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ പ്രിന്റ് എടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് പ്ലോട്ടർ എന്ന് പറയുന്നത്. ഭൂപടങ്ങൾ, നിർമ്മാണ ഭൂപടങ്ങൾ, എഞ്ചിനീയറിംഗ് ഡ്രോയിങ്സുകളൊക്കെ പ്രിന്റ് എടുക്കാൻ ഉപയോഗിക്കുന്നതാണ് നമ്മൾ. ഫ്ലെക്സുകളൊക്കെ നമുക്ക് സാധാരണ പ്രിന്ററിൽ വെച്ച് പ്രിന്റ് എടുക്കാൻ പറ്റും, വലിയ ഫ്ലെക്സ് ഒന്നും ഇല്ലല്ലോ. അപ്പൊ അതൊക്കെ പ്രിന്റ് എടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് പ്ലോട്ടർ എന്ന് പറയുന്നത്. പ്ലോട്ടർ ഗ്രാഫുകളും ഡിസൈനുകളൊക്കെ ഹാർഡ് കോപ്പി ആക്കാൻ അല്ലെ, ഹാർഡ് കോപ്പി നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് പ്ലോട്ടർ എന്ന് പറയുന്നത്. പ്ലോട്ടർ തന്നെ 2 ടൈപ്പിലുണ്ട്, ഡ്രം പ്ലോട്ടറും ഫ്ലാറ്റ് ബെഡ് പ്ലോട്ടറും. ഇത് ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി. പ്ലോട്ടർ തന്നെ 2 ടൈപ്പിലുണ്ട്, ഡ്രം പ്ലോട്ടറും ഇനി ഫ്ലാറ്റ് ബെഡ് പ്ലോട്ടറും. അപ്പൊ ഈ 3 ഇതിനെക്കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. പ്രിന്ററിനെ കുറിച്ച് പറഞ്ഞു, പ്ലോട്ടറിനെ കുറിച്ച് പറഞ്ഞു, അതേപോലെ തന്നെ നമ്മൾ മോണിറ്ററിനെ കുറിച്ച് പറഞ്ഞു. അത് കൂടാതെ പ്രൊജക്ടറും സ്പീക്കറും ഔട്ട്പുട്ട് ഡിവൈസ് തന്നെയാണ്. പ്രൊജക്ടറും അതെ, സ്പീക്കറും അതെ, ഔട്ട്പുട്ട് ഡിവൈസുകൾ തന്നെയാണ്. ഇനി അടുത്ത് നമ്മൾ ഇൻപുട്ട് ഡിവൈസിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ഇൻപുട്ട് ഡിവൈസിനെ കുറിച്ച് പറയുമ്പോൾ ആദ്യം തന്നെ നമുക്ക് കീബോർഡിനെ കുറിച്ച് പറയാൻ. കാരണം പ്രൈമറി ഇൻപുട്ട് ഡിവൈസ് എന്നറിയപ്പെടുന്നത് കീബോർഡാണ്. പ്രൈമറി ഇൻപുട്ട് ഡിവൈസ് കീബോർഡാണ്. പ്രൈമറി ഇൻപുട്ട് ഡിവൈസ് ആണ് കീബോർഡ്. കിട്ടില്ലേ? പ്രൈമറി ഇൻപുട്ട് ഡിവൈസ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കീബോർഡാണ്. കീബോർഡ് വഴി നമുക്ക് എന്തൊക്കെ ഇൻപുട്ട് ചെയ്യാൻ പറ്റും? അക്ഷരങ്ങൾ ഇൻപുട്ട് ചെയ്യാൻ പറ്റും, സംഖ്യകൾ ഇൻപുട്ട് ചെയ്യാൻ പറ്റും, അതേപോലെ തന്നെ ചിഹ്നങ്ങൾ അല്ലെ, പലതരത്തിലുള്ള ചിഹ്നങ്ങൾ നമുക്ക് ഇൻപുട്ടായിട്ട് നൽകാൻ സാധിക്കും. ഇനി ഈ നമ്മൾ ഒരു കീയിൽ പ്രസ് ചെയ്യുമ്പോൾ, ഒരു
കീബോർഡിലെ ഒരു കീയിൽ പ്രസ് ചെയ്യുമ്പോൾ അവിടെ നമ്പർ ആയിട്ടല്ല അത് അവിടെ കമ്പ്യൂട്ടറിലേക്ക് പോകുന്നത്, പകരം അതിന് തുല്യമായിട്ടുള്ള ആസ്കി കോഡായിട്ടാണ്. ആസ്കി കോഡ് PSC പലപ്പോഴും ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്. ആസ്കി എന്നതിന്റെ ഫുൾ ഫോം എന്താണ്? ASCII. ആസ്കി കോഡിന്റെ ഫുൾ ഫോം പണ്ട് PSC സ്ഥിരം ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്. ഇനിയും ചോദിച്ചുകൂടാന്നില്ല, അതുകൊണ്ട് പഠിച്ചു വെക്കുക. അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇന്റർചേഞ്ച് അല്ലെ, ഇൻഫർമേഷൻ ഇന്റർചേഞ്ച് ചെയ്യാനുള്ള ഒരു സ്റ്റാൻഡേർഡ് കോഡ് അല്ലെ, അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇന്റർചേഞ്ച് എന്നുള്ളതാണ് ആസ്കി കോഡിന്റെ ഫുൾ ഫോം. ഇപ്പൊ തന്നെ എഴുതി വെക്കാം. ആസ്കിയുടെ ഫുൾ ഫോം എന്താണ്? അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇന്റർചേഞ്ച് എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഒരു കീയിൽ പ്രസ് ചെയ്യുമ്പോൾ, ഒരു കീബോർഡിൽ ഒരു കീയിൽ പ്രസ് ചെയ്യുന്ന സമയത്ത് അവിടെ നമ്പറോ അല്ലെങ്കിൽ ആ അക്ഷരമോ ആയിട്ടല്ല കമ്പ്യൂട്ടറിലേക്ക് പോകുന്നത്, അതിന് പകരം അതിന് തുല്യമായിട്ടുള്ള ആസ്കി കോഡായിട്ടാണ് കമ്പ്യൂട്ടറിലേക്ക് എത്തുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇനി നമ്മൾ സാധാരണ പറയുന്ന ഒരു കീബോർഡിന്റെ ലേഔട്ടാണ് ക്വർട്ടി എന്നുള്ളത്. ക്വർട്ടി എന്ന് പറഞ്ഞാൽ അതിലെ ആ അക്ഷരങ്ങളുണ്ടല്ലോ, നമ്മുടെ ആൽഫബറ്റ് ABCD ആൽഫബറ്റിൽ ആദ്യം വന്നിരിക്കുന്ന 6 ലെറ്റേഴ്സ് ആണ് QWERTY. അപ്പൊ ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്വർട്ടി ലേഔട്ട് അല്ലെങ്കിൽ ക്വർട്ടി രൂപരേഖ എന്താണെന്ന് ചോദിച്ചാൽ എന്താണ് അത്? നമ്മുടെ കീബോർഡിൽ ഉപയോഗിക്കുന്ന ഒരു ഇതാണ് അല്ലെ, രൂപരേഖയാണ്. അല്ലെങ്കിൽ കീബോർഡിലെ കീസുകൾ വന്നിട്ടുള്ള ഒരു മോഡലാണ് ക്വർട്ടി കീബോർഡ് എന്ന് പറയുന്നത്. ക്വർട്ടി QWERTY എന്നറിയപ്പെടുന്നത് എന്തിൻ്റെയാണ്? അത് കീബോർഡിലെ ഒരു ഘടനയാണെന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി നമ്മൾ കീബോർഡ് തന്നെ 2 ടൈപ്പിലുണ്ട്. കീബോർഡ് നല്ല മൗസ് ആണെങ്കിലും അതെ, വയേർഡ് കീബോർഡുകളുണ്ട് അല്ലെങ്കിൽ വയേർഡ് മൗസുകളുണ്ട്, വയർലെസ് ഉണ്ട് അല്ലെ. ഇപ്പൊ എല്ലാം അങ്ങനെയല്ലേ, വയേർഡ് ആയിട്ടുള്ളത് ഉണ്ടായിരിക്കും, വയർലെസ് ഉണ്ടായിരിക്കും. വയേർഡ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ്? അതിനെ കണക്ട് ചെയ്യേണ്ടി വരും അല്ലെ, നമുക്ക് നമ്മുടെ സിസ്റ്റവുമായിട്ട് കണക്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഒന്നില്ലെങ്കിൽ നമുക്ക് USB പോർട്ട് വഴിയോ അല്ലെങ്കിൽ PS2 പോർട്ട്, PS2 എന്ന് വെച്ച് കഴിഞ്ഞാൽ പേഴ്സണൽ സിസ്റ്റം പോർട്ട് എന്നാണ്, പേഴ്സണൽ സിസ്റ്റം 2 പോർട്ട്, അത് ഉപയോഗിച്ചോ നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും. ഇനി അതല്ലാതെ ഇപ്പൊ മറ്റേ വയർലെസ് ആണെങ്കിൽ എന്താണ്? വയർലെസ് ആണെന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ ഇൻഫ്രാറെഡ് തരംഗങ്ങളാവാം, അല്ലാന്നുണ്ടെങ്കിൽ റേഡിയോ ഫ്രീക്വൻസി തരംഗങ്ങളോ അല്ലെങ്കിൽ ബ്ലൂടൂത്ത് വഴിയോ നമുക്ക് എന്തായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും? നമ്മുടെ സിസ്റ്റവുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. വയേർഡ് ആണെങ്കിൽ നമുക്ക് ഇതൊക്കെ അറിയുന്ന കാര്യങ്ങളല്ലേ. വയേർഡ് ആണെങ്കിൽ നമ്മളത് USB പോർട്ട് അല്ലെങ്കിൽ നമ്മൾ PS2 പോർട്ട് വഴി സിസ്റ്റവുമായിട്ട് കണക്ട് ചെയ്യണം. എല്ലാ വയർലെസ് ആണെന്നുണ്ടെങ്കിൽ അത് എങ്ങനെയായിരിക്കും കണക്ട് ചെയ്യുക? ഒന്നില്ലെങ്കിൽ ഇൻഫ്രാറെഡ് തരംഗങ്ങൾ ഉപയോഗിച്ചിട്ടായിരിക്കും. ഇൻഫ്രാറെഡ് തരംഗങ്ങളോ അല്ലെങ്കിൽ റേഡിയോ ഫ്രീക്വൻസി തരംഗങ്ങളോ അല്ലെങ്കിൽ ബ്ലൂടൂത്ത് ഉപയോഗിച്ചോ ആയിരിക്കും ഇത് കണക്ട് ചെയ്യുന്നത്. ബ്ലൂടൂത്തിൽ ഉപയോഗിക്കുന്നത് എന്താണ്? റേഡിയോ വേവ്സ് ആണ്. ബ്ലൂടൂത്ത്, വൈഫൈ അല്ലെ, അതിലൊക്കെ ഉപയോഗിക്കുന്നത് എന്തുതന്നെയാണ്? ഈ പണ്ട് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. ബ്ലൂടൂത്തിൽ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ വൈഫൈയിൽ ഉപയോഗിക്കുന്നതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ റേഡിയോ വേവ്സ് തന്നെയാണ്. അപ്പൊ റേഡിയോ തരംഗങ്ങൾ ഉപയോഗിച്ചിട്ടോ ഒക്കെ നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും. ഇനി ഇപ്പൊ അത് മാത്രമല്ല, നമുക്ക് അറിയാം ഇപ്പൊ നമ്മൾ ഈ കീബോർഡ് തന്നെ കൊണ്ടുപോകേണ്ട ആവശ്യം തന്നെ ഇല്ല അല്ലെ. ലേസർ കീബോർഡുകളുണ്ട്. അതായത് നമ്മൾ ലൈറ്റ് ഇപ്പൊ ഏതെങ്കിലും ഒരു പ്രതലത്തിലേക്ക് ലൈറ്റ് പ്രകാശം പതിപ്പിച്ചുകൊണ്ട് അവിടെ ഒരു കീബോർഡ് ദൃശ്യമാകും. ആ കീബോർഡ് നമുക്ക് സാധാരണ നോർമൽ കീബോർഡ് തന്നെ ആയിട്ട് ഉപയോഗിക്കാനും സാധിക്കും. അതാണ് ലേസർ കീബോർഡുകളും ഇന്ന് നമ്മുടെ നിലവിലുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് കീബോർഡിനെ കുറിച്ച് പഠിക്കാനുള്ളത്. ഇനി മറ്റ് ഇൻപുട്ട് ഡിവൈസുകൾ ഏതൊക്കെയാണ്? ഇപ്പൊ ഒരുപാട് ഇൻപുട്ട് ഡിവൈസുകൾ ഉണ്ട്. നമ്മൾ ആദ്യം പറഞ്ഞ ആ 5 ഒഴികെ, അതായത് പ്രിന്റർ, പ്ലോട്ടർ, പ്രൊജക്ടർ, സ്പീക്കർ, മോണിറ്റർ, ഇതൊഴികെ ബാക്കി വരുന്ന ഒട്ടുമിക്ക എല്ലാതും എന്ത് തന്നെയായിരിക്കും? ഇൻപുട്ട് ഡിവൈസുകൾ തന്നെയായിരിക്കും. അത് സെൻസറുകൾ, ക്യാമറ, ലൈറ്റ് പെൻ, മൈക്രോഫോൺ, അതേപോലെ തന്നെ OCR, OMR, അങ്ങനെ കുറേ എണ്ണം ഉണ്ട് അല്ലെ. QR സ്കാനറുകൾ, പിന്നെ ടച്ച് പാഡ്, പിന്നെ ട്രാക്ക് ബോൾ, ജോയ്സ്റ്റിക്ക്, ഇതൊക്കെ എന്താണ്? സ്റ്റൈലസ്, ഇതൊക്കെ എന്ത് തന്നെയാണ്? ഇതെല്ലാതും ഇൻപുട്ട് ഡിവൈസുകൾ തന്നെയാണ്. ഇനി അതിലൊരു വ്യത്യാസം ഉണ്ടായിരിക്കും. പോയിന്റിംഗ് ഡിവൈസ് എന്ന് വെച്ചാൽ നിങ്ങൾ കേഴ്സർ ഉണ്ടാവും അല്ലെ. കേഴ്സർ കണ്ടിട്ടില്ലേ? കേഴ്സർ എന്താണെന്ന് അറിയാത്ത ആരും തന്നെ ഉണ്ടാവില്ലല്ലോ. അപ്പൊ ആ സാധനം അത് നമ്മൾക്ക് ഏതെങ്കിലും ഒരു ഇതിലേക്ക് പോയിന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് പോയിന്റിംഗ് ഡിവൈസ് എന്ന് പറയുന്നത്. ഈ ഇൻപുട്ട് ഡിവൈസിൽ തന്നെ പോയിന്റിംഗ് ഡിവൈസ്, അതിൽ നമുക്കറിയാം മൗസ് എന്ന് പറഞ്ഞ പോയിന്റിംഗ് ഡിവൈസ് ആണ്. മൗസ് നീക്കിക്കൊണ്ട് നമുക്ക് അത് പോയിന്റ് ചെയ്യാൻ പറ്റും. അപ്പൊ മൗസ് ഒരു പോയിന്റിംഗ് ഡിവൈസ് ആണ്. ജോയ്സ്റ്റിക്കും അതേപോലെ തന്നെ പോയിന്റിംഗ് ഡിവൈസ് ആണ്. ട്രാക്ക് ബോൾ എന്ന് വെച്ചാൽ പണ്ടത്തെ മൗസുമേലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഒരു ടയർ പോലെ ഉരുട്ടണ ഒരു സാധനം കണ്ടിട്ടുണ്ടാവും അല്ലെ. പണ്ട് ലാബിലൊക്കെ ഇരിക്കുമ്പോൾ നിങ്ങൾ എല്ലാവരും അതുമ്പോൾ പിടിച്ച് തിരിച്ച് കളിച്ചിട്ടുണ്ടാവില്ലേ? ട്രാക്ക് ബോൾ, ടച്ച് പാഡ് നമ്മൾ ലാപ്ടോപ്പിലൊക്കെ നമ്മൾ എങ്ങനെയാണ് ടച്ച് പാഡ് ഉപയോഗിച്ചിട്ടല്ലേ പോയിന്റ് ചെയ്യുക. അപ്പൊ ടച്ച് പാഡ്, പിന്നെ അതുപോലെ തന്നെ സ്റ്റൈലസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മാർക്ക് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന പെൻ ഉണ്ടല്ലോ, ഒരു പെൻ പോലെ തന്നെ അത് നമുക്കിങ്ങനെ മാർക്ക് ചെയ്യാനൊക്കെ ഈ ടീച്ചേഴ്സ് ഒക്കെ ഉപയോഗിക്കുന്നത് കാണാം. അപ്പൊ അതൊക്കെയാണ് സ്റ്റൈലസ് എന്ന് പറഞ്ഞാലും പോയിന്റിംഗ് ഡിവൈസ് ആണ്. അതുപോലെ ഗ്രാഫിക് ടാബ്
ഗ്രാഫിക് ടാബ് അഥവാ ഡിജിറ്റൈസർ എന്നൊക്കെ പറയുന്നത് പോയിന്റിംഗ് ഡിവൈസ് ആണ്. പിന്നെ അതേപോലെ തന്നെ ലൈറ്റ് പെന്നും ഒരു പോയിന്റിംഗ് ഡിവൈസ് ആണ്. ജസ്റ്റ് നിങ്ങളൊന്ന് ഓർത്താൽ മതി. ഇപ്പൊ നിങ്ങളോട് ചോദിക്കുകയാണ് സ്കാനർ എന്ന് പറഞ്ഞ ഒരു പോയിന്റിംഗ് ഡിവൈസ് ആണോ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിഞ്ഞൂടെ? ആ സ്കാനർ വെച്ചുകൊണ്ട് നമുക്ക് ആ കഴ്സർ എവിടെയെങ്കിലും മൂവ് ചെയ്യാനോ അല്ലെങ്കിൽ എന്തിലെങ്കിലും ക്ലിക്ക് ചെയ്യാനോ സാധിക്കുമോ? ഇല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് സ്കാനർ എന്ന് പറഞ്ഞ ഒരു പോയിന്റിംഗ് ഡിവൈസ് അല്ല. പോയിന്റിംഗ് ഡിവൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് നീക്കിക്കൊണ്ട് നമ്മുടെ അതിന്റെ കേഴ്സർ നീക്കാനും ഏതെങ്കിലുമൊക്കെ ക്ലിക്ക് ചെയ്യാനൊക്കെ സാധിക്കണം അല്ലെ? അതിനാണ് നമ്മൾ എന്തെന്ന് പറയുക? പോയിന്റിംഗ് ഡിവൈസ് എന്ന് പറയാം. പോയിന്റിംഗ് ഡിവൈസുകൾ ഏതൊക്കെയാണ്? മൗസ്, ജോയ്സ്റ്റിക്ക്, ടച്ച് പാഡ്, ട്രാക്ക് ബോൾ, സ്റ്റൈലസ്, ഗ്രാഫിക് ടാബ് അഥവാ ഡിജിറ്റൈസർ, ലൈറ്റ് പെന്ന്. ഇതൊക്കെ എന്താണ്? പോയിന്റിംഗ് ഡിവൈസുകളാണ്. ഇനി അടുത്ത നമ്മൾ ഇതിനൊപ്പം തന്നെ പഠിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് ഈ BCR ഇതൊക്കെ ഇൻപുട്ട് ഡിവൈസ് ആണ്. BCR, OMR, OCR, MICR, QR ഇതൊക്കെ എന്താണ്? നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടാവും അല്ലെ? BCR എന്ന് പറഞ്ഞാൽ ബാർകോഡ് റീഡർ. റീഡർ എന്നുള്ള വാക്ക് ഉണ്ടെങ്കിൽ തന്നെ അറിയാം അത് ഇൻപുട്ടാണ് അല്ലെ? റീഡ് ചെയ്യാൻ, ഇൻപുട്ട് കൊടുക്കാനാണ്. അപ്പൊ ഇതൊക്കെ ഇൻപുട്ട് തന്നെയാണ്. BCR ബാർകോഡ് റീഡർ ആണ് BCR എന്ന് പറയുന്നത്. ഇനി OMR എന്ന് പറഞ്ഞാൽ ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ ആണ് OMR എന്ന് പറയുന്നത്. OCR എന്ന് പറഞ്ഞാൽ ഒപ്റ്റിക്കൽ ക്യാരക്ടർ റീഡർ ആണ് OCR എന്ന് പറയുന്നത്. ഇനി MICR എന്ന് പറഞ്ഞാൽ എന്താണ്? അത് നമ്മുടെ ചെക്കിലൊക്കെ ഉപയോഗിക്കുന്നത്, ബാങ്കിലൊക്കെ ഉപയോഗിക്കുന്നതാണ് MICR എന്ന് പറയുന്നത്. മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റിക്കഗ്നിഷൻ അല്ലെങ്കിൽ റീഡർ എന്നോ പറയാം. മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റീഡർ. അടുത്തത് QR സ്കാനർ എന്ന് പറഞ്ഞാൽ ക്വിക്ക് റെസ്പോൺസ്. QR കോഡ് എന്നൊക്കെ കേൾക്കാറില്ലേ? QR കോഡ് കൊടുത്തിട്ടുണ്ട്. QR സ്കാനർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വിക്ക് റെസ്പോൺസ് സ്കാനർ എന്നാണ്. ഇതിന്റെ ഫുൾ ഫോം ഒക്കെ പഠിച്ചോ? ഒന്നും കൂടി പറയട്ടെ. BCR ഇതൊക്കെ ഇൻപുട്ട് ഡിവൈസുകൾ തന്നെയാണ് കേട്ടോ. BCR എന്താണ്? BCR ബാർകോഡ് റീഡർ ആണ്. BCR എന്താണ്? ബാർകോഡ് റീഡർ. നമ്മൾ ഈ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ അവർ നമ്മൾ ഇപ്പൊ ഇതല്ലേ ഒരു ബാർകോഡ് റീഡർ വെച്ചിട്ടല്ലേ അതിന്റെ വില നമ്മൾ മനസ്സിലാക്കുന്നത്. അവര് കണ്ടിട്ടുണ്ടാവുമല്ലോ എന്തായാലും. അപ്പൊ അതാണ് ബാർകോഡ് റീഡ് ചെയ്യാൻ വേണ്ടിയുള്ളത് ബാർകോഡ് റീഡർ അഥവാ BCR. അടുത്തത് OMR. നമ്മളൊക്കെ PSCയിൽ എക്സാം എഴുതുന്നത് OMR ഷീറ്റിലാണ് അല്ലെ? അതിനെ റീഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് OMR എന്ന് പറയുന്നത്, ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ. അടുത്തത് OCR എന്ന് പറഞ്ഞാൽ ഒപ്റ്റിക്കൽ ക്യാരക്ടർ റീഡർ ആണ്. OCR ഒപ്റ്റിക്കൽ ക്യാരക്ടർ റീഡർ. MICR എന്ന് പറഞ്ഞാൽ ബാങ്കിൽ ഉപയോഗിക്കുന്നതാണ്. ഈ ചെക്കൊക്കെ റീഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് MICR ആണ്. ബാങ്കിൽ ഉപയോഗിക്കുന്നതെന്ന് ചോദിക്കാറുണ്ട്. MICR മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റീഡർ. അടുത്തത് QR സ്കാനർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വിക്ക് റെസ്പോൺസ് ആണ്. QR എന്ന് പറഞ്ഞാൽ എന്താണ്? ക്വിക്ക് റെസ്പോൺസ് ആണ്. ഇനി ഒരേ സമയം ഇൻപുട്ട് ആയിട്ടും ഒരേ സമയം ഔട്ട്പുട്ട് ഡിവൈസ് ആയിട്ടും ഉപയോഗിക്കുന്നത് എന്തൊക്കെയാണ്? ഒരേ സമയം ഇൻപുട്ട് ഡിവൈസ് ആയിട്ടും ഒരേ സമയം ഔട്ട്പുട്ട് ഡിവൈസ് ആയിട്ടും ഉപയോഗിക്കുന്നത് ഒന്ന് ടച്ച് സ്ക്രീൻ. നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ മൊബൈലിൽ ഉപയോഗിക്കുന്ന ടച്ച് സ്ക്രീൻ അല്ലെ? ടച്ച് സ്ക്രീനിൽ നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് മോണിറ്റർ പോലെ തന്നെ അത് വർക്ക് ചെയ്യുന്നില്ലേ? അതോടൊപ്പം തന്നെ നമുക്ക് അതിൽ കൂടി ഇൻപുട്ട് കൊടുക്കാൻ പറ്റില്ലേ? നമ്മൾ കീബോർഡ് പ്രസ് ചെയ്യുന്നതൊക്കെ ഈ ടച്ച് സ്ക്രീനിൽ കൂടെ തന്നെ അല്ലേ? അപ്പൊ ടച്ച് സ്ക്രീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ സമയം ഇൻപുട്ട് കൊടുക്കാനും ഒരേ സമയം ഔട്ട്പുട്ട് കിട്ടുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ടച്ച് സ്ക്രീൻ എന്താണ്? ഒരു ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. ഇൻപുട്ട് ഡിവൈസ് ആയിട്ടും ഔട്ട്പുട്ട് ഡിവൈസ് ആയിട്ടും പ്രവർത്തിക്കുന്നുണ്ട്. അതേപോലെ തന്നെ പോളറോയിഡ് ക്യാമറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചാർലി സിനിമയിലാന്ന് തോന്നുന്നു ഈ ഫോട്ടോ എടുത്ത് അപ്പം തന്നെ ഇങ്ങനെ പ്രിന്റ് വരുന്നത് കണ്ടിട്ടുണ്ടാവുമല്ലോ. ഇനി ആ സിനിമയിൽ അല്ലെങ്കിലും വേറെ എവിടെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഈ ഫോട്ടോ എടുക്കുക, അതോടൊപ്പം തന്നെ പ്രിന്റ് വരാം. അതായത് ഫോട്ടോ എടുക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ ഇൻപുട്ട് കൊടുക്കുകയാണ്. ഇനി അത് ആ സമയം തന്നെ പ്രിന്റ് വരാന്ന് പറഞ്ഞാൽ അതെന്താണ്? ഔട്ട്പുട്ട് അല്ലേ? ഔട്ട്പുട്ടാണ് തരുന്നത്. അപ്പൊ അതെന്താണ്? അതൊരു ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. ഒരേ സമയം ഇൻപുട്ട് തരുന്നതും അതോടൊപ്പം തന്നെ അത് ഔട്ട്പുട്ട് ഡിവൈസ് ആയിട്ടും വർക്ക് ചെയ്യുന്നു അല്ലെ? ഒന്നാമത്തത് ടച്ച് സ്ക്രീന്, രണ്ടാമത്തത് പോളറോയിഡ് ക്യാമറ എന്താണെന്ന് മനസ്സിലായല്ലോ. അപ്പൊ ഇത് രണ്ടും ഒരേ സമയം ഇൻപുട്ട് ഡിവൈസ് ആയിട്ടും അതോടൊപ്പം തന്നെ ഔട്ട്പുട്ട് ഡിവൈസ് ആയിട്ടും പ്രവർത്തിക്കുന്നുണ്ട്. ഈ പോളറോയിഡ് ക്യാമറയൊന്നും അങ്ങനെ PSC ചോദിക്കാറില്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. PSC സ്ഥിരം ചോദിക്കാറ് ടച്ച് സ്ക്രീൻ തന്നെയാണ്. ടച്ച് സ്ക്രീൻ ആണ് എപ്പോഴും തരാറുള്ളത്. ഇൻപുട്ട് ഡിവൈസും ഒരേ സമയം ഇൻപുട്ട് ഡിവൈസും ഔട്ട്പുട്ട് ഡിവൈസ് ആയിട്ടും പ്രവർത്തിക്കുന്നത് ടച്ച് സ്ക്രീൻ ആണ് തരാറുള്ളത്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ മോഡം പറയാം. കാരണം മോഡം എന്ന് പറയുന്നത് അനലോഗ് സിഗ്നലിനെ ഡിജിറ്റലാക്കി മാറ്റുന്നു, അതോടൊപ്പം തന്നെ ഡിജിറ്റൽ സിഗ്നലിനെ അനലോഗ് സിഗ്നലാക്കി മാറ്റുന്നുണ്ട് അല്ലെ? മോഡം എന്ന് പറയുന്നത് നമ്മൾ ടെലിഫോണിൽ ലൈനിൽ കൂടി ഡാറ്റാസ് പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മൾ കമ്പ്യൂട്ടറിൽ നിന്ന് കൊടുക്കുന്ന ഡിജിറ്റൽ സിഗ്നൽസിന് അതെന്തായി അനലോഗ് സിഗ്നൽസ് ആക്കി മാറ്റും.
ഇനി അതേപോലെ തന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ അവിടെ നിന്ന് അനലോഗ് സിഗ്നൽസിനെ തിരിച്ച് ഡിജിറ്റൽ സിഗ്നലാക്കി നമുക്ക് തരുന്നു. അപ്പൊ നമുക്ക് വേണമെങ്കിൽ പറയാം മോഡം എന്ന് പറയുന്നത് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് ആണെന്ന്. അതേപോലെ നമുക്ക് വേണമെങ്കിൽ ഫാക്സ് പറയാം. ഫാക്സ് എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന ഡാറ്റയെ നമ്മൾ അതിൽ സ്കാൻ ചെയ്തിട്ടാണ് അല്ലെ ഫാക്സ് അയക്കുന്നത്. അതേപോലെ തന്നെ അവിടെ നിന്ന് വരുന്ന ഡാറ്റ അത് പ്രിന്റ് എടുത്തിട്ടാണ് നമുക്ക് ഔട്ട്പുട്ട് തരുന്നത്. അപ്പൊ അത് വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഫാക്സ് നമുക്ക് ഇതുപോലെ തന്നെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് ആയിട്ട് നമുക്ക് പറയാം. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ചിലതൊക്കെ പറയാൻ സാധിക്കും, പക്ഷെ അതൊന്നും അങ്ങനെ PSC ചോദിക്കാറില്ല. നിങ്ങൾ ഇത് മെയിൻ ആയിട്ട് പഠിച്ചാൽ മതി. ഏതൊക്കെയാണ് ടച്ച് സ്ക്രീൻ മെയിൻ ആയിട്ട് ഓർത്തിരിക്കുക, അതുപോലെ പോളറോയിഡ് ക്യാമറ, പിന്നെ അതേപോലെ മോഡം, പിന്നെ ഈ പറഞ്ഞ പോലെ ഫാക്സ്, ഇത്രയും നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. ഇനി നമ്മുടെ PSCയിൽ സ്ഥിരം ചോദിക്കുന്ന 2 ചോദ്യങ്ങളാണ്. ഒന്ന് കീബോർഡ് കണ്ടുപിടിച്ചത് ആരാണ്, അതുപോലെ മൗസ് കണ്ടുപിടിച്ചത് ആരാണ്. സ്ഥിരം ചോദിക്കാറുള്ളതാണ്. ബാക്കിയൊന്നും കണ്ടുപിടിച്ചത് അങ്ങനെ ചോദിക്കാറില്ല. പ്രിന്റർ പ്ലോട്ടർ ഒന്നും കണ്ടുപിടിച്ചത് ചോദിക്കാറില്ല. പക്ഷെ കീബോർഡ് കണ്ടുപിടിച്ചതും ചോദിക്കാറുണ്ട്, മൗസ് കണ്ടുപിടിച്ചതും ചോദിക്കാറുണ്ട്. അപ്പൊ കീബോർഡ് കണ്ടുപിടിച്ചെന്ന് വെച്ചാൽ നമ്മ വീടുകളിലെല്ലാവരും ഇപ്പൊ പണ്ട് കാലത്ത് ഈ കമ്പ്യൂട്ടറൊക്കെ ഉള്ളവർക്ക് അറിയായിരിക്കും, ഈ കീബോർഡ് നമ്മൾ എന്തെങ്കിലും ഉപയോഗിച്ച് മൂടിടും. കാരണം എന്താ വെച്ചാൽ അതിൻ്റെ ഉള്ളിലേക്ക് പൊടി പോകും അല്ലെ, പൊടി കയറി കഴിഞ്ഞാൽ അത് കംപ്ലൈന്റ് വരും എന്ന് പറഞ്ഞിട്ട് മൂടിടാറുണ്ട്. അപ്പൊ നിങ്ങൾ അത് കീബോർഡ് ഒരു ഷോൾ കൊണ്ടാണ് മൂടിയിട്ടിരിക്കുന്നതെന്ന് നിങ്ങളൊന്ന് മനസ്സിൽ വിഷ്വലൈസ് ചെയ്യാം. ഞാൻ പറയുമ്പോൾ വിഷ്വലൈസ് ചെയ്യണം. വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടി 2 സെക്കൻഡ് മാത്രമേ നിങ്ങൾക്ക് ആവശ്യമുള്ളൂ. പക്ഷെ നിങ്ങൾക്ക് അത് എക്സാമിന് തീർച്ചയായിട്ടും ഉപകാരപ്പെടും. അല്ല, നിങ്ങൾ ഇത് വായിച്ച് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾ അരമണിക്കൂർ ഇത് വായിച്ച് പഠിച്ചാലും നിങ്ങൾക്ക് മനസ്സിലുണ്ടാവില്ല. അപ്പൊ നിങ്ങൾ കീബോർഡ് എന്ന് പറയുമ്പോൾ കീബോർഡ് നിങ്ങൾ ഒരു ഷോൾ എടുത്ത് മൂടിയിടുന്നതായിട്ട് നിങ്ങളുടെ മനസ്സിലൊന്ന് വിഷ്വലൈസ് ചെയ്യുക. അപ്പൊ കീബോർഡ് കണ്ടുപിടിച്ചത് ആരാണ്? ഷോള് കൊണ്ടല്ലേ മൂടിട്ടത്. അപ്പൊ ആരാണ് കണ്ടുപിടിച്ചത്? ഷോൾഡ് ആണ്. ഷോൾഡ്. എന്ത് ഷോൾഡ് ആണ്? ക്രിസ്റ്റഫർ ഷോൾഡ് ആണ് കീബോർഡ് കണ്ടുപിടിച്ചത്. ക്രിസ്റ്റഫർ ഷോൾഡ് ആണ് കീബോർഡ് കണ്ടുപിടിച്ചത്. ഇനി മൗസ് നമ്മൾ കണ്ടില്ലേ, ഇപ്പൊ ആദ്യമൊക്കെ നമ്മൾ മൗസിന് ഒരു മൗസ് പാഡ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഉണ്ടായിരിക്കും ഇല്ലേ, അതിന്റെ മുകളിൽ വെച്ചിട്ടാണ് നമ്മളിത് നീക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കുള്ളൂ. പിന്നെ നമ്മൾ കുറച്ചും കൂടി നാൾ കഴിയുമ്പോൾ നമ്മൾ ബുക്കൊക്കെ എടുത്ത് വെച്ചിട്ട് ബുക്കിന്റെ മുകളിൽ വെച്ച് നീക്കാൻ തുടങ്ങും. ഇനി അതും കഴിഞ്ഞ് കുറച്ചും കൂടി നാളെ കഴിയുമ്പോൾ ഒന്നും ഉണ്ടാവില്ല, നമ്മൾ താഴ്ത്തിട്ട് ഒരക്കലാണ് അല്ലേ. അപ്പൊ അല്ലേ, മൗസ് അങ്ങനെയല്ലേ, ഓരോരുത്തർ അനങ്ങാണ്ട് വെക്കൂലല്ലേ, ഏത് നേരം അതിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ഇങ്ങനെ പിടിച്ചിങ്ങനെ കുലുക്കിക്കൊണ്ടിരിക്കും അല്ലേ. അപ്പൊ ഇത് എപ്പോഴും ഏങ്ങിക്കൊണ്ടിരിക്കും. ഇത് വേദന എടുത്തിട്ടേ ഈ മൗസ് നമ്മൾ എപ്പോഴും ഇങ്ങനെ ഭയങ്കര റഫായിട്ട് ഇങ്ങനെ യൂസ് ചെയ്യുമ്പോൾ അതിന് വേദന എടുത്തിട്ട് അത് എപ്പോഴും ഇങ്ങനെ ഏങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന് നിങ്ങളൊന്ന് മനസ്സിൽ വിചാരിക്കുക. മൗസ് എപ്പോഴും ഏങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഏംഗൽ ബർട്ടാണ് മൗസ് കണ്ടുപിടിച്ചത് ആരാണ്? ഏംഗൽ ബർട്ട്, അതായത് ഡഗ്ലസ് ഏംഗൽ ബർട്ട് ആണ് മൗസ് കണ്ടുപിടിച്ചത്. ഡഗ്ലസ് ഏംഗൽ ബർട്ട് ആണ് മൗസ് കണ്ടുപിടിച്ചത്. കീബോർഡ് കണ്ടുപിടിച്ചത് ആരാണ്? കീബോർഡ് നിങ്ങൾ ഷോൾ കൊണ്ട് മൂടിട്ടില്ലേ? അപ്പൊ ഷോൾഡ്. എന്ത് ഷോൾഡാണ്? ക്രിസ്റ്റഫർ ഷോൾഡ് ആണ് കീബോർഡ് കണ്ടുപിടിച്ചത്. മൗസ് കണ്ടുപിടിച്ചത്, മൗസിനെ നിങ്ങൾ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടിട്ട് ഉരച്ചിട്ട് മൗസ് എപ്പോഴും കിടന്ന് കരച്ചിലാണ്, ഏങ്ങലാണ് അല്ലെ. അപ്പൊ ഏംഗൽ ബർട്ട് ആണ്, ഡഗ്ലസ് ഏംഗൽ ബർട്ട് ആണ് മൗസ് കണ്ടുപിടിച്ചത്. ഇനി നമ്മുടെ പുതിയ മൗസുകളൊക്കെ നിങ്ങൾക്ക് അറിയാലോ, ലേസർ മൗസുകളാണ് അല്ലെ. അതിന്റെ അടിയിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു ലൈറ്റ് ഒക്കെ കത്തുന്നത് കാണാൻ സാധിക്കും. ഇപ്പൊ പുതിയതായിട്ട് ഉപയോഗിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു, കീബോർഡൊക്കെ ഇപ്പൊ ലേസർ കീബോർഡ് ആണെന്ന് പറഞ്ഞ പോലെ മൗസുകളും ഇപ്പൊ ലേസർ മൗസുകളൊക്കെയാണ് നിലവിലുള്ളത്. അടുത്ത നമുക്ക് മെമ്മറിനെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. നമ്മുടെ മെമ്മറി എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് സ്റ്റോർ ചെയ്തേക്കാനുള്ള അല്ലെ. അവന് ഭയങ്കര മെമ്മറി പവറാ, പഠിച്ചതൊന്നും മറന്നു പോകില്ല എന്നൊക്കെ പറയും. പക്ഷെ വെറുതെ ആണ് കേട്ടോ. പഠിച്ചത് മറന്നു പോകാത്ത ഒരു മനുഷ്യനും ഇല്ല. എല്ലാവരും മറന്നു പോകും. നിങ്ങളും മറന്നു പോകും, ഞാനും മറന്നു പോകും, എല്ലാവരും മറന്നു പോകും. പക്ഷെ കമ്പ്യൂട്ടർ മറന്നു പോകില്ല അല്ലെ. കാരണം കമ്പ്യൂട്ടറിൽ അത് പെർമനന്റ് സ്റ്റോർ ചെയ്തേക്കാൻ പറ്റും നമുക്ക്. അതിന് വേണ്ടിയിട്ട് നമുക്ക് പ്രൈമറി മെമ്മറി ഉണ്ട്, സെക്കൻഡറി മെമ്മറി ഉണ്ട്. അതിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മൾ ഈ മെമ്മറി അളക്കുന്നതിനുള്ള ഏറ്റവും ചെറിയ യൂണിറ്റ് എന്ന് പറയുന്നത് ബിറ്റാണ്. ബിറ്റ് എന്ന് പറഞ്ഞാൽ 0 അല്ലെങ്കിൽ 1. ഇതുപോലെ 4 ബിറ്റുകൾ ചേർന്നാൽ എന്തായി മാറി? 4 ബിറ്റുകൾ ചേർന്നാൽ ഒരു നിബിൾ ആയി മാറി. 4 ബിറ്റ് ഒരു നിബിളാണ്. സ്ഥിരം PSC ചോദിക്കാറുള്ളതാണ്, പഠിച്ചോളണം. നിങ്ങൾ മിക്കവരും പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും ഇതിനോടകം. വീണ്ടും കേൾക്കുന്നവർക്ക് ബോറടി ആയിരിക്കും, പക്ഷെ ക്ഷമിക്കുക, ചിലർ പഠിക്കാത്തവരുണ്ടാവും. അവർക്ക് വേണ്ടിയിട്ടാണ് പിന്നെയും പറയുന്നത്. 4 ബിറ്റ് ഒരു നിബിള്. 4 ബിറ്റ് ഒരു നിബിളാണ്. അപ്പോൾ 8 ബിറ്റോ? 8 ബിറ്റ് ഒരു ബൈറ്റ് ആണ്. ബിറ്റ് എന്നുള്ളത് BIT, ബിറ്റ്. ബൈറ്റ് എന്ന് പറയുമ്പോൾ BYTE. അപ്പൊ 8 ബിറ്റ് ഒരു ബൈറ്റ്. ഇത് രണ്ടും പഠിക്കാനേ ബുദ്ധിമുട്ടുണ്ടാവണോ? ബാക്കിയുള്ളതൊക്കെ നമുക്ക് അറിയുന്നതാണ്. കാരണം നമ്മളൊക്കെ സിനിമ ഡൗൺലോഡ് ചെയ്യുന്നവരാണ് അല്ലേ. അപ്പൊ അത് കഴിഞ്ഞാൽ ഈ ബൈറ്റ് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് ആരായിരിക്കും?
കിലോ ബൈറ്റ് ആയിരിക്കും അല്ലെ. KB കിലോ ബൈറ്റ്. നമ്മൾ സാധാരണ ചെറിയ ഫയലുകളൊക്കെ ഡൗൺലോഡ് ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന എന്തെങ്കിലും PDF നോട്ടുകളൊക്കെ നമ്മൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ അതൊക്കെ കിലോ ബൈറ്റിലായിരിക്കും, KB അത് കഴിഞ്ഞ് നമ്മളൊരു സിനിമ ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു 500 MG അല്ലെ, MBയുടെതും അതേപോലെ തന്നെ ഒരു 702 MBയുടെ ഒക്കെ നമുക്ക് കിട്ടും അല്ലെ. അപ്പൊ അതെന്താണ് MB, കിലോ ബൈറ്റ് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് മെഗാബൈറ്റ് ആണ്, MB ആണ് മെഗാബൈറ്റ്. ഇനി അത് കഴിയുമ്പോൾ പിന്നെ ചിലപ്പോൾ ഒരു ജിഗാബൈറ്റിന്റെ ഒക്കെ ആയിരിക്കും അല്ലെ, ഒരു GB അപ്പൊ 1 GB ജിഗാബൈറ്റ്. അതിനുശേഷം പിന്നെ വരുന്നത് ടെറാബൈറ്റ്. പിന്നെ വരുന്നത് പെറ്റാബൈറ്റ്. ഇതൊന്നും നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവില്ല. പെറ്റാബൈറ്റ് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഹെക്സാബൈറ്റ്, സീറ്റാബൈറ്റ്, യോട്ടാബൈറ്റ്, ബ്രോണ്ടോബൈറ്റ്, ജിയോപ്ബൈറ്റ്. ഇത്രയും വരണം പഠിക്കണം. പക്ഷെ സിമ്പിളാണ് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളതെന്ന് പറയുന്നത് ആദ്യത്തെ 2 കാര്യം മാത്രമാണ്. 4 ബിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിബിളാണ്, 4 ബിറ്റ് ഒരു നിബിളാണ്, 4 ബിറ്റ് ഒരു നിബിളാണ്. 8 ബിറ്റ് ഒരു ബൈറ്റ് ആണ്, 8 ബിറ്റ് ഒരു ബൈറ്റ് ആണ്. കിട്ടില്ലേ? ഇനി നമ്മൾ 1024 എന്ന് മാത്രം പഠിച്ചാൽ മതി. 1024 ബൈറ്റ്. 1024 ബൈറ്റ് ഒരു കിലോ ബൈറ്റ് ആണ്. 1024 ബൈറ്റ് ഒരു കിലോ ബൈറ്റ്. ഇനി 1024 കിലോ ബൈറ്റോ ഒരു മെഗാബൈറ്റ്, MB അല്ലെ, ഒരു മെഗാബൈറ്റ്. ഇനി 1024 മെഗാബൈറ്റ് ഒരു GB, ഒരു ജിഗാബൈറ്റ്, ഒരു GB അഥവാ ഒരു ജിഗാബൈറ്റ്. 1024 ജിഗാബൈറ്റ് ഒരു ടെറാബൈറ്റ്, TB ഒരു ടെറാബൈറ്റ്. ഇനി 1024 ടെറാബൈറ്റ് ഒരു പെറ്റാബൈറ്റ്. 1024 ടെറാബൈറ്റ് ഒരു പെറ്റാബൈറ്റ്. ഇവിടെ നിന്ന് അങ്ങോട്ടായിരിക്കും നമുക്ക് പഠിക്കാനുള്ള ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാവുക അല്ലെ. അപ്പൊ പെറ്റാബൈറ്റ് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ പെസി ഇല്ലേ, പെസി എന്ന് കേട്ടിട്ടില്ലേ? പെസി ബ്രോക്ക് ജിയോയുടെ സിം ആണെന്നൊന്ന് ഓർത്ത്. പെസി ബ്രോയുടെ കയ്യിൽ, മെസ്സി എന്നുള്ള പോലെ പെസി ബ്രോയുടെ കയ്യിൽ. ബ്രോ നമ്മ ബ്രദർ എന്നുള്ള ഹലോ ബ്രോ, ഹായ് ബ്രോ എന്നൊക്കെ പറയാറില്ലേ. അപ്പൊ പെസി എന്ന് പറഞ്ഞ ബ്രോയുടെ കയ്യില് ജിയോയുടെ സിം ആണുള്ളത്. അപ്പൊ പെസി എന്നുള്ളത് P അല്ലെ, P എന്ന് പറയുമ്പോൾ പെറ്റാബൈറ്റ്. ഇനി 1024 പെറ്റാബൈറ്റ് എന്നുള്ളത് P കഴിഞ്ഞാൽ പിന്നെ അല്ലേ പറഞ്ഞത്. എന്ന് പറയുന്നത് ഹെക്സാബൈറ്റ് ആണ്, EXA എക്സാബൈറ്റ്. അപ്പൊ 1024 പെറ്റാബൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു എക്സാബൈറ്റ്, EB ഒരു എക്സാബൈറ്റ് ആണ്. അടുത്തത് കഴിഞ്ഞാൽ പിന്നെ സെഡ് അല്ലേ വരുന്നത്. സെഡ് എന്ന് പറഞ്ഞാൽ സീറ്റ. അപ്പൊ 1024 എക്സാബൈറ്റ് എന്ന് പറയുന്നത് ഒരു സീറ്റാബൈറ്റ് ആയിരിക്കും. ഇനി സെഡ് കഴിഞ്ഞിട്ട് Y അല്ലേ പറഞ്ഞത്, പെസി എന്ന് എഴുതുമ്പോ PEZY. പെസി എന്താണ്? PEZY. അപ്പം സെഡ് കഴിഞ്ഞിട്ട് Y അല്ലേ പറഞ്ഞത്, Y എന്ന് പറഞ്ഞാൽ യോട്ടാബൈറ്റ് ആണ്. അപ്പൊ 1024 സീറ്റാബൈറ്റ് എന്ന് പറയുന്നത് ഒരു യോട്ടാബൈറ്റ് ആണ്. ഇനി പെസി ബ്രോയുടെ കയ്യിൽ ജിയോന്റെ സിം ആണ് അല്ലെ. അപ്പൊ ബ്രോ എന്നതിൽ നിന്നും ബ്രോണ്ടാബൈറ്റ്. അപ്പൊ ഒരു 1024 യോട്ടാബൈറ്റ് എന്ന് പറയുന്നത് ഒരു ബ്രോണ്ടോബൈറ്റ് ആണ്. ഇനി 1024 ബ്രോണ്ടോബൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ജിയോയുടെ സിം അല്ലേ. അപ്പൊ ജിയോപ്പ് ബൈറ്റ് ആണ്. നിങ്ങൾക്ക് കേൾക്കുമ്പോൾ പഠിക്കാൻ ബുദ്ധിമുട്ട് തോന്നും, പക്ഷെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് എഴുതി വെക്കുക. ഈ KB, MB, GB, TB ഇതുവരെയുള്ള ഓർഡർ നിങ്ങൾക്ക് അറിയാലോ. അറിയാത്ത ആരുണ്ടാവില്ല. ആദ്യം KB, നമ്മൾ ഫയലുകളൊക്കെ ഡൗൺലോഡ് ചെയ്യുമ്പോൾ KB-യിലായിരിക്കും. അത് കഴിഞ്ഞ് സിനിമ ഡൗൺലോഡ് ചെയ്യുമ്പോൾ MB-യിലായിരിക്കും സാധാരണ. കുറച്ചും കൂടി നല്ല ക്ലാരിറ്റി ഉള്ള സിനിമയാണെങ്കിൽ GB-യിലായിരിക്കും അല്ലെ, GB-യിലായിരിക്കും. അത് കഴിഞ്ഞിട്ടാണ് TB വരാം. TB എന്ന് പറഞ്ഞാൽ സാധാരണ ഹാർഡ് ഡിസ്കിന്റെ ഒക്കെ നമ്മൾ സ്റ്റോറേജ് TB-യിൽ പറയാറുണ്ട്. ഒരു ഹാർഡ് ഡിസ്കിന്റെ സ്റ്റോറേജ് എന്ന് പറയുന്നത് മിനിമം ഒരു 500 MB-യോ അല്ലെങ്കിൽ 500 MB അല്ല, 500 GB-യോ അല്ലെങ്കിൽ ഒരു TB ഒക്കെ ആയിരിക്കും. അപ്പൊ TB കഴിഞ്ഞാൽ പിന്നെ വരുന്നത് നിങ്ങൾ പെസി ബ്രോയുടെ കയ്യിൽ ജിയോന്റെ സിമ്മാണ്. സിമ്മാണെന്ന് മാത്രം പഠിച്ചാൽ മതി. പെസി ബ്രോയുടെ കയ്യിൽ ജിയോയുടെ സിമ്മാണ്. P എന്ന് പറഞ്ഞാൽ എന്താണ്? പെറ്റാബൈറ്റ് ആണ്. P എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെറ്റാബൈറ്റ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എക്സാബൈറ്റ്, EXA എക്സാബൈറ്റ് ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ZETA സെറ്റാബൈറ്റ് ആണ്. ഇനി Y എന്ന് പറഞ്ഞു കഴിഞ്ഞാല് യോട്ടാബൈറ്റ്. ബ്രോയുടെ കയ്യിൽ അപ്പൊ ബ്രോണ്ടോബൈറ്റ്. ജിയോയുടെ സിം എന്ന് പറയുമ്പോൾ ജിയോപ്പ് ബൈറ്റ്. അപ്പൊ ഇത്രയൊക്കെയാണ് മെമ്മറിയുടെ യൂണിറ്റുകളെ കുറിച്ച് പഠിക്കാനുള്ളത്. കഴിഞ്ഞ എക്സാമിനടക്കം ചോദിച്ചിട്ടുണ്ടായിരുന്നതാണ്, അതുകൊണ്ടാണ് ഇത്ര ഡീറ്റെയിൽ ആയി പറഞ്ഞത്. പഠിച്ചു വെക്കണം. ഇനി മെമ്മറിനെ നമുക്ക് രണ്ടായി തിരിക്കാൻ സാധിക്കില്ലേ. പ്രൈമറി മെമ്മറി എന്നും സെക്കൻഡറി മെമ്മറി എന്നും തിരിക്കാൻ സാധിക്കും. പ്രൈമറി മെമ്മറി എന്ന് പറഞ്ഞാൽ റാം റോം അല്ലെ. പ്രൈമറി മെമ്മറി ആയിട്ട് നമ്മൾ പറയാം റാമിനെയും റോമാണ്. സെക്കൻഡറി മെമ്മറി എന്ന് പറഞ്ഞാൽ നമ്മൾ സെക്കൻഡറി ആയിട്ട് കൊടുക്കുന്നത് അല്ലെ. സെക്കൻഡറി ആയിട്ട് കൊടുക്കാൻ നമ്മൾ ഒന്ന് ഹാർഡ് ഡിസ്ക് അല്ലെങ്കിൽ CD, DVD അല്ലെ, അല്ല നമ്മുടെ മൊബൈലിലൊക്കെ ഇടുന്ന SD കാർഡുകൾ, മെമ്മറി കാർഡുകൾ,
ഇതൊക്കെ എന്താണ് നമ്മൾ പുറത്തുനിന്ന് കൊടുക്കുന്നതാണ് അല്ലെ. അപ്പൊ അതിന് നമ്മൾ സെക്കൻഡറി മെമ്മറി എന്ന് പറയാം. സെക്കൻഡറി മെമ്മറിയുടെയും പ്രൈമറി മെമ്മറിയുടെ ഡെഫിനേഷൻ ഒന്നും നിങ്ങളോട് ചോദിക്കില്ല. അതെന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി. പ്രൈമറി മെമ്മറി എന്ന് പറയുമ്പോൾ റാമും റോമാണ് പ്രൈമറി മെമ്മറി പറയാം. റാം റോം അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയി പറയാം. ഇതിപ്പോൾ നമുക്ക് സെക്കൻഡറി മെമ്മറിനെ കുറിച്ച് ആദ്യം പറയാം. സെക്കൻഡറി മെമ്മറി എന്ന് പറയുമ്പോൾ സെക്കൻഡറി ആയിട്ട് സ്റ്റോർ ചെയ്യുന്നത് അല്ലെ. സെക്കൻഡറി നമ്മൾ പുറത്തുനിന്ന് കൊടുക്കുന്നതാണ് സെക്കൻഡറി മെമ്മറി. അതിന് എക്സാമ്പിൾ ആണ് നമ്മൾ ഈ പറഞ്ഞ ഹാർഡ് ഡിസ്ക് ആണെങ്കിലും CD ആണെങ്കിലും DVD ആണെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്ന മെമ്മറി കാർഡുകളൊക്കെ എന്താണ്, സെക്കൻഡറി മെമ്മറികളാണ്. ഇനി സെക്കൻഡറി മെമ്മറിനെ തന്നെ നമുക്ക് മൂന്നായി തിരിക്കാൻ സാധിക്കും. ഒന്നാമത്തത് നമ്മൾ ഡിസ്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും മാഗ്നറ്റിക് ഡിസ്ക്, മാഗ്നറ്റിക് ടേപ്പ് എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ. മാഗ്നറ്റിക് ടേപ്പ്, മാഗ്നറ്റിക് ഡിസ്ക് എന്നൊക്കെ നിങ്ങൾ പറഞ്ഞു കേട്ടിട്ടില്ലേ. ഈ മാഗ്നറ്റിക് ടേപ്പ്, മാഗ്നറ്റിക് ഡിസ്ക് എന്നൊക്കെ പറഞ്ഞാൽ അവിടെ മാഗ്നറ്റിക് എന്നുള്ള വാക്ക് വരുന്നുണ്ട് അല്ലെ. മാഗ്നറ്റിക് എന്ന് പറഞ്ഞാൽ എന്താണ്, കാന്തികം അല്ലെ. കാന്തിക മെമ്മറി അഥവാ മാഗ്നറ്റിക് മെമ്മറി, കാന്തിക മെമ്മറി അഥവാ മാഗ്നറ്റിക് മെമ്മറി എന്ന പറഞ്ഞതിന്റെ കീഴിലാണ് ഈ മാഗ്നറ്റിക് ടേപ്പും മാഗ്നറ്റിക് ഡിസ്കും വരുന്നത്. കിട്ടിയോ? ഇപ്പൊ നമ്മൾ പറയുന്നത് സെക്കൻഡറി മെമ്മറിനെ കുറിച്ചാണ്. പ്രൈമറി മെമ്മറി എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ റാമും റോമും ഓർത്താൽ മതി. റാം റോം. ഈ സെക്കൻഡറി മെമ്മറിയിലാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. ഡിസ്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ഹാർഡ് ഡിസ്കിന് മാഗ്നറ്റിക് ഡിസ്ക് എന്ന് പറയാറുണ്ട്. മാഗ്നറ്റിക് ഡിസ്ക്, അതുപോലെ മാഗ്നറ്റിക് ടേപ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എന്തായാലും. മാഗ്നറ്റിക് ടേപ്പ്, മാഗ്നറ്റിക് ഡിസ്ക് എന്നുള്ള വാക്ക്. അപ്പൊ അവിടെ മാഗ്നറ്റിക് അല്ലെ. മാഗ്നറ്റിക് എന്ന് പറഞ്ഞാൽ എന്താണ്, കാന്തികം അല്ലെ. കാന്തിക മെമ്മറി അഥവാ മാഗ്നറ്റിക് മെമ്മറി. ഈ കാന്തിക മെമ്മറി അഥവാ മാഗ്നറ്റിക് മെമ്മറിയുടെ കീഴിൽ വരുന്നതാണ് ഈ മാഗ്നറ്റിക് ടേപ്പും മാഗ്നറ്റിക് ഡിസ്കും. മാഗ്നറ്റിക് ടേപ്പും മാഗ്നറ്റിക് ഡിസ്കും. ഈ മാഗ്നറ്റിക് ഡിസ്ക് തന്നെയാണ് ഫ്ലോപ്പി ഡിസ്കും ഹാർഡ് ഡിസ്കും. മനസ്സിലായ? ഫ്ലോപ്പി ഡിസ്കും ഹാർഡ് ഡിസ്കും എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ കാന്തികം അതായത് മാഗ്നറ്റിക് എന്നുള്ള സവിശേഷത ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ളതാണ് ഈ രണ്ട് മെമ്മറികൾ. എന്തൊക്കെയാണ് പറഞ്ഞത്? മാഗ്നറ്റിക് ടേപ്പും മാഗ്നറ്റിക് ഡിസ്കും. ഈ മാഗ്നറ്റിക് ഡിസ്കിന്റെ കൂടെ തന്നെ വരുന്നതാണ് ഈ ഫ്ലോപ്പി ഡിസ്കും ഹാർഡ് ഡിസ്കും. കിട്ടിയോ നിങ്ങൾക്ക്? അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ അത് മാഗ്നറ്റിക് മെമ്മറിയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവണം. സെക്കൻഡറി മെമ്മറിയാണ്. സെക്കൻഡറി മെമ്മറിയിൽ തന്നെ മാഗ്നറ്റിക് മെമ്മറി എന്നതിന് കീഴിൽ വരുന്നതാണ് ഈ ഫ്ലോപ്പി ഡിസ്കും ഹാർഡ് ഡിസ്കും എല്ലാതും. മനസ്സിലായി? അത് ഉറപ്പിച്ചോ? ഇനി അടുത്തത് നമ്മൾ CD DVD എടുക്കണം. CD DVD നിങ്ങൾ വെളിച്ചത്തൊന്ന് കാണിച്ചു നോക്കി. നല്ല ഭംഗിയാണല്ലേ അത് കാണാൻ വേണ്ടിയിട്ട്. നിങ്ങളൊരു ഹാർഡ് ഡിസ്ക് എടുത്ത് ഒരു ലൈറ്റിന്റെ ഫ്രണ്ടിൽ ഓണെന്ന് വെച്ചാൽ ഒരു ഭംഗിയില്ല കാണാൻ, ഒരു തിളക്കമില്ലേ കാണാൻ അല്ലേ. അതിൽ നിന്ന് ഒരു കളറും വരാനില്ല. പക്ഷെ നിങ്ങളൊരു CD DVD ഒരു ലൈറ്റിന്റെ മുന്നിൽ കാണിച്ചാൽ നല്ല രീതിയിലുള്ള നല്ല ഭംഗിയല്ലേ കാണാൻ. ഇതിലെ കളറുകൾ, പലതരത്തിലുള്ള കളർ കാണാൻ സാധിക്കും അല്ലേ. ഇതൊക്കെ ഓർത്ത് വയ്ക്കാൻ വേണ്ടി പറയുന്നതാണ്. അപ്പൊ അവിടെ പ്രകാശത്തിനൊരു പങ്കുണ്ട്. അതായത് ഒപ്റ്റിക്കൽ മെമ്മറിയാണ് പ്രകാശം. ഒപ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രകാശത്തെ കുറിച്ചുള്ള പഠനമാണല്ലോ ഒപ്റ്റിക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഒപ്റ്റിക്സ് അത് പ്രകാശം, ഒപ്റ്റിക്കൽ മെമ്മറിയാണ് ഈ CD DVD ബ്ലൂറേ ഡിസ്ക്. ബ്ലൂറേ ഡിസ്ക് എന്നുള്ള ആ ഡിസ്ക് കേൾക്കുമ്പോൾ മറ്റോടത്തേക്ക് പോകരുത്. ബ്ലൂറേ ഡിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും എന്താണ്? ബ്ലൂറേ. റേ എന്ന് പറയാൻ നമ്മ പ്രകാശത്തിനല്ലേ റേ എന്ന് പറയാ അല്ലെ. ലൈറ്റ് റേ എന്നൊക്കെ പറയാറുണ്ട് അല്ലെ. അപ്പൊ ബ്ലൂറേ ഡിസ്ക് ഇതും എന്തിൽ വരുന്നതാണ്? ഒപ്റ്റിക്കൽ മെമ്മറിയിലാണ് വരുന്നത്. ഒപ്റ്റിക്കൽ മെമ്മറിയിൽ അപ്പൊ എന്തൊക്കെ വരുന്നു? CD DVD ബ്ലൂറേ ഡിസ്ക്. ഇനി അടുത്തത് ഫ്ലാഷ് മെമ്മറി. ഫ്ലാഷ് മെമ്മറി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കുഞ്ഞു ചിപ്പുകൾ ഉണ്ടല്ലോ, ചെറിയ രീതിയിലുള്ള ചിപ്പുകൾ, അതിനെ നമ്മൾ ഫ്ലാഷ് മെമ്മറി എന്ന് പറയാം. ഫ്ലാഷ് മെമ്മറി എന്ന് പറയുമ്പോൾ എന്തൊക്കെയായിരിക്കും വരാം? SD കാർഡും അതുപോലെ SSD കാർഡ്. ഇതൊക്കെ എന്തിലാണ് വരുന്നത്? ഫ്ലാഷ് മെമ്മറിയിൽ. ചെറിയ ചിപ്പുകളായിട്ടുള്ള മെമ്മറിനെയാണ് നമ്മൾ എന്തെന്ന് പറയാം? ഫ്ലാഷ് മെമ്മറി എന്ന് പറയാം. അപ്പൊ സെക്കൻഡറി മെമ്മറിനെ തന്നെ നമ്മൾ മൂന്നായി തിരിച്ചു. സെക്കൻഡറി മെമ്മറി നമ്മൾ എത്രയായി തിരിച്ചു? മൂന്നായി തിരിച്ചു. ഇപ്പൊ തന്നെ പഠിച്ചു പോകണേ. സെക്കൻഡറി മെമ്മറിനെ നമ്മൾ മൂന്നായി തിരിച്ചു. ഒന്നാമത്തത് മാഗ്നറ്റിക് മെമ്മറി. മാഗ്നറ്റിക് മെമ്മറിയിൽ എന്തൊക്കെയാണ് വരുന്നത്? മാഗ്നറ്റിക് ടേപ്പും മാഗ്നറ്റിക് ഡിസ്കും. ഈ മാഗ്നറ്റിക് ഡിസ്കിൽ തന്നെയാണ് ഫ്ലോപ്പി ഡിസ്കും ഹാർഡ് ഡിസ്കും വരുന്നത്. ഫ്ലോപ്പി ഡിസ്കും ഹാർഡ് ഡിസ്കും വരുന്നത് മാഗ്നറ്റിക് ഡിസ്കിൽ തന്നെയാണ്. അപ്പൊ അവിടെ നമ്മുടെ മാഗ്നറ്റിക് മെമ്മറി കഴിഞ്ഞു, മാറ്റി വെച്ചു അങ്ങോട്ട്. ഇനി മാഗ്നറ്റിക്കിനെ തൊടരുത്. അടുത്തത് ഒപ്റ്റിക്കൽ മെമ്മറി. ഒപ്റ്റിക്സ് എന്ന് പറഞ്ഞ പ്രകാശമാണല്ലോ. അപ്പൊ ഒപ്റ്റിക്കൽ മെമ്മറി എന്ന് പറയുമ്പോൾ അതിന് എന്തോ ഒരു പ്രകാശവുമായി ബന്ധമുണ്ടല്ലേ. അപ്പൊ പ്രകാശത്തിൽ കാണിച്ച ഭംഗിയുള്ളത് അല്ലെ. അപ്പൊ CD DVD അതുപോലെ ബ്ലൂറേ ഡിസ്ക്. CD DVD ബ്ലൂറേ ഡിസ്ക് ഇതൊക്കെ എന്താണ്? ഒപ്റ്റിക്കൽ മെമ്മറിക്ക് എക്സാമ്പിൾ ആണ്. അടുത്തത് ഫ്ലാഷ് മെമ്മറി. അപ്പൊ ഒപ്റ്റിക്കൽ മെമ്മറി നമ്മൾ പഠിച്ചു കഴിഞ്ഞ് ഒപ്റ്റിക്കൽ മെമ്മറി എന്ന് പറയുമ്പോൾ CD DVD ബ്ലൂറേ ഡിസ്ക്. ഇനി ഒപ്റ്റിക്കൽ മെമ്മറി അങ്ങോട്ട് മാറ്റി വെച്ച് അടുത്തത് ഫ്ലാഷ് മെമ്മറി. ഫ്ലാഷ് മെമ്മറി എന്ന് പറയാൻ കുഞ്ഞു ചിപ്പുകളാണ്. നമ്മുടെ മൊബൈലിൽ കിട്ടുന്ന കുഞ്ഞു ചിപ്പ് അല്ലേ. അപ്പൊ അതെന്താണ്? അതിന് എക്സാമ്പിൾ ആണ് SD കാർഡും SSD കാർഡും. ഇനി ഇതിൽ വരുന്ന ഈ ഫുൾ ഫോമുകളൊക്കെ പഠിക്കണം. ഈ മൂന്ന് ഇതിങ്ങനെ കൃത്യമായി പഠിച്ചു വെച്ചോ. മെമ്മറിനെ നമ്മൾ പ്രൈമറി മെമ്മറി എന്നും സെക്കൻഡറി മെമ്മറി എന്നും തിരിച്ചിരിക്കുന്നു. പ്രൈമറി മെമ്മറിക്ക് എക്സാമ്പിൾ ആണ് റാമും റോമും. അത് അവിടെ ഇരിക്കട്ടെ, നമുക്ക് പഠിക്കാം.
സെക്കൻഡറി മെമ്മറിനെ തന്നെ മൂന്നായി തിരിച്ചിട്ടുണ്ട്. മാഗ്നറ്റിക് മെമ്മറി, ഒപ്റ്റിക്കൽ മെമ്മറി, ഫ്ലാഷ് മെമ്മറി. മാഗ്നറ്റിക് മെമ്മറി എന്ന് പറയുമ്പോൾ മാഗ്നറ്റിക് ടേപ്പും മാഗ്നറ്റിക് ഡിസ്കും. ഈ മാഗ്നറ്റിക് ഡിസ്കിന്റെ കീഴിൽ തന്നെ വരുന്നതാണ് എന്തൊക്കെ, ഫ്ലോപ്പി ഡിസ്കും ഹാർഡ് ഡിസ്കും. മാറ്റി വെച്ചോ. അടുത്തത് ഒപ്റ്റിക്കൽ മെമ്മറി. ഒപ്റ്റിക്കൽ മെമ്മറി എന്ന് പറയുമ്പോൾ CD, DVD, ബ്ലൂറേ ഡിസ്ക്. ഓക്കെ അല്ലേ? അടുത്തത് ഫ്ലാഷ് മെമ്മറി. ഫ്ലാഷ് മെമ്മറി എന്ന് പറയുമ്പോൾ ചെറിയ ചിപ്പ് രൂപത്തിലുള്ള മെമ്മറി, SD കാർഡും SSD കാർഡും. ഇനി ഇത് മുമ്പ് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, അതുകൊണ്ടാണ് പിന്നെയും പറയുന്നത്. കാരണം താഴെ തന്നിരിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ സ്റ്റോറേജ് ഉള്ള മാഗ്നറ്റിക് മെമ്മറി ഏതാണെന്ന് ചോദിച്ചു. താഴെ തന്നിരിക്കുന്നവയിൽ ഏറ്റവും കൂടുതൽ സ്റ്റോറേജ് ഉള്ള ഒപ്റ്റിക്കൽ മെമ്മറി ഏതാണെന്ന് ചോദിച്ചു. താഴെ തന്നിരിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ സ്റ്റോറേജ് ഉള്ള ഒപ്റ്റിക്കൽ മെമ്മറി. അപ്പോൾ ഓപ്ഷനിൽ മാഗ്നറ്റിക് ടേപ്പും മാഗ്നറ്റിക് ഡിസ്കും അതുപോലെ SD കാർഡൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ അതിന്റെ കൂടെ CDയും DVDയും ബ്ലൂറേ ഡിസ്കും ഒക്കെ ഉണ്ടാവും. അപ്പൊ ഈ ഒപ്റ്റിക്കൽ മെമ്മറി ആണോ ചോദിച്ചിരിക്കുന്നത്, മാഗ്നറ്റിക് മെമ്മറി ആണോ ചോദിച്ചതെന്നൊന്നും നിങ്ങൾ ശ്രദ്ധിക്കില്ല. നേരെ ചാടി കയറി ഏറ്റവും കൂടുതൽ മെമ്മറി കപ്പാസിറ്റി ഏതിനാണോ അതെടുത്ത് കുത്തും അല്ലെ. തന്നിരിക്കുന്ന ഓപ്ഷനിൽ ചിലപ്പോൾ ഹാർഡ് ഡിസ്കിനായിരിക്കും ഏറ്റവും കൂടുതൽ കപ്പാസിറ്റി. CD, DVD, ഹാർഡ് ഡിസ്ക് തന്നിരിക്കുന്നു. എന്നിട്ട് ചോദിക്കുകയാണ് നിങ്ങളോട്, ഇതിൽ ഏറ്റവും കൂടുതൽ സ്റ്റോറേജ് കപ്പാസിറ്റി ഉള്ള ഒപ്റ്റിക്കൽ മെമ്മറി ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒപ്റ്റിക്കൽ എന്നുള്ള വാക്കൊന്നും നോക്കൂല, നേരെ കയറി ഹാർഡ് ഡിസ്ക് എന്ന് എഴുതും അല്ലെ. പക്ഷെ ശ്രദ്ധിക്കണം, ചോദ്യം എന്താണ്, താഴെ തന്നിരിക്കുന്നവയിൽ ഏറ്റവും കൂടുതൽ സ്റ്റോറേജ് കപ്പാസിറ്റി ഉള്ള ഒപ്റ്റിക്കൽ മെമ്മറി ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒപ്റ്റിക്കൽ മെമ്മറി. അപ്പൊ ഒപ്റ്റിക്കൽ മെമ്മറി ഹാർഡ് ഡിസ്ക് ഒപ്റ്റിക്കൽ മെമ്മറി ആണോ? അല്ല, അത് മാഗ്നറ്റിക് മെമ്മറിയാണ്. അപ്പൊ തന്നിരിക്കുന്നതിൽ ഒപ്റ്റിക്കൽ മെമ്മറി CDയും DVD ഉള്ളൂ എന്നുണ്ടെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ സ്റ്റോറേജ് കപ്പാസിറ്റി ഏതിനായിരിക്കും? DVDക്ക് ആയിരിക്കും. അല്ല, ബ്ലൂറേ ഡിസ്ക് ഉണ്ടെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ ബ്ലൂറേ ഡിസ്കിനായിരിക്കും. മനസ്സിലായോ? അപ്പൊ ഓപ്ഷൻ കാണുമ്പോൾ ശ്രദ്ധിക്കണം. തന്നിരിക്കുന്ന ഓപ്ഷനിൽ നിങ്ങൾക്ക് ഒപ്റ്റിക്കൽ മെമ്മറി എന്ന് ചോദിച്ചാൽ ഒപ്റ്റിക്കൽ മെമ്മറി മാത്രമേ എഴുതാൻ പാടുള്ളൂ. അല്ല, മാഗ്നറ്റിക് മെമ്മറി ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏറ്റവും കൂടുതൽ സ്റ്റോറേജ് കപ്പാസിറ്റി ഉള്ള മാഗ്നറ്റിക് മെമ്മറി വേണം എഴുതാൻ. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ക്ലിയർ ആയോ? ചിലർക്ക് കമ്പ്യൂട്ടറായിട്ട് അറിയാത്തവർക്ക് കുഞ്ഞ് കൺഫ്യൂഷനൊക്കെ വരാം. സാരമില്ല, ഞാൻ നോട്ട് അയക്കുന്നുണ്ടല്ലോ, അതും കൂടി ഒന്ന് വായിച്ചു നോക്കാം. ഇനി എന്തെങ്കിലും കിട്ടാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. ഞാൻ അത് അടുത്ത ക്ലാസ്സിൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരും. ഇനി അടുത്ത് നമുക്ക് ഇതിന്റെ ഫുൾ ഫോം ഒന്ന് ശ്രദ്ധിക്കണം. ഈ CD ഫുൾ ഫോം ചോദിക്കും. CD ഫുൾ ഫോം എന്താണ്? കോമ്പാക്ട് ഡിസ്ക് അല്ലെ. CD എന്ന് പറഞ്ഞാൽ കോമ്പാക്ട് ഡിസ്ക് എന്നാണ് അതിന്റെ ഫുൾ ഫോം. ഇനി CD കണ്ടുപിടിച്ചത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജെയിംസ് T. റസൽ ആണ്. CD ഒരു റസ്ക് പോലെയാണെന്ന് ഒന്ന് ഓർത്തു വെക്കുക. റസ്ക് പോലെയാണെന്നോ അല്ലെങ്കിൽ നല്ല രസമാണെന്നോ എന്തെങ്കിലും ഓർത്തു വെക്കുക. റസൽ ആണ് CD കണ്ടുപിടിച്ചത് ആരാണ്? റസൽ. ജെയിംസ് T. റസൽ ആണ് CD കണ്ടുപിടിച്ചത്. CD-ക്കാണോ DVD-ക്കാണോ കൂടുതൽ സ്റ്റോറേജ് കപ്പാസിറ്റി എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ. അത് അറിയാത്ത ആരും ഉണ്ടാവില്ല അല്ലെ. കാരണം CD എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് കുറച്ച് പാട്ടുകൾ സ്റ്റോർ ചെയ്തിരിക്കാനേ പറ്റുള്ളൂ അല്ലെ. കുറച്ച് പാട്ടുകൾ നമ്മൾ ഈ CD-യിലേക്ക് ഡാറ്റ റൈറ്റ് ചെയ്യുന്നതിനെ പറയുന്ന പേരെന്താണ് നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ? ബേണിംഗ് അല്ലെ. പണ്ടൊക്കെ CD റൈറ്റ് ചെയ്യുമ്പോൾ അവിടെ ഒരു ഓപ്ഷൻ കാണാം, ബേൺ എന്നുള്ളത് അല്ലെ. ലാസ്റ്റ് നമ്മൾ ബേൺ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യണം. അപ്പൊ അതിനെ നമ്മൾ ബേണിംഗ് എന്നാണ് പറയുക. ഇപ്പൊ അങ്ങനെ ചോദിക്കാറില്ല PSC, പക്ഷെ പണ്ട് ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്. ബേണിംഗ് എന്നാണ് പറയുക. നമ്മൾ CD-യിലേക്ക് ഡാറ്റ റൈറ്റ് ചെയ്യുന്നതിന് നമ്മൾ പറയാം ബേണിംഗ് എന്നാണ്. അപ്പൊ നമുക്ക് CD-യുടെ സ്റ്റോറേജ് കപ്പാസിറ്റി എന്ന് പറഞ്ഞത് 700 MB ആണ്. എന്നാൽ DVD എന്ന് പറയുമ്പോൾ 4.7 GB വരെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. ഇത് നിങ്ങൾ പഠിക്കണം എന്നില്ല, ഞാനിത് CRT-യിൽ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. CD-യുടെ സ്റ്റോറേജ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ 700 MB. CD-യുടെ സ്റ്റോറേജ് കപ്പാസിറ്റി 700 MB വരെയാണ്. പക്ഷെ DVD എന്ന് പറയുമ്പോൾ അത് 4.7 GB വരെ നമുക്ക് അതിൽ സ്റ്റോർ ചെയ്യാൻ സാധിക്കും. CD-യുടെ ഫുൾ ഫോം എന്താണ്? കോമ്പാക്ട് ഡിസ്ക് എന്നുള്ളതാണ്. CD-യുടെ ഫുൾ ഫോം കോമ്പാക്ട് ഡിസ്ക് എന്നുള്ളതാണ്. DVD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിജിറ്റൽ വേഴ്സറ്റൈൽ ഡിസ്ക് എന്നുള്ളതാണ് DVD-യുടെ ഫുൾ ഫോം. ഡിജിറ്റൽ വേഴ്സറ്റൈൽ ഡിസ്ക്. നിങ്ങൾ ആ PDF-ൽ ഇതൊക്കെ ഉണ്ടാവും. ഞാനിപ്പോൾ ഇതൊന്നും സ്ക്രീനിൽ കാണിക്കില്ല എന്ന് വെച്ചാൽ നിങ്ങൾ പേടിക്കേണ്ട. അതൊക്കെ നിങ്ങളുടെ ഇതില് നോട്ട്സിൽ ഉണ്ടായിരിക്കും, ടെലഗ്രാമിൽ. DVD-യുടെ ഫുൾ ഫോം എന്താണ്? ഡിജിറ്റൽ വേഴ്സറ്റൈൽ ഡിസ്ക് എന്നുള്ളതാണ്. ഇനി നമ്മൾ ഈ CD കണ്ടുപിടിച്ചത് ആരാണ്? CD കണ്ടുപിടിച്ചത് ജെയിംസ് T. റസൽ ആണ്. അപ്പൊ നിങ്ങൾ CD എന്ന് പറയുമ്പോൾ ഒരു റസ്ക് പോലെയൊക്കെ ആണെന്ന് വിചാരിക്കുക. റസ്ക് എന്ന് പറഞ്ഞ സാധനം നമ്മൾ തിന്നണത് റസ്ക് പോലെയാണെന്നൊക്കെ നിങ്ങൾ വിചാരിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നല്ല രസമാണ് അല്ലെ, കുറെ കളറൊക്കെ വരുന്നല്ലേ, നല്ല രസമാണ്. അപ്പൊ ജെയിംസ് T. റസൽ ആണ്
എന്ത് കണ്ടുപിടിച്ചത്? CD കണ്ടുപിടിച്ചത്. ഇനി DVD കുറിച്ച് പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, അതിന്റെ ഡിജിറ്റൽ വേഴ്സറ്റൈൽ ഡിസ്ക് എന്നാണ് അതിന്റെ ഫുൾ ഫോം. അതിന്റെ സംഭരണ ശേഷി 4.7 GB വരെ ഉണ്ട്. ഇത്രയും കാര്യം പറഞ്ഞിട്ടുള്ളൂ. ഇനി ബ്ലൂറേ ഡിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 2 ലെയർ ആയിട്ടാണ്. ഒരു ലെയറിൽ 25 GB വരെ സ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പൊ 2 ലെയറിലും കൂടിയിട്ട് 50 GB വരെ സ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പൊ ആ സ്റ്റോറേജ് ഒന്ന് നോക്കി, CD-യിൽ 700 MB ആണ്, DVD-യിലേക്ക് വരുമ്പോൾ 4.7 GB അല്ലെ, 4.7 GB വരെ നമുക്ക് അതിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും. എന്നാൽ ബ്ലൂറേ ഡിസ്കിലാണെങ്കിൽ 50 GB വരെ സ്റ്റോർ ചെയ്യാൻ പറ്റും. CD-യിൽ 700 MB, CD-യിൽ 700 MB ആണ്. അത് കഴിഞ്ഞ് DVD-യിലേക്ക് വരുമ്പോൾ 4.7 GB വരെ സ്റ്റോർ ചെയ്യാൻ പറ്റും. ബ്ലൂറേ ഡിസ്കിലേക്ക് വരുമ്പോൾ അത് 50 GB, 2 ലെയർ ആയിട്ടാണ്. ഒരു ലെയറിൽ 25 GB അടുത്ത ലെയറിലും കൂടി കൂട്ടി മൊത്തം 50 GB നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ സ്റ്റോർ ചെയ്യാന്ന് പറഞ്ഞില്ലേ, ഇതെങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നതെന്നും കൂടി നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കണം. അതായത് ആദ്യം നമ്മൾ ഹാർഡ് ഡിസ്കിൽ എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നതെന്ന് നോക്കാം. ഹാർഡ് ഡിസ്കിൽ സ്റ്റോർ ചെയ്യുന്നത് ട്രാക്കുകളിലും സെക്ടേഴ്സിലായിട്ടാണ്. നിങ്ങൾ ട്രാക്ക് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഓടുന്ന ട്രാക്കില്ലേ, ഈ അത്ലറ്റുകളൊക്കെ ഓടുന്ന ട്രാക്ക് കണ്ടിട്ടില്ലേ, ഇങ്ങനെ റൗണ്ടിൽ ഇങ്ങനെ കുറെ ഇങ്ങനെ എന്താണ് ഉള്ളിൽ നിന്ന് ഇങ്ങനെ വലുതാക്കി വരുന്ന കുറെ ഇതുകൾ കണ്ടിട്ടുണ്ടാവുമല്ലോ നിങ്ങൾ. ഈ ട്രാക്കുകൾ കണ്ടില്ലേ, ട്രാക്കിൽ കൂടെ ഓടാന്ന് കേട്ടില്ലേ. അതേപോലെ ഇങ്ങനെ നമ്മള് ഹാർഡ് ഡിസ്കിനെ കുറെ ട്രാക്കുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിനെ തന്നെ പൈ ഷേപ്പിലുള്ള പൈ മാക്സിൽ പൈ കണ്ടില്ലേ, പൈയുടെ വാല്യൂ ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവില്ല. ആ പൈയുടെ ഷേപ്പിൽ സെക്ടേഴ്സ് ആയിട്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മളൊരു ഹാർഡ് ഡിസ്ക് എടുത്തു കഴിഞ്ഞാൽ അതിനെ ട്രാക്കുകളായിട്ട്, നമ്മൾ ഓടുന്ന ട്രാക്കില്ലേ അതേപോലെ ട്രാക്കുകളായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. പിന്നെ അതിനെ നമ്മൾ പൈ എന്നുള്ള ഷേപ്പിൽ സെക്ടേഴ്സ് ആയിട്ടും ഡിവൈഡ് ചെയ്തിരിക്കുന്നു. ഇതിനുള്ളിൽ ഓരോ ട്രാക്കിന്റെയും സെക്ടേഴ്സിന്റെ ഉള്ളിലായിട്ടാണ് നമ്മൾ ഡാറ്റകൾ സ്റ്റോർ ചെയ്യുന്നത്. ഒരു ഡാറ്റ കൊടുത്താൽ പല ട്രാക്കുകളിലും പല സെക്ടേഴ്സിലായിട്ടാണ് അത് സ്റ്റോർ ചെയ്ത് വെക്കുക. ഇനി നമ്മൾ ഈ ട്രാക്കിനെയും സെക്ടേഴ്സിനെയും റീഅറേഞ്ച് ചെയ്യുന്നതിനാണ് നമ്മൾ ഫോർമാറ്റിംഗ് എന്ന് പറയുക. ഈ ഡാറ്റകളെയും ട്രാക്കുകളെയും സെക്ടേഴ്സിനെയും റീഅറേഞ്ച് ചെയ്യില്ലേ, അതിന് നമ്മൾ ഫോർമാറ്റിംഗ് എന്ന് പറയും. അപ്പോൾ ഫോർമാറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡാറ്റ മുഴുവൻ പോകില്ലേ. കാരണം എന്താ, ഇത് ഫുള്ളും റീഅറേഞ്ച് ചെയ്തു അല്ലേ. അപ്പൊ നമുക്ക് എവിടെയാണ് ഡാറ്റ ഇരിക്കുന്നത് നമുക്ക് അറിയില്ല. അതുകൊണ്ടാണ് ഇത് ഫോർമാറ്റ് ചെയ്ത എല്ലാ ഡാറ്റയും പോയി എന്ന് പറയുന്നത്. നമുക്കൊരു ഹാർഡ് ഡിസ്കിലേക്ക് ഡാറ്റ സ്റ്റോർ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനെ എങ്ങനെ തിരിച്ചിരിക്കണം? ട്രാക്കുകളും സെക്ടേഴ്സുമായി തിരിച്ചിരിക്കണം. തിരിച്ചെങ്കിൽ മാത്രമേ നമുക്കൊരു ഹാർഡ് ഡിസ്കിലേക്ക് ഡാറ്റകളെ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഹാർഡ് ഡിസ്കിൽ ഡാറ്റ സ്റ്റോർ ചെയ്യുമ്പോൾ അത് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ട്രാക്കുകളിലും സെക്ടേഴ്സിലായിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. നിങ്ങൾക്ക് മനസ്സിലായോ പറഞ്ഞത്? ഒന്നും കൂടി പറയാം. ഒരു ഹാർഡ് ഡിസ്ക് എടുത്തു കഴിഞ്ഞാൽ അതിനെ കുറെ സെക്ടേഴ്സ് ആയിട്ടും കുറെ ട്രാക്കുകളായിട്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ട്രാക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ അത്ലറ്റുകൾ ഓടുന്ന ട്രാക്കില്ലേ അതേപോലെ തന്നെ ഇങ്ങനെ റൗണ്ടിൽ കുറെ ട്രാക്കുകളായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. പിന്നെ പൈ ഷേപ്പിലുള്ള കുറെ സെക്ടേഴ്സുമായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. ഈ ഓരോ ട്രാക്കുകളിലും സെക്ടേഴ്സിലുമായിട്ടാണ് ഡാറ്റ നമ്മൾ സ്റ്റോർ ചെയ്യാൻ കൊടുക്കുമ്പോൾ കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഈ ട്രാക്കുകളെയും സെക്ടേഴ്സിനെയും മൊത്തം അങ്ങോട്ട് റീഅറേഞ്ച് ചെയ്യാൻ വെക്കുക. അപ്പൊ പിന്നെ ഈ എവിടെയാണ് ഡാറ്റ ഇരിക്കുന്നതെന്ന് കമ്പ്യൂട്ടറിന് വല്ലതും മനസ്സിലാവോ? ഇല്ലല്ലോ. അപ്പൊ ഈ ട്രാക്കുകളെയും സെക്ടറിനെയും റീഅറേഞ്ച് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഫോർമാറ്റിംഗ് എന്ന് പറയാം. ഫോർമാറ്റിംഗ് ചെയ്ത് കഴിയുമ്പോൾ അല്ലെങ്കിൽ ഫോർമാറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഡാറ്റ മുഴുവൻ നഷ്ടപ്പെടില്ലേ. അതിന് കാരണം ഈ ട്രാക്കുകളെയും സെക്ടേഴ്സിനെയും റീഅറേഞ്ച് ചെയ്യുന്നതാണ് കാരണം. ഇങ്ങനെ നമ്മൾ ട്രാക്കുകളെയും സെക്ടേഴ്സിനെയും അറേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു ഹാർഡ് ഡിസ്കിൽ എന്തിനും പറ്റുള്ളൂ, ഡാറ്റ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഡാറ്റ കൊണ്ടുപോയിട്ട് ട്രാക്കുകളിലും സെക്ടറിലാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അപ്പൊ ട്രാക്കുകളും സെക്ടറുകളുമായി തിരിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഹാർഡ് ഡിസ്കിൽ ഡാറ്റ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. മനസ്സിലായ? അപ്പൊ അവിടെ ശ്രദ്ധിക്കേണ്ടത് ഫോർമാറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ ട്രാക്കുകളും സെക്ടറുകളും സൃഷ്ടിക്കുന്ന പ്രവർത്തനത്തെയാണ് നമ്മൾ ഫോർമാറ്റിംഗ് എന്ന് പറയാം. പുതിയ ട്രാക്കുകളും സെക്ടേഴ്സിനെയും സൃഷ്ടിക്കുന്ന പ്രവർത്തനത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുക? ഫോർമാറ്റിംഗ് എന്ന് പറയാന്നുള്ള കാര്യം അവിടെ ഓർത്തു വെക്കണം. ഈ ട്രാക്കുകളും സെക്ടേഴ്സുമായിട്ട് ഡിവൈഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഹാർഡ് ഡിസ്കിലാണ് അല്ലെ. ഹാർഡ് ഡിസ്കിൽ നമ്മൾ ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്തരത്തില് ട്രാക്കുകളും സെക്ടേഴ്സുമായി തിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഇതേപോലെ തന്നെ അല്ലേ CD-യിലും DVD-യിലും എന്ത് ചെയ്യണം? ഇതേപോലെ തന്നെ ഡാറ്റ സ്റ്റോർ ചെയ്യണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ, അവിടെ അങ്ങനെ തിരിച്ചു വെക്കണ്ടേ? അവിടെ പക്ഷെ നമ്മൾ ട്രാക്കുകളും സെക്ടേഴ്സുമായിട്ടല്ല തിരിക്കുക. അതിന് പകരം പിറ്റ് ആൻഡ് ലാൻഡ് ആയിട്ടാണ്. പിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഴികളും നിരന്ന പ്രതലങ്ങളുമായിട്ട് പിറ്റ് ആൻഡ് ലാൻഡ് പിറ്റ് ആൻഡ് ലാൻഡ് കുഴികളും നിരന്ന പ്രതലങ്ങളുമായിട്ടാണ് അവിടെ എന്ത് തിരിക്കുന്നത്. എന്നിട്ട് അവിടെയാണ് ഡാറ്റാസ് സ്റ്റോർ ചെയ്ത് വെക്കുക എന്നുള്ള കാര്യം കൂടിയും ഓർത്തു വെക്കണം. ഇനി നമ്മളെ ഫ്ലാഷ് മെമ്മറിയിൽ നമ്മൾ പറഞ്ഞു SD കാർഡും SSD കാർഡും. SD കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്യൂർ ഡിജിറ്റൽ എന്നാണ് അർത്ഥം.
എന്നാണ് അതിന്റെ ഫുൾ ഫോം. എസ് ഡി കാർഡ്. SD എന്ന് പറഞ്ഞാൽ എന്താണ്? സെക്യൂർ ഡിജിറ്റൽ എന്നാണ്. സെക്യൂർ ഡിജിറ്റൽ എന്നാണ് SD കാർഡിന്റെ ഫുൾ ഫോം. SSD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ്. കുറെ ഫുൾ ഫോമുകൾ പഠിക്കാനുണ്ടല്ലേ, ഒരുമിച്ച് എഴുതി വെക്കുക. ഒരുപാട് 2-3 തവണ ഇടയ്ക്ക് ഇടയ്ക്കിട്ട് വായിച്ചു നോക്കുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് കിട്ടും. നിങ്ങൾക്ക് ഓപ്ഷനിൽ കാണുമ്പോൾ ഓർമ്മ വന്നോളൂ. SD കാർഡ് എന്ന് പറഞ്ഞാൽ സെക്യൂർ ഡിജിറ്റൽ എന്നാണ്. സെക്യൂർ ഡിജിറ്റൽ എന്നാണ് SD കാർഡിന്റെ ഫുൾ ഫോം. SSD എന്ന് പറഞ്ഞാൽ സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ്. സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ്. സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ് എന്നാണ് SSDയുടെ ഫുൾ ഫോം. SD സെക്യൂർ ഡിജിറ്റൽ എന്നും SSD എന്ന് പറഞ്ഞാൽ സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ്. സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ് എന്നാണ് SSDയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ സെക്കൻഡറി മെമ്മറി എന്നുള്ള ഭാഗം തീർന്നു. നിങ്ങളുടെ ഓർമ്മയിലേക്ക് ഒന്ന് കൊണ്ടുവന്നേ. മെമ്മറിന് നമ്മൾ പ്രൈമറി മെമ്മറി എന്നും സെക്കൻഡറി മെമ്മറി എന്നും തിരിച്ചു. പ്രൈമറി എന്ന് പറഞ്ഞാൽ റാമും റോമും ആണ്. സെക്കൻഡറി മെമ്മറിനെ തന്നെയാണ് നമ്മൾ മാഗ്നറ്റിക് മെമ്മറി, ഒപ്റ്റിക്കൽ മെമ്മറി, ഫ്ലാഷ് മെമ്മറി എന്ന് പറഞ്ഞ് തിരിച്ചത്. മാഗ്നറ്റിക് മെമ്മറി എന്ന് പറയുമ്പോൾ മാഗ്നറ്റിക് ടേപ്പും മാഗ്നറ്റിക് ഡിസ്കും. ഈ മാഗ്നറ്റിക് ഡിസ്കിൽ തന്നെയാണ് ഫ്ലോപ്പി ഡിസ്കും ഹാർഡ് ഡിസ്കും വരുന്നത് അല്ലെ. ഇനി ഒപ്റ്റിക്കൽ മെമ്മറി എന്ന് പറയുമ്പോൾ CD, DVD, ബ്ലൂറേ ഡിസ്ക്, അതാണ് ഒപ്റ്റിക്കൽ മെമ്മറി എന്ന് പറയുന്നത്. ഫ്ലാഷ് മെമ്മറി എന്ന് പറഞ്ഞാൽ ചെറിയ ചിപ്പ് രൂപത്തിലുള്ള SD കാർഡ്, SSD കാർഡ്. SD എന്ന് പറഞ്ഞാൽ സെക്യൂർ ഡിജിറ്റൽ എന്നും SSD എന്ന് പറഞ്ഞാൽ സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ് എന്നുമാണ് അർത്ഥം. ഇനി നമുക്ക് നമ്മുടെ പ്രൈമറി മെമ്മറിയിലേക്ക് വരാം. പ്രൈമറി മെമ്മറി എന്ന് പറയുമ്പോൾ റാമും റോമും അല്ലേ. റാം എന്ന് പറയുമ്പോൾ നിങ്ങൾ റാൻ നോർക്കാം. റാമിന്റെ M ഉണ്ടല്ലോ, എമ്മിന്റെ ആ കുറച്ച് ഭാഗം മാച്ച് കളഞ്ഞാൽ നമുക്ക് അത് റാൻ എന്ന് വായിക്കാൻ കിട്ടും. പറ്റില്ലേ? റാൻ എന്ന് വായിച്ചുകൂടെ? അതായത് പെട്ടെന്ന് ഓടിപ്പോകുന്ന മെമ്മറിയാണ് റാം എന്ന് പറയുന്നത്. റാം എന്ന് പറഞ്ഞാൽ റാൻ ഓർക്കാൻ സുഖല്ലേ? റാം എന്ന് പറഞ്ഞാൽ റാൻ എന്ന് ഓർത്തൂടെ? എന്താണ്? പെട്ടെന്ന് ഓടിപ്പോകും. അതായത് കറണ്ട് പോയി കഴിഞ്ഞാൽ മൂപ്പര് അപ്പം ഓടിപ്പോകും. പേടിത്തൂറനാണ്, അപ്പം ഓടിപ്പോകുന്ന ആളാണ് റാം എന്ന് പറയുന്നത്. അതായത് നമ്മൾക്ക് അതിലേക്കുള്ള കമ്പ്യൂട്ടറിലേക്കുള്ള പവർ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ, പവർ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതിലെ മെമ്മറി പോകുന്നത് ഏതിലത്തെ മെമ്മറിയാണ്? റാമിലെ മെമ്മറിയാണ്. മനസ്സിലായോ? അതിനെ നമ്മൾ എന്തെന്ന് പറയും? വോളറ്റൈൽ മെമ്മറി എന്ന് പറയും. വോളറ്റൈൽ മെമ്മറി എന്ന് പറയും. എന്നാൽ റോം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. റോം എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ധൈര്യശാലിയാണ്. കറണ്ട് പോയി കഴിഞ്ഞാലും അതിലേക്കുള്ള പവർ സപ്ലൈ നിന്ന് കഴിഞ്ഞാലും അതിലുള്ള ഡാറ്റ റോമിൽ തന്നെ ഉണ്ടായിരിക്കും. മനസ്സിലായോ? റാം എന്ന് പറഞ്ഞാൽ റാൻ ഓടിപ്പോകും. കറണ്ട് പോയാൽ അപ്പം മൂപ്പർ ഓടിപ്പോകും അല്ലെ. അതിലേക്കുള്ള പവർ സപ്ലൈ നിലച്ചു കഴിഞ്ഞാൽ റാമിലെ ഡാറ്റ അപ്പം തന്നെ ഇല്ലാതാകും. എന്നാൽ റോം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. പവർ നഷ്ടപ്പെട്ട് കഴിഞ്ഞാലും അതിലെ ഡാറ്റ അവിടെ തന്നെ ഉണ്ടാവും. റാമിന്റെ ഫുൾ ഫോം എന്താണ്? റാൻഡം ആക്സസ് മെമ്മറി. റാം എന്ന് പറഞ്ഞാൽ റാൻഡം ആക്സസ് മെമ്മറി എന്നും, റോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീഡ് ഓൺലി മെമ്മറിയാണ്. റോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീഡ് ഓൺലി മെമ്മറിയാണ്. റാം എന്താണ്? റാൻഡം ആക്സസ് മെമ്മറിയാണ്. റോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീഡ് ഓൺലി മെമ്മറി. ആ റീഡ് ഓൺലി മെമ്മറി തന്നെ നമുക്ക് കിട്ടുമല്ലോ. എന്താണ്? നമുക്ക് ഒരിക്കലും റോമിലേക്ക് റൈറ്റ് ചെയ്യാൻ സാധിക്കില്ല, അതിൽ നിന്ന് റീഡ് ചെയ്യാൻ മാത്രമേ സാധിക്കുള്ളൂ അല്ലെ. റോം റീഡ് ഓൺലി, റീഡ് മാത്രം ചെയ്താൽ മതി അല്ലെ. റീഡ് ഓൺലി മെമ്മറി. അതായത് റോമിൽ നിന്ന് നമുക്ക് റീഡ് ചെയ്യാനേ സാധിക്കുള്ളൂ, അതിലേക്ക് റൈറ്റ് ചെയ്യാൻ സാധിക്കില്ല. അതാണ് റോം എന്ന് പറയുന്നത്. അപ്പൊ റോമിന്റെ 2 ഫീച്ചേഴ്സ് കിട്ടിയോ? ഒന്നാമത് എന്താണ് പറഞ്ഞത്? പവർ നഷ്ടപ്പെട്ട് കഴിഞ്ഞാലും അതിലെ ഡാറ്റ അവിടെ തന്നെ ഉണ്ടാവും. അതിന് നമ്മൾ എന്തെന്ന് പറയും? നോൺ വോളറ്റൈൽ എന്ന് പറയും. ഈ നോൺ വോളറ്റൈൽ എന്ന് പറയുമ്പോൾ 2 O വരുന്നില്ലേ? നോൺ എന്നുള്ളതിനും ഒരു O വരുന്നുണ്ട്, വോളറ്റൈൽ എന്നുള്ളതിനും ഒരു O വരുന്നുണ്ട്. അപ്പൊ 2 O വരുന്നത് റോമിനാണ്. കാരണം എന്താ വെച്ചാലേ ഈ വോളറ്റൈലും നോൺ വോളറ്റൈൽ എന്നൊക്കെ പറയുമ്പോൾ അതിന് എന്താണ് സാധനം എന്ന് മിക്കവർക്കും കിട്ടില്ല, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവും. വോളറ്റൈലാണോ ഡാറ്റ നശിച്ചു പോകുന്നത്, നോൺ വോളറ്റൈലാണോ ഡാറ്റ നശിച്ചു പോകുന്നതെന്നൊക്കെ ചിലർക്ക് മാറിപ്പോവും. അതിന് വേണ്ടിയാണ് പറഞ്ഞത്. അപ്പൊ 2 രീതിയിലും ഓർത്തു വെക്കാം. ഒന്നാമത്തത് റാം എന്ന് പറയുമ്പോൾ റാൻ എന്ന് ഓർക്കുക, പെട്ടെന്ന് ഓടിപ്പോകുന്നത്. അതായത് കറണ്ട് പോയി കഴിഞ്ഞാൽ അപ്പം തന്നെ, അല്ലെങ്കിൽ അതിലേക്കുള്ള പവർ സപ്ലൈ നിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ സിസ്റ്റം ഓഫായി പോയി കഴിഞ്ഞാൽ അപ്പം തന്നെ ഡാറ്റ നശിച്ചു പോകുന്നത് ഏതിൽ നിന്നാണ്? റാമിൽ നിന്നാണ്. എന്നാൽ റോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പവർ സപ്ലൈ നിന്ന് കഴിഞ്ഞാലും, അല്ലെങ്കിൽ അത് കമ്പ്യൂട്ടർ ഓഫ് ചെയ്ത് കഴിഞ്ഞാലും അതിലെ ഡാറ്റ നമുക്ക് നഷ്ടപ്പെട്ടു പോകില്ല. അതാണ് റോം എന്ന് പറയുന്നത്. അതിന് ഇംഗ്ലീഷിൽ പറയുന്നതാണ് നമ്മൾ നോൺ വോളറ്റൈൽ എന്ന് പറഞ്ഞത്. റോം എന്താണ്? നോൺ വോളറ്റൈൽ. അപ്പൊ നോൺ വോളറ്റൈൽ എന്ന് പറയുമ്പോൾ 2 O വരുന്നില്ലേ? നോൺ എന്നുള്ളതിനും O വരുന്നുണ്ട്, വോളറ്റൈൽ എന്നതിനും O വരുന്നുണ്ട്. അപ്പൊ 2 O വരുന്നത് റോം അല്ലെ. റോമിന് O ഉണ്ടല്ലോ, അപ്പൊ റോമിനാണ് 2 O വരുന്നത്. റാമിന് ഒരു ഓയേ ഉള്ളൂ, വോളറ്റൈലിന്റെ O മാത്രമേ ഉള്ളൂ. അപ്പൊ റാം വോളറ്റൈലും റോം നോൺ വോളറ്റൈലും. പറഞ്ഞ് കൺഫ്യൂഷൻ ആക്കുന്നുണ്ട്. സിമ്പിൾ അല്ലേ കാര്യം? മനസ്സിലായില്ലേ നിങ്ങൾക്ക് പറഞ്ഞത്? ഇനി മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യും, ഞാൻ അടുത്ത ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. അപ്പൊ നമ്മൾ റോമിനെ കുറിച്ചാണ് പറഞ്ഞത്. റോം എന്ന് പറഞ്ഞാൽ റീഡ് ഓൺലി മെമ്മറിയാണ്. അതിൽ നമുക്ക് റീഡ് ചെയ്യാൻ മാത്രമേ സംഭവിക്കുള്ളൂ, അതിലേക്ക് ഒരിക്കലും റൈറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അപ്പൊ അതൊരു ഡ്രോബാക്ക് അല്ലേ, നമുക്ക് അതിലേക്ക് റൈറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് വന്നിരിക്കുന്ന മറ്റൊരു റോമാണ് പി റോം എന്ന് വെച്ചാൽ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി.
അത് റോമിന്റെ ഫ്രണ്ടിൽ ഒരു പിയും കൂടി വന്നിട്ടുണ്ടെന്നുള്ളൂ. പി റോം, പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി. പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അപ്പൊ നമുക്ക് അതിലേക്ക് റീഡ് ചെയ്യാൻ മാത്രമല്ല റൈറ്റ് ചെയ്യാൻ പറ്റും, പക്ഷെ ഒരുപാട് തവണയൊന്നും പറ്റില്ല, ഒറ്റ തവണയെ പറ്റുള്ളൂ. അപ്പൊ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് റീഡ് ചെയ്യാൻ മാത്രമല്ല അതിലേക്ക് റൈറ്റ് ചെയ്യാനും പറ്റും, പക്ഷെ ഒരുപാട് തവണയൊന്നും പറ്റില്ല, ഒറ്റ തവണയെ പറ്റുള്ളൂ. അതാണ് പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി. അപ്പൊ അതൊരു ഡ്രോബാക്ക് ആണ്, ഒരു തവണ മാത്രമേ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ വീണ്ടും വേറൊരു പുതിയ സാധനം കൊണ്ടുവന്നു, അതാണ് EEPROM. EEPROM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറേസബിൾ പ്രോം, ഇറേസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി. ഇറേസബിൾ, അപ്പൊ നമുക്ക് മായ്ക്കാൻ പറ്റും, ഇറേസ് ചെയ്യാം അല്ലെ. ഇറേസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറിയാണ് EEPROM എന്നുള്ളത്. നമുക്കത് മായ്ക്കാനും പിന്നെ അതിലേക്ക് എഴുതാനും സാധിക്കും. അതായത് എഴുതിയ സാധനം മായ്ക്കാനും വീണ്ടും എഴുതാനും സാധിക്കും. അതാണ് EEPROM എന്ന് പറയുന്നത്. പക്ഷെ അവിടെ ഒരു ഡ്രോബാക്ക് ഉണ്ട്. എന്താണെന്നറിയോ? ഒരുപാട് തവണ അത് ചെയ്യാൻ സാധിക്കില്ല, വളരെ ലിമിറ്റഡ് മാത്രമേ പറ്റുള്ളൂ EEPROM-ൽ. അപ്പൊ നമ്മൾ വീണ്ടും ഒരു സാധനം കൊണ്ടുവന്നു, അതായത് 2 വരും. EEPROM. EEPROM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിക്കലി എറേസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി, അഥവാ ഇലക്ട്രിക്കലി എറേസബിൾ പ്രോം. ഇലക്ട്രിക്കലി എറേസബിൾ, ഇലക്ട്രിക്കൽ സിഗ്നൽസ് ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ പൾസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വീണ്ടും വീണ്ടും മായ്ക്കാനും വീണ്ടും വീണ്ടും അതിനെ എഴുതി ചേർക്കാനും സാധിക്കും. മനസ്സിലായോ? അതാണ് EEPROM എന്ന് പറയുന്നത്. നമ്മുടെ SD കാർഡിലൊക്കെ മെമ്മറി കാർഡിലൊക്കെ ഉപയോഗിക്കുന്നത് EEPROM ആണ്. മനസ്സിലായോ? അപ്പൊ ആദ്യം തന്നെ പറഞ്ഞത് റോമിനെ കുറിച്ചാണ് പറഞ്ഞത്. റോം എന്ന് പറഞ്ഞാൽ റീഡ് ഓൺലി മെമ്മറി എന്നാണ്. റീഡ് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ, റൈറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിന് പകരം നമ്മൾ എന്ത് കൊണ്ടുവന്നു? പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി അഥവാ പ്രോം അല്ലെ, പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി കൊണ്ടുവന്നു. പക്ഷെ അവിടെയും ഡ്രോബാക്ക് ഉണ്ട്, ഒരു തവണ മാത്രമേ നമുക്ക് അതിലേക്ക് റൈറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ അത് എറേസ് ചെയ്യാൻ വേണ്ടിയിട്ട് എറേസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി അഥവാ EEPROM കൊണ്ടുവന്നു. അപ്പൊ നമുക്ക് വീണ്ടും മായ്ക്കാനും വീണ്ടും റൈറ്റ് ചെയ്യാനും സാധിക്കും. പക്ഷെ അപ്പോഴും അവിടെ ഒരു ഡ്രോബാക്ക് ഉണ്ട്, അധികം പ്രാവശ്യം ചെയ്യാൻ സാധിക്കില്ല, വളരെ ലിമിറ്റഡ് ആയിട്ട് മാത്രമേ നമുക്ക് എറേസ് ചെയ്യാനും റൈറ്റ് ചെയ്യാനും സാധിക്കുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് കൊണ്ടുവന്നു? EEPROM എന്ന് വെച്ചാൽ ഇലക്ട്രിക്കലി എറേസബിൾ പ്രോം, ഇലക്ട്രിക്കലി എറേസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി അഥവാ EEPROM കൊണ്ടുവന്നു. അപ്പൊ നമുക്ക് ഒരുപാട് തവണ റീഡ് ചെയ്യാനും ഒരുപാട് തവണ റൈറ്റ് ചെയ്യാൻ അല്ലെ, വീണ്ടും വീണ്ടും അത് എറേസ് ചെയ്ത് റൈറ്റ് ചെയ്യാൻ എന്തുപയോഗിച്ചുകൊണ്ട്? ഇലക്ട്രിക്കൽ പൾസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്കത് മായ്ക്കാനും വീണ്ടും എഴുതി ചേർക്കാനും സാധിക്കും. അപ്പൊ ഇതൊക്കെയാണ് റോമിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമ്മൾ ഒരു സിസ്റ്റം പവർ ഓൺ ചെയ്ത് കഴിയുമ്പോൾ അതിൽ ഫസ്റ്റ് നടക്കുന്നത് ബൂട്ടിംഗ് എന്ന് നമ്മൾ പറയില്ലേ, പക്ഷെ ബൂട്ടിങ്ങിന് മുമ്പ് നടക്കുന്ന ഒരു ഓപ്പറേഷനാണ് ബയോസ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ബയോസ് ഓപ്പറേഷൻ എന്ന് വെച്ചാൽ ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം. ബയോസിന്റെ ഫുൾ ഫോം എന്താണ്? ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം. അതായത് എല്ലാ ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം എല്ലാം ഓക്കെ അല്ലെന്ന് ചെക്ക് ചെയ്യുന്നതാണ് ബയോസ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ഈ ബയോസ് ഓപ്പറേഷൻ സ്റ്റോർ ചെയ്ത് വെക്കുക റോമിലാണ്. ഈ ബയോസ് ഓപ്പറേഷൻ സ്റ്റോർ ചെയ്ത് വെക്കുക എവിടെയാണ്? റോമിലാണ്. നമ്മൾ ബൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഹാർഡ് ഡിസ്കിൽ നിന്നും ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെ നമ്മൾ ഈ റാമിലേക്ക് കൊണ്ടുവരുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ബൂട്ടിംഗ് എന്ന് പറയാം. ബൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ഒരു സിസ്റ്റം വർക്ക് ചെയ്യണമെങ്കിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വേണം അല്ലേ. അപ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് നമ്മുടെ ഹാർഡ് ഡിസ്കിൽ നിന്ന് എടുത്ത് റാമിലേക്ക് കൊണ്ടുവന്ന് വെക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ബൂട്ടിംഗ് എന്ന് പറയാം. എന്നിട്ട് ഈ റാമിൽ ഉണ്ടാവും ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എവിടം വരെ? ഈ പവർ ഓഫ് ചെയ്യുന്നത് വരെ. അതായത് നമ്മൾ പവർ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ബൂട്ടിംഗ് എന്നുള്ള പ്രോസസ്സ് നടക്കും. ബൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഹാർഡ് ഡിസ്കിൽ ഇരിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ എടുത്തുകൊണ്ടുവന്ന് റാമിൽ വെക്കുന്ന പ്രോസസ്സാണ് ബൂട്ടിംഗ് എന്ന് പറയുക. ഇനി അതിനെ കൊണ്ടുവന്ന് റാമിൽ വെച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് പവർ ഓഫ് ആകുന്നത് വരെ എവിടെ ഇത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇരിക്കും? റാമിലിരിക്കും. മനസ്സിലായ? റാമിലുണ്ടാവും. അപ്പൊ നമ്മൾ കമ്പ്യൂട്ടർ പവർ ഓൺ ചെയ്ത് പവർ ഓഫ് ചെയ്യുന്നത് വരെ റാമിലുള്ള ഇത് സോഫ്റ്റ്വെയർ എന്താണ്, റാമിലുള്ളത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. മനസ്സിലായില്ലേ? ഈ ബയോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം ഓപ്പറേഷൻ. ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം ഓപ്പറേഷൻ. നമ്മൾ പവർ ഓൺ ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഇതിലെ എല്ലാ ഇൻപുട്ട് ഔട്ട്പുട്ടും ഒക്കെ ഓക്കെ അല്ലേ എന്ന് ചെക്ക് ചെയ്യുന്ന ഒരു ഓപ്പറേഷനാണ് ബയോസ് ഓപ്പറേഷൻ എന്ന് പറയാ. അത് സ്റ്റോർ ചെയ്ത് വെക്കുക റോമിലാണെന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് മനസ്സിലാക്കിയാൽ മതി. ഇനി നമുക്ക് റാമിനെ കുറിച്ച് പറയണം അല്ലേ. അപ്പൊ റോമിനെ കുറിച്ച് പറഞ്ഞ കാര്യം കിട്ടില്ലേ? റോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാറ്റ പവർ ഓഫ് ചെയ്ത് കഴിഞ്ഞാലും ഡാറ്റ നശിച്ചു പോകില്ല, അത് നോൺ വോളറ്റൈൽ ആണ്. ഇനി അത് റീഡ് ഓൺലി മെമ്മറിയാണ്. അതിനെ നമ്മൾ പരിഹരിക്കാൻ വേണ്ടിയാണ് ഈ പ്രോമും അല്ലേ ഈ പ്രോമും ഒക്കെ കൊണ്ടുവന്നത്. ആദ്യം പ്രോം കൊണ്ടുവന്നു, പിന്നെ ഈ പ്രോം കൊണ്ടുവന്നു, പിന്നെ ഈ പ്രോം കൊണ്ടുവന്നു എന്നൊക്കെ പറഞ്ഞു. ഇനി അടുത്ത് നമുക്ക് റാമിനെ കുറിച്ച് നോക്കാം. റാം എന്ന് പറഞ്ഞല്ലോ റാൻഡം ആക്സസ് മെമ്മറിയാണ്. റാം എന്ന് പറയുന്നത് വോളറ്റൈലാണ്, അതായത് പെട്ടെന്ന് ഓടിപ്പോവും, റാൻ ആവും അല്ലേ. കാരണം പവർ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്ക് പവർ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അപ്പൊ തന്നെ റാമിലെ ഡാറ്റാസ് മുഴുവൻ നശിച്ചു പോകും. അതിനെയാണ് നമ്മൾ റാം എന്ന് പറയാമെന്ന് പറഞ്ഞു. റാമിനെ തന്നെ നമ്മൾ രണ്ടായി തിരിച്ചിട്ടുണ്ട്, എസ് റാം എന്നും ഡി റാം എന്നും. നമ്മൾ നേരത്തെ റോമിന്റെ കേസ് പറഞ്ഞപ്പോഴും ഇതുപോലെ തന്നെ റോമിനെ നമ്മൾ
എന്തൊക്കെ തിരിച്ചിട്ടുണ്ട്? പി റോം അല്ലെ, പ്രോം എന്ന് പറഞ്ഞ് തിരിച്ചിട്ടുണ്ടായിരുന്നു. പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി എന്ന് പറഞ്ഞ് തിരിച്ചു. പിന്നെ ഇ പ്രോം എന്ന് പറഞ്ഞ് തിരിച്ചു. ഇറൈസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി എന്ന് പറഞ്ഞ് തിരിച്ചു. പിന്നെ ഇ പ്രോം അല്ലെ, ഇലക്ട്രിക്കലി എറൈസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി. അങ്ങനെ മൂന്നായിട്ട് നമ്മൾ തിരിച്ചു എന്ന് പറഞ്ഞു അല്ലേ. അതേപോലെ നമ്മൾ റാമിനെ രണ്ടായി തിരിച്ചിട്ടുണ്ട്, എസ് റാം എന്നും ഡി റാം എന്നും. എസ് റാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാറ്റിക് റാം എന്നാണ് അർത്ഥം, സ്റ്റാറ്റിക് റാം. ഡി റാം എന്ന് പറഞ്ഞാൽ ഡൈനമിക് റാം എന്നാണ് അർത്ഥം. സ്റ്റാറ്റിക് റാമും ഡൈനമിക് റാമും. അപ്പൊ ഈ സ്റ്റാറ്റിക് എന്നുള്ള നമ്മൾ എസ് ഉണ്ടല്ലോ, നമുക്കത് സിമ്പിൾ എന്നും കൂടി ഓർത്തിരിക്കാം. അതായത് സിമ്പിൾ ആയിട്ടുള്ള റാമാണ്. സിമ്പിൾ ആയിട്ടുള്ള റാം എന്ന് വെച്ചാൽ ഫ്ലിപ്പ് ഫ്ലോപ്പ് ഒക്കെ നമ്മൾ പിന്നെ പറയാം. നമുക്ക് ഫ്ലിപ്പ് ഫ്ലോപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു റാം ആണ് എസ് റാം എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള സ്ട്രക്ചറാണ്. പക്ഷെ കുറച്ച് ഡാറ്റ മാത്രം, സിമ്പിൾ അല്ലേ, അപ്പൊ കുറച്ച് ഡാറ്റ മാത്രം സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. കുറച്ച് ഡാറ്റ മാത്രം സ്റ്റോർ ചെയ്യുന്നത് കൊണ്ട് തന്നെ സ്പീഡ് കൂടുതലാണ്. നമ്മുടെ ഈ കമ്പ്യൂട്ടറിലെ മെമ്മറിയുടെ കേസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഡാറ്റ കുറവ് യൂസ് ചെയ്യുന്നതിന് അല്ലെ, സ്റ്റോർ ചെയ്യാൻ സാധിക്കുന്നതിന് സ്പീഡ് കൂടുതലായിരിക്കും മിക്കപ്പോഴും. ഡാറ്റ കുറവ് സ്റ്റോർ ചെയ്യാൻ പറ്റുന്നതിന് സ്പീഡ് കൂടുതലായിരിക്കും അല്ലെ. നമുക്കിപ്പോൾ ഒരു നല്ല ഭാരമുള്ള ഒരു ബാഗ് ഇട്ടുകൊണ്ട് ഓടുന്നതിനേക്കാളും എളുപ്പത്തിൽ നമുക്ക് ഭാരം കുറഞ്ഞ ഒരു ബാഗ് ഇട്ട് ഓടാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ പോലെ ഡാറ്റ കുറവ് സ്റ്റോർ ചെയ്യുന്നതിനാണ് നമ്മുടെ ഈ മെമ്മറിയുടെ കാര്യത്തിൽ, കമ്പ്യൂട്ടറിന്റെ മെമ്മറിയുടെ കാര്യത്തിൽ സ്പീഡ് കൂടുതലുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ എസ് റാമിന് സ്പീഡ് കൂടുതലാണ്. പക്ഷെ കുറച്ച് ഡാറ്റ മാത്രം സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. വളരെ സിമ്പിൾ ആണ്. ഫ്ലിപ്പ് ഫ്ലോപ്പ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് വൈദ്യുതി മാത്രം അല്ലെ, കുറച്ച് മാത്രം പവർ ആവശ്യമുള്ളൂ. വളരെ കുറവ് പവർ കൺസപ്ഷനെ ആവശ്യമുള്ളൂ. അതൊക്കെയാണ് എസ് റാമിനെ കുറിച്ച്. ഡി റാം എന്ന് പറയുമ്പോൾ ഇതിന് നേരെ ഓപ്പോസിറ്റ് വരും അല്ലെ. ഡി റാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കപ്പാസിറ്റേഴ്സും ട്രാൻസിസ്റ്റേഴ്സും ഉപയോഗിച്ചിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. കൂടുതൽ ഡാറ്റ സ്റ്റോർ ചെയ്തേക്കാൻ സാധിക്കും. പക്ഷെ മൂപ്പർക്ക് സ്പീഡ് കുറച്ച് കുറവാണ് അല്ലെ. സ്പീഡ് കുറവാണ്, കൂടുതൽ പവറും യൂസ് ചെയ്യും. മനസ്സിലായോ? അപ്പൊ നമ്മൾ എന്തൊക്കെയാണ് എസ് റാമിനെ കുറിച്ച് പറഞ്ഞത്? എസ് റാം എന്ന് വെച്ചാൽ സ്റ്റാറ്റിക് റാം ആണ്. വളരെ സിമ്പിൾ ആണ് മൂപ്പര്. സിമ്പിൾ ആയതുകൊണ്ട് തന്നെ ഫ്ലിപ്പ് ഫ്ലോപ്പുകൾ ഉപയോഗിച്ചിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. വളരെ കുറച്ച് ഡാറ്റ മാത്രം സ്റ്റോർ ചെയ്തേക്കാൻ മൂപ്പരെ കൊണ്ട് സാധിക്കുള്ളൂ. പക്ഷെ എന്താണ്, വളരെ കുറച്ച് പവർ മാത്രം മതി, സ്പീഡ് കൂടുതലാണ്. ഡി റാം എന്ന് പറഞ്ഞാൽ ഡൈനമിക് റാം എന്നാണ് അർത്ഥം. ഡൈനമിക് റാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കപ്പാസിറ്റേഴ്സും ട്രാൻസിസ്റ്ററും കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. കുറച്ചും കൂടിയും കോംപ്ലക്സ് ആണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ പവർ ആവശ്യമുണ്ട്. പക്ഷെ സ്പീഡ് കൂടുതൽ ഡാറ്റ സ്റ്റോർ ചെയ്യാനും സാധിക്കും. പക്ഷെ സ്പീഡ് കുറച്ച് കുറവാണ്. അപ്പൊ ഇത്രയും നിങ്ങൾക്ക് എസ് റാമിനെ കുറിച്ചും ഡി റാമിനെ കുറിച്ചും മനസ്സിലാക്കി വെക്കാം. അടുത്തതായിട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ, SSCRT ടെക്സ്റ്റ് ബുക്കിൽ റാമിന്റെയും റോമിന്റെയും ഒരു കമ്പാരിസൺ ടേബിൾ തന്നിട്ടുണ്ട്. രണ്ടും കൂടി കമ്പയർ ചെയ്തിട്ട് നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. നമുക്കതൊന്ന് നോക്കാം. കാരണം എക്സാമിന് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള കാര്യങ്ങളാണ്. ഒന്നാമത്തത്, റാമിനാണ് വേഗത കൂടുതൽ. റാമിനാണ് റോമിനേക്കാൾ വേഗത കൂടുതൽ. മനസ്സിലായോ? റാമിനാണ് വേഗത കൂടുതലുള്ളത്, പക്ഷെ റോമിന് വേഗത കുറവാണ്. കമ്പ്യൂട്ടർ പ്രവർത്തിക്കുമ്പോൾ ഡാറ്റയും അപ്ലിക്കേഷൻ പ്രോഗ്രാമും ഓപ്പറേറ്റിംഗ് സിസ്റ്റവും സൂക്ഷിക്കുന്നത് റാമിലാണ്. മനസ്സിലായോ? നമ്മൾ കമ്പ്യൂട്ടർ പ്രവർത്തിക്കുന്ന സമയത്ത് ഓപ്പറേറ്റിംഗ് സിസ്റ്റവും അതേപോലെ തന്നെ ബാക്കി ഡാറ്റാസും അപ്ലിക്കേഷൻ പ്രോഗ്രാമുകളെല്ലാം റാമിലാണ് സ്റ്റോർ ചെയ്യുന്നത്. നമ്മൾ ബൂട്ടിംഗ് കഴിഞ്ഞാൽ, ബൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഹാർഡ് ഡിസ്കിൽ ഇരിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെ അവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്ന് നമ്മുടെ റാമിൽ വെക്കുന്ന പ്രോസസ്സാണ് ബൂട്ടിംഗ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് ഹാർഡ് ഡിസ്കിൽ നിന്നെടുത്ത് എവിടെ കൊണ്ടുവന്ന് വെച്ചു? റാമിൽ കൊണ്ടുവന്ന് വെച്ചു. ഇനി അത് എവിടെയാണ് ഇരിക്കുന്നത്? റാമിലാണ് ഇരിക്കുന്നത്. അപ്പൊ നമ്മൾ കമ്പ്യൂട്ടർ പ്രവർത്തിക്കുന്ന സമയത്ത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണെങ്കിലും ബാക്കി അപ്ലിക്കേഷൻ പ്രോഗ്രാമുകളാണെന്നുണ്ടെങ്കിലും ഡാറ്റാസ് ആണെങ്കിലും ഒക്കെ എവിടെയാണ് സ്റ്റോർ ചെയ്യുന്നത്? റാമിലാണ് സ്റ്റോർ ചെയ്യുന്നത്. ഇനി റോമിൽ അപ്പൊ എന്താണ്? റോമിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് പറഞ്ഞില്ലേ, അതായത് ഈ ബൂട്ടിംഗ് നടക്കുന്ന സമയത്ത് ബയോസ് എന്ന് പറഞ്ഞൊരു ഓപ്പറേഷൻ ഉണ്ട്. അതായത് ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം ഓപ്പറേഷൻസ്. അതാണ് എവിടെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്? റോമിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. കമ്പ്യൂട്ടർ ബൂട്ട് ചെയ്യാൻ ആവശ്യമുള്ള പ്രോഗ്രാംസ്, പ്രോഗ്രാമാണ് എന്തിൽ സ്റ്റോർ ചെയ്തിരിക്കുന്നത്? റോമിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഇനി റാമിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡാറ്റാസ് അതിലേക്ക് കൊടുക്കാനും അവിടെ നിന്ന് വീണ്ടെടുക്കാനും സാധിക്കും. അതായത് റൈറ്റ് ചെയ്യാനും റീഡ് ചെയ്യാനും സാധിക്കും. എന്നാൽ സാധാരണ റോമില്, നമ്മൾ നേരത്തെ പറഞ്ഞ പ്രോമിലും ഈ പ്രോം എന്നല്ലാതെ സാധാരണ റോമിലാണെങ്കിൽ എന്താണ്? ഡാറ്റ തിരിച്ചെടുക്കാൻ മാത്രം, അതായത് റീഡ് ചെയ്യാൻ മാത്രമേ സാധിക്കുള്ളൂ, അതിലേക്ക് റൈറ്റ് ചെയ്യാൻ സാധിക്കില്ല. അതാണ് തിരിച്ചെടുക്കാൻ മാത്രമേ സാധിക്കുള്ളൂ, ഒരിക്കലും അതിലേക്ക് സംഭരിക്കാൻ സാധിക്കില്ല. അടുത്തത്, കമ്പ്യൂട്ടർ ഓഫ് ആക്കി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? റാമിലെ ഡാറ്റ നശിച്ചു പോകും അല്ലെ. കമ്പ്യൂട്ടർ ഓഫ് ആക്കിയാൽ റാമിലെ ഉള്ളടക്കം നഷ്ടപ്പെടുന്നതിനാൽ ഇതൊരു അസ്ഥിര മെമ്മറിയാണ് അല്ലെ. ഒരു അസ്ഥിര മെമ്മറിയാണ് റാം എന്ന് പറയുന്നത്.
എന്നാൽ റോം എന്ന് പറഞ്ഞ ഒരു സ്ഥിര മെമ്മറിയാണ്. നമ്മൾ ഫസ്റ്റ് തന്നെ അതല്ലേ പറഞ്ഞത്, റോം എന്ന് പറഞ്ഞ ഒരു സ്ഥിര മെമ്മറിയാണ്. കമ്പ്യൂട്ടർ ഓഫ് ആക്കി കഴിഞ്ഞാലും റോമിലെ ഉള്ളടക്കം ഒരിക്കലും നഷ്ടപ്പെടില്ല. 4 പോയിന്റ് ഓക്കെ അല്ലേ? സ്പീഡ് ഏതിനാണ് കൂടുതൽ? റാമിനാണ് സ്പീഡ് കൂടുതൽ. റാമിനെ അപേക്ഷിച്ച് സ്പീഡ് കുറവാണ്. ഇനി കമ്പ്യൂട്ടർ പ്രവർത്തിക്കുന്ന സമയത്തെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണെങ്കിലും ഡാറ്റയാണെങ്കിലും അപ്ലിക്കേഷൻ പ്രോഗ്രാംസ് ആണെങ്കിലും റാമിലാണ് സ്റ്റോർ ചെയ്ത് വെക്കുക. റോമിൽ എന്താണ് സ്റ്റോർ ചെയ്ത് വെക്കുക? കമ്പ്യൂട്ടർ ബൂട്ട് ചെയ്യാനുള്ള പ്രോഗ്രാമാണ് നമ്മൾ എവിടെ സ്റ്റോർ ചെയ്ത് വെക്കുക? റോമിൽ സ്റ്റോർ ചെയ്ത് വെക്കുക. റാമിലേക്ക് നമുക്ക് റൈറ്റ് ചെയ്യാനും റീഡ് ചെയ്യാനും പറ്റും, അതായത് സംഭരിക്കാനും വീണ്ടെടുക്കാനും പറ്റും. റോമിലേക്കാണെങ്കിൽ നമുക്ക് അതിലേക്ക് റൈറ്റ് ചെയ്യാൻ സാധ്യമല്ല, റീഡ് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. റീഡ് ഓൺലി മെമ്മറി ആണല്ലേ. അപ്പൊ അതായത് സംഭരിക്കാൻ സാധ്യമല്ല, വീണ്ടെടുക്കുക, റീഡ് ചെയ്യാൻ മാത്രമേ സാധ്യമുള്ളൂ. ഇനി കമ്പ്യൂട്ടർ ഓഫ് ആക്കി കഴിഞ്ഞാൽ ഡാറ്റ നഷ്ടപ്പെടുന്നത് കൊണ്ട് തന്നെ റാം ഏത് മെമ്മറിയാണ്? ഒരു അസ്ഥിര മെമ്മറിയാണ്, അഥവാ വോളറ്റൈൽ മെമ്മറിയാണ്. എന്നാൽ റോം എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ ഓഫ് ചെയ്ത് കഴിഞ്ഞാലും റോമിലെ ഡാറ്റ നഷ്ടപ്പെടില്ല, അതുകൊണ്ട് അതൊരു സ്ഥിര മെമ്മറിയാണ്, അഥവാ നോൺ വോളറ്റൈൽ മെമ്മറിയാണ്. അപ്പൊ ഇത്രയും കാര്യം ഓക്കെ അല്ലേ? ഇനി നമുക്ക് മെമ്മറിനെ കുറിച്ച് പറയുമ്പോൾ ക്യാഷ് മെമ്മറിനെ കുറിച്ചും രജിസ്റ്ററിനെ കുറിച്ചും കൂടി പറയണം. ജസ്റ്റ് ഇത്രയും മനസ്സിലാക്കാനുള്ളൂ. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, കൂടുതൽ സ്റ്റോർ ചെയ്യാൻ പറ്റുമ്പോൾ അതിന് സ്പീഡ് കുറയെന്ന് പറഞ്ഞില്ലേ. അപ്പൊ ഏറ്റവും കൂടുതൽ സ്റ്റോർ ചെയ്യാൻ പറ്റുക സെക്കൻഡറി മെമ്മറിയിലാണ്. സെക്കൻഡറി മെമ്മറിയിലാണ് ഏറ്റവും കൂടുതൽ സ്റ്റോർ ചെയ്യാൻ പറ്റുക. അത് കഴിഞ്ഞിട്ട് പ്രൈമറി മെമ്മറിയിലാണ്, അത് കഴിഞ്ഞിട്ട് ക്യാഷ് മെമ്മറിയിൽ, അത് കഴിഞ്ഞിട്ട് രജിസ്റ്റേഴ്സിൽ. അപ്പൊ ഏറ്റവും കൂടുതൽ സ്റ്റോർ ചെയ്യാൻ പറ്റുന്നത് സ്റ്റോറേജ് കപ്പാസിറ്റി സെക്കൻഡറി മെമ്മറിക്ക്, നെക്സ്റ്റ് പ്രൈമറി മെമ്മറിക്ക്, അത് കഴിഞ്ഞിട്ട് ക്യാഷ് മെമ്മറിക്ക്, അത് കഴിഞ്ഞിട്ട് രജിസ്റ്റേഴ്സിന്, അല്ലെ? അപ്പൊ സ്റ്റോറേജ് കപ്പാസിറ്റിയുടെ ഓർഡർ കിട്ടിയോ നിങ്ങൾക്ക്? ഏറ്റവും കൂടുതൽ സ്റ്റോർ ചെയ്യാൻ പറ്റുന്നത് സെക്കൻഡറി മെമ്മറിയിൽ, നെക്സ്റ്റ് പ്രൈമറി മെമ്മറിയിൽ, അത് കഴിഞ്ഞിട്ടാണ് ക്യാഷ് മെമ്മറി. ഏറ്റവും കുറവാണ് രജിസ്റ്റേഴ്സിൽ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതിന്റെ സ്പീഡ് എങ്ങനെയായിരിക്കും? ഏറ്റവും സ്പീഡ് കൂടുതൽ രജിസ്റ്ററിനായിരിക്കും. ഏറ്റവും സ്പീഡ് കൂടിയ മെമ്മറി രജിസ്റ്റർ ആയിരിക്കും. അതിനുശേഷം ക്യാഷ് മെമ്മറിക്കായിരിക്കും സ്പീഡ് കൂടുതൽ, അതിനുശേഷം പ്രൈമറി മെമ്മറിക്കായിരിക്കും സ്പീഡ് കൂടുതൽ, അതിനുശേഷമേ സെക്കൻഡറി മെമ്മറി വരുള്ളൂ. മനസ്സിലായി നിങ്ങൾക്ക്? ഇനി ക്യാഷ് മെമ്മറി എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യാഷ് മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന ഒരു ഡാറ്റ നമ്മൾ സ്ഥിരം ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് എപ്പോഴും പോയിട്ട് റാമിൽ നിന്ന് എടുത്തുകൊണ്ട് വരാന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ? കൂടുതൽ സമയം വേണ്ടി വരും. ഓരോ തവണയും ഒരു റിക്വസ്റ്റ് വരുമ്പോൾ അത് പോയിട്ട് റാമിൽ നിന്ന് എടുത്തുകൊണ്ട് വരാ എന്നുള്ളത് കുറച്ച് സമയം കൂടുതൽ വേണം. അപ്പൊ അതുകൊണ്ട് സ്ഥിരം ആവശ്യപ്പെടുന്ന ഡാറ്റാസ് എന്ത് ചെയ്യും? ക്യാഷ് മെമ്മറിയിൽ സ്റ്റോർ ചെയ്യും. മനസ്സിലായ? അതാണ് ക്യാഷ് മെമ്മറി എന്ന് പറയുന്നത്. രജിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഓപ്പറേഷൻ നടക്കുന്ന സമയത്ത് ഡാറ്റാസ് സ്റ്റോർ ചെയ്യാനാണ് രജിസ്റ്റേഴ്സ് ഉപയോഗിക്കുക. രജിസ്റ്റർ ആണ് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്നത്, പ്രോസസറിന്റെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്നത് രജിസ്റ്റർ ആണ്. നെക്സ്റ്റ് ക്യാഷ് മെമ്മറിയാണ്, നെക്സ്റ്റ് വരുന്നത് പ്രൈമറി മെമ്മറി, അതിനുശേഷമാണ് സെക്കൻഡറി മെമ്മറി എന്ന് പറഞ്ഞത്. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് ഇതിന്റെ സ്റ്റോറേജിന്റെ ഓർഡറും അതിന്റെ സ്പീഡിന്റെ ഓർഡറും കൃത്യമായി മനസ്സിലാക്കി വെക്കണം. PSC സ്ഥിരം ചോദിക്കാറുണ്ട്, ഏറ്റവും സ്പീഡ് കൂടിയ മെമ്മറി ഏതെന്ന് ചോദിച്ചാൽ അത് രജിസ്റ്റർ ആണ്. ഏറ്റവും സ്പീഡ് കൂടുതൽ രജിസ്റ്ററിനാണ്. അതേപോലെ തന്നെ വിലയുടെ കാര്യം ഇതേപോലെ തന്നെ, അതായത് ഏറ്റവും വില കൂടുതൽ രജിസ്റ്ററിനാണ്, നെക്സ്റ്റ് ക്യാഷ് മെമ്മറി, പിന്നെ പ്രൈമറി മെമ്മറി, പിന്നെ സെക്കൻഡറി മെമ്മറി, അങ്ങനെയാണ് വരുന്നത്. സ്പീഡ് ഏറ്റവും കൂടുതൽ രജിസ്റ്ററിനാണ്, നെക്സ്റ്റ് സ്പീഡ് കൂടുതൽ ക്യാഷ് മെമ്മറിക്കാണ്, അടുത്തതിന് ശേഷം പ്രൈമറി മെമ്മറി, ഏറ്റവും സ്പീഡ് കുറവാണ് സെക്കൻഡറി മെമ്മറിക്ക്. എന്നാൽ ഏറ്റവും കൂടുതൽ ഡാറ്റ സ്റ്റോർ ചെയ്യാൻ പറ്റുന്നത് സെക്കൻഡറി മെമ്മറിക്കാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഡാറ്റ സ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്റി കൂടുതൽ പ്രൈമറി മെമ്മറിക്കാണ്. അതിനുശേഷം ക്യാഷ് മെമ്മറി, അതിനുശേഷമാണ് രജിസ്റ്റർ വരുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ ഈ കാര്യങ്ങളും കൂടി ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മെമ്മറി എന്നുള്ള ഭാഗം നമുക്ക് കംപ്ലീറ്റ് ആയി. ഇനിയും നമുക്ക് കുറച്ച് കാര്യങ്ങളല്ല, കുറച്ചധികം കാര്യങ്ങൾ തന്നെ പറയാനുണ്ട്. സോഫ്റ്റ്വെയറിനെ കുറിച്ച് പറയാനുണ്ട്, നെറ്റ്വർക്കിങ്ങിനെ കുറിച്ച് പറയാനുണ്ട്, പ്രോഗ്രാമിങ്ങിനെ കുറിച്ച് പറയാനുണ്ട്, സൈബർ ലോകളെ കുറിച്ച് പറയാനുണ്ട്, സൈബർ ക്രൈംസിനെ കുറിച്ച് പറയാനുണ്ട്, അല്ലെ? അപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പൊ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതിനോടൊപ്പം നിങ്ങൾ പഠിക്കണം എന്നുള്ള ആഗ്രഹം ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഇത്രയും സമയം പോകുന്നത്. എങ്കിലും നമുക്ക് മാക്സിമം 3 ക്ലാസ്സിനുള്ളിൽ തന്നെ നമ്മൾ എന്തായാലും ഈ പോർഷൻസ് കവർ ചെയ്തിരിക്കും. നിങ്ങൾക്ക് ഈ ക്ലാസ് ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് അറിയുമ്പോഴാണ് അടുത്ത ക്ലാസ് ചെയ്യാൻ തോന്നുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് തോന്നും ഈ ടോപ്പിക് ഇവിടെ വെച്ച് നിർത്തിയിട്ട് നമുക്ക് അടുത്ത് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി വരും. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ക്ലാസ് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ കമന്റ് ചെയ്യണം. ഇനി എന്തെങ്കിലും പോരായ്മയുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ പറഞ്ഞ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും കാര്യം മനസ്സിലാക്കാത്തതുണ്ടെങ്കിലും തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കൂടുതലായിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കും. അപ്പൊ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്നുള്ള വിശ്വാസത്തോടു കൂടി തന്നെ നിർത്തുന്നു. നന്ദി.